നബിയാണ്, ആ റഹ്മത്ത് കൊണ്ട് മുറാദ് എന്ന് ദുർവ്യാഖ്യാനിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ആ ദുർവ്യാഖ്യാനിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞതിനെ പറ്റി പറഞ്ഞു. നബിദിനാഘോഷത്തെ പറ്റിയാ പറഞ്ഞത് അല്ല. വബിറഹ്മത്തിഹി എന്നത് കൊണ്ടുള്ള മുറാദ് നബിയാണെന്ന് ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ പുസ്തകം വായിച്ചു. അപ്പൊ മുമ്പോ പിമ്പോ വായിച്ചുകൊണ്ട് ദുർവ്യാഖ്യാന ആ പറഞ്ഞത് നബിദിനാഘോഷത്തെ പറ്റിയാണ്, അല്ലാതെ റഹ്മത്ത് കൊണ്ട് മുറാദ് നബിയാണെന്നതല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കണത് ചെയ്തിട്ടില്ല. ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ അപ്പോൾ എന്ന ഓലപ്പാമ്പെന്താ പൊട്ടാത്തത്? അതെന്താ ഇങ്ങനെ പുറത്തിയാടാത്തത്? ആരെ കാണിച്ചിട്ട് ഈ അപ്പോൾ പഠിപ്പിക്കണത്? അതിന്റെ മുമ്പോ പിമ്പോ നബിദിനാഘോഷത്തിന്റെ വരികളിൽ ചിർക്കില്ലെങ്കിൽ തന്നെ നബിദിനാഘോഷം എന്ന ആ സമ്പ്രദായം കൊണ്ട് തന്നെ ചിർക്കാകുമെന്ന് ഞങ്ങളുടെ വാദത്തിന്റെ മർമ്മം അതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നബിദിനാഘോഷം ചിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണെന്നാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തിനാ നിങ്ങളെ ടോപ്പ് നേതാവ് ഉമർ മൗലവിന്റെ നെഞ്ചു പിടിച്ച് ഞങ്ങൾ കൊടങ്ങൾ വായിച്ചത്. അതിനെതിരെ എന്തെങ്കിലും അപ്പോൾ എന്താണ് അപ്പോൾ നിങ്ങൾ ഇപ്പോഴാകാത്തത്? പറഞ്ഞില്ല. ഇവിടെ ചോദിച്ച മറ്റൊരു ചോദ്യം, നബിദിനാഘോഷം അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് നിങ്ങൾ ഇമാമുകൾ പറഞ്ഞത് ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ ഇമാമുകളാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന് തെളിവുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഇമാമുമാർ മാത്രമല്ല പറഞ്ഞത്. ഇതാ നിങ്ങളെ മൗലവി ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറഞ്ഞത് ഞാൻ വായിച്ചു. ചോദിക്കുന്നത് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവിയോട്, ഏറ്റവും ഉത്തമമായ ദിവസമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം, ഏറ്റവും ഉത്തമമായ ദിവസമാണെന്ന് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ഇമാമ മാത്രമല്ല, നിങ്ങളെ ഇമാം ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറഞ്ഞത് ഞങ്ങൾ വായിച്ചിരിക്കുന്നു. ഇനി പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. ഒച്ചയിട്ട് എന്തിനാണെന്നറിയോ? ഇനി പറഞ്ഞിട്ടില്ല എന്ന കുഞ്ഞാട് സംസ്കാരമുണ്ടല്ലോ. എപ്പോഴും സംവാദത്തിൽ ഇങ്ങനെ ചൊല്ലിപ്പടിച്ച പറഞ്ഞിട്ടില്ല എന്നത് പറയണ്ട എന്ന് കരുതി ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഞങ്ങളെ ഇമാമുമാർ മാത്രമല്ല പറഞ്ഞത്, നിങ്ങളെ ഇമാം ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി. അപ്പൊ ഒരു ചോദ്യം, അൽ-ഇർശാദ് മുഴുവൻ നിങ്ങൾ വായിക്കുവോ? തയ്യാറുണ്ടോ? നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഫത്തുൽ ബാരിയിൽ ഇബാറത്ത് വായിച്ചില്ലേ? എന്നാ 13 വാല്യം ഫത്തുൽ ബാരി നിങ്ങൾ വായിക്കോ? 13 വാല്യം ഫത്തുൽ ബാരി നിങ്ങൾ വായിക്കോ? നിങ്ങൾ ഇബാറത്ത് ചോദിക്കും. അങ്ങനെ ചോദിക്കണേ, എന്താ അന്തയില്ലാത്ത വർത്താനം പറയാനാണോ സംവാദത്തിൽ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ മുമ്പിലാ, ഇത് കവല പ്രസംഗമല്ല. ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി കമ്പിൽ നിങ്ങളെ കാല് കുത്തുമോ എന്ന് കമ്പിൽക്കാർ പറയും. നിങ്ങൾ ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി വായിച്ചത് ഞങ്ങൾ ഇവിടെ പറയുമ്പോൾ എനിക്കാട്ടോ ഫല്യപ്രഭു എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഇമാമുകൾ പറഞ്ഞ നിങ്ങളെ ഇമാമ് ആരാണത്? നിങ്ങളുടെ ഇമാം എഴുതിയ പുസ്തകം ഖുർആൻ പരിഭാഷ. എന്താണ് ഈ പരിഭാഷയിൽ പറയുന്നത്? ഫല്യപ്രഭു എന്ന ആയത്തിന് കൃത്യമായി നിങ്ങളുടെ കുഞ്ഞീദ് മദനി, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് ആൾ പരിശോധിച്ചു എന്ന ഈ 3 നിങ്ങളുടെ ടോപ്പ് നേതാക്കൾ സംയുക്തമായി എഴുതുകയും പരിശോധിക്കുകയും ചെയ്ത ഈ ഖുർആൻ പരിഭാഷയിൽ എന്താ ഫല്യപ്രഭു അർത്ഥം കൊടുത്തത്? അവർ സന്തോഷിച്ചു കൊല്ലട്ടെ. ഫൈസൽ മൗലവി പറയുന്നു അത് റസൂലുള്ളാഹി തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചു കൊല്ലട്ടെ. കരയണമെന്നല്ല, കണ്ണുനീരൊലിപ്പിക്കണമെന്നല്ല. റസൂലുള്ളാഹി ജനിച്ചത് കൊണ്ട് റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചു കൊല്ലട്ടെ. ഇതാ വേണോ? ഇനിയും നിങ്ങളുടെ പരിഭാഷകൾ, നിങ്ങളുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കും. തല്ലുമൗലവി തല്ല്, ആ അർത്ഥം തെറ്റാണ് നിങ്ങൾ പറ. അപ്പൊ ഞങ്ങൾ പറയും നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്കെതിരെ മറുപടി പറയുകയാണ്. നിങ്ങൾക്കെതിരെ ഇനിയും ഒരുപാട് പ്രമാണങ്ങൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்களാണ് റഹ്മത്ത് കൊണ്ട് മുറാദ് എന്ന് ഞങ്ങൾ പറഞ്ഞത്, അത് നിങ്ങൾ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ പുസ്തകം ഒരു പുസ്തകം ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. ഇനി കൊട്ടക്കണക്കിന് പുസ്തകങ്ങൾ അത് റഹ്മത്ത് കൊണ്ട് മുറാദ് റസൂലുള്ളാഹിയാണെന്നത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ അത് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഇനി ഇ കെ മൗലവി നബിദിനം ആഘോഷിക്കണമെന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നും ഏറ്റവും ഉത്തമമായ ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസമെന്നും അത് റബീഉൽ അവ്വൽ 12 ലോകാടിസ്ഥാനത്തിൽ അത് ആഘോഷിക്കുന്നുണ്ടെന്നും അത് നല്ല കാര്യമാണെന്നും അതിൽ ഒരുപാട് നന്മകളുണ്ടെന്നും മൗദൂആയതും ലൈഫുമായതുമായ ഹദീസുകൾ ഒഴിവാക്കി നല്ല ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബിദിനം നടത്തണമെന്നൊക്കെ നിങ്ങളുടെ അൽ-ഇർശാദ് മാസികയിൽ, നിങ്ങളുടെ അൽ-മുർശിദ് മാസികയിൽ ഇ കെ മൗലവിയും കുഞ്ഞിക്കുട്ടി മൗലവിയും എല്ലാ മൗലവിമാരും എഴുതി വെച്ചല്ലോ. ആ എഴുതി വെച്ചതിനെ പറ്റി മുഴുവൻ പുസ്തകം വായിക്കുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ 5ാമത്തെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമെന്നല്ലേ ഞങ്ങളോട് ചോദിച്ചത്? ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവിയോടാണ്. അവരോട് ചോദിക്കും, എന്തിനാണ് നബിദിനം കഴിച്ചത്? ക്രിസ്മസ് വരുമ്പോൾ നിങ്ങൾ ആഘോഷിക്കുവോ? റസൂലുള്ളാഹിന്റെ ഈസാ നബി ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കോ? അതിന്റെ വിധി എന്താണെന്ന് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറയട്ടെ. ഇ കെ മൗലവി
എന്നിട്ട് ഞങ്ങൾക്ക് പറയാം ആലോചിക്കണം പോലെ ചോദിക്കുമ്പോ മുസ്ലിയാരെ സന്തോഷിക്കട്ടെ എന്നല്ലേ ആഘോഷിക്കട്ടെ എന്നുണ്ടോ? അതാ ചോദിക്കണത്. നബിദിനം ആഘോഷിക്കട്ടെ ഈ പണിയൊന്നും ഇല്ലല്ലോ. തഫ്സീർ വായിക്കാന് പറപ്പൂരിനെടുത്ത് നോക്കി ഞാൻ അമ്മായിത്തോളി ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ വായിക്കുള്ളൂ. അതുകൊണ്ട് എവിടെ വായിച്ചതെന്താ നിങ്ങൾ വായിക്കി, തഫ്സീറിന് വായിക്കി. എവിടെ നീ നബിദിനം ആഘോഷിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ ആഘോഷിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു തഫ്സീർ വായിക്കി അതിലുണ്ടോ നബിദിനം ആഘോഷിക്കാന്ന്? നബിദിനം ആഘോഷിക്കാന്നുണ്ടോ? ഇല്ല മുസ്ലിയാരെ. അതുകൊണ്ട് പറപ്പൂരിന്റെ പേരിൽ രക്ഷപ്പെടാൻ വിചാരിച്ചത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് വിടുള്ളൂ. ഇനി ഏതായാലും ഈ റബീഉൽ അവ്വൽ നിങ്ങൾ ആഘോഷിച്ചു, അടുത്തത് നിങ്ങൾ ആഘോഷിക്കല്ല എന്ന് വ്യവസ്ഥപ്പെട്ട പറഞ്ഞു. ബോധ്യപ്പെട്ട അവിടെ നിർത്തണട്ടോ. അതുകൊണ്ട് ഇനി നിർത്തണം മുസ്ലിയാരെ. അതുകൊണ്ട് ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടു തഫ്സീറില്ല. പിന്നെ ക്രിസ്മസിന് ഒരു മുമ്പ് ശേഷം പൊള്ളി സംഗതി കേക്ക് ഇപ്പൊ മുറിക്കുന്നുണ്ട്, ഉണ്ണി മുഹമ്മദ് ഉപ്പുണ്ട്, ഹാപ്പി മീലാദ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ശരി ക്രിസ്മസ് എന്നാണ് പറഞ്ഞപ്പോഴേ ഇറങ്ങുമ്പോ തന്നിട്ടോ ഉപയോഗി ബേജാറുണ്ട്. അത് പറ്റൂല. നിങ്ങൾ പറയണം. കേരളോട് ചോദിക്കണം. ഞങ്ങളെ വാദം മരിച്ചുപോയ മനുഷ്യൻ ചോദിക്കാൻ പാടില്ല. നിങ്ങളാണ് പറഞ്ഞത് മരിച്ചു ചോദിക്കാതെ. അതുകൊണ്ട് നിങ്ങൾ പോയി ചോദിച്ചോളി. ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളെ വാദമാണ് മരിച്ചുപോയ ആളോട് ചോദിക്കാൻ. ഞങ്ങളെ വാദം മരിച്ചുപോയ മനുഷ്യന്മാരെ ചോദിച്ചാൽ ശിർക്കാണ്. ആ ശിർക്ക് മൗലിദിലുണ്ടോ ശിർക്കിന് പറഞ്ഞത്. അതുകൊണ്ട് കേരളോട് ചോദിക്കാൻ പറ്റൂല. നിങ്ങളോടാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ സമ്പാദത്തിന് നിങ്ങളെ. അതുകൊണ്ട് ഇവിടെ നിങ്ങളാ വന്നത്. നിങ്ങളോട് ചോദിക്കുന്നു ഈസാ നബി റഹ്മത്താണല്ലോ അല്ല എന്ന് അഭിപ്രായമുണ്ടോ? നിങ്ങൾ അത് പറയും. ഈസാ നബി റഹ്മത്ത് അല്ല എന്ന് പറയും. റഹ്മത്തിനെ സന്തോഷിക്കാൻ പർപ്പൂരും പറഞ്ഞു ആയിക്കോട്ടെ. അതും കൂട്ടിയിട്ട് ആണ് ആ ചോദ്യം ചോദിച്ചത്. എന്തേ പറയാത്തത്? പറയേണ്ടതുണ്ട്. 5 ചോദ്യം ബാക്കിയാണ്. അത് തെളിവിന് വേണ്ടി കളവ് പറഞ്ഞത് അത് പിൻവലിക്കണം. കളവിനി പറയരുത്. അതേപോലെ ഇമാമിങ്ങൾ ആരുവിന് പഠിപ്പിച്ചിട്ട് ആദ്യകാലങ്ങളിൽ അതും തെളിഞ്ഞു. ആയത്തെ തഫ്സീറില്ല, അതും തെളിഞ്ഞു. കരയണമെന്നല്ല കണ്ണീരൊഴിക്കണമെന്നാണ് ഖുതുബിലുണ്ട്. അതും ഏതായാലും പഠിഞ്ഞു. ഏതായാലും ശരി, ആ 5 ചോദ്യം ഇനി പറയണേ, പറയാതെ പോകല്ല എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതിന്റെ കൂടെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നല്ലോണം കേട്ടോ. നീ കേമോട് ചോദിച്ചു എന്ന് പറഞ്ഞ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യങ്ങളിൽ ധാരാളം ശിർക്കായതുണ്ട്. ഒരുപാട് കള്ളക്കഥ വേറെയുമുണ്ട്. ഒരുപാട് ഖുറാഫാത്തുണ്ട്, ബിദ്അത്തുണ്ട്, കുഫ്റുണ്ട്, ശിർക്കുമുണ്ട്. അതിന് ഉദാഹരണമാണ് നബിപ്രകാശത്തിന്റെ കഥ. നബിപ്രകാശത്തിന്റെ കഥ, പ്രകാശത്തിന് ഒരുപാട് പൊടിപ്പന്തങ്ങൾ വെച്ച കഥകൾ മൗലിദ് കിതാബിലുണ്ട്. 2000 കൊല്ലം മുമ്പ് പഠിച്ചു വന്നുണ്ട്, 50,000 കൊല്ലം പഠിച്ചു മുമ്പുണ്ട്, 70,000 കൊല്ലം മുമ്പ് പഠിച്ചു വന്നുണ്ട്, 1,00,000 കൊല്ലം മുമ്പ് പഠിച്ചു വന്നുണ്ട്. അതല്ല പ്രശ്നം. ആ നബിപ്രകാശത്തിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കളെയും പടച്ചത് എന്നതിലുണ്ട്. ആ നബിപ്രകാശത്തിൽ നിന്നാണ് സ്വർഗം സൃഷ്ടിച്ചത് എന്നുണ്ട് മൗലിദ് കിതാബില്. ആ നബിപ്രകാശത്തിൽ നിന്നാണ് അല്ലാഹുവിന്റെ അർശ് പടച്ചത്, കുർസി പടച്ചത് എന്നുണ്ട്. ആ നബിപ്രകാശത്തിൽ നിന്നാണ് മറ്റൊരുപാട് സൃഷ്ടികൾ സൃഷ്ടിച്ചത് എന്നുണ്ട്. ഇത് കള്ളക്കഥയാണെന്ന് ഞങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണത്. അതുകൊണ്ട് എന്താണ് പ്രമാണമുള്ളത്? ആദ്യം പഠിച്ചത് നൂറാന്നുള്ള ഹദീസ് മാത്രം പറഞ്ഞാൽ പോരാ. നേരെ മറിച്ച് അതല്ല പറയേണ്ടത്. ആ നൂറിൽ നിന്നാണ് അമ്പിയാക്കൾ സൃഷ്ടിച്ചത്. ആ നൂറിൽ നിന്നാണ് സ്വർഗം സൃഷ്ടിച്ചത്. ആ നൂറിൽ നിന്നാണ് അർശും കുർസിയും സൃഷ്ടിച്ചത് എന്നൊക്കെ മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അത് ശരിയാണോ? ശരിയല്ലേ? തെളിവുണ്ടോ? തെളിവില്ലേ? ഹദീസ് ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ സ്വഹീഹാണോ? അല്ലേ? അല്ലെങ്കിൽ പണ്ട് അലവി സഖാഫി വന്ന പോലെ 5 അംഗീകരിക്കും, ബാക്കി ഇപ്പൊ പറയാൻ പറ്റൂല, എന്തെങ്കിലും പറയും, എന്നാൽ രക്ഷപ്പെടൂല. ആ 5 ഉണ്ട് ഇത്. അതുകൊണ്ട് ആ പ്രകാശവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ ഐതിഹ്യങ്ങൾ, ഈ കെട്ടുകഥകൾ അത് ജൂതന്മാരുടെ വകയാണ്, ഷിയാക്കളുടെ വകയാണ്. ഷിയാക്കളാണ് പഠിപ്പിച്ചത് അലി നൂറാണ് എന്ന്, ഹസൻ ഹുസൈൻ നൂറാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട്. അവിടേക്കാണ് കൊണ്ടുപോയി ഒട്ടിക്കുന്നത്. അതുകൊണ്ട് നബിപ്രകാശവുമായി ബന്ധപ്പെട്ട് മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ച ഈ ഒട്ടൊരുപാട് കഥകൾ, ആ കഥകൾക്ക് എന്താണ് അടിസ്ഥാനം? ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസ് പറയുക, ആയത്താണെങ്കിൽ ആയത്ത് പറയുക. സ്വഹീഹാണോ സ്വഹീഹല്ലേ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലാതെ കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് ഇവിടെ ഫൈസൽ മൗലവി ഇതുവരെ പറഞ്ഞത്? ഓരോന്നും പരിശോധിക്കാം. ഈ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ് വബിറഹ്മതിഹി എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞതിന് ഒരു ഉദ്ധരണി പറഞ്ഞപ്പോ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഉമർ മൗലവിന്റെ പുസ്തകത്തിലെ നബിദിനം ആഘോഷിക്കൽ തന്നെ വരികൾക്കിടയിലും ശിർക്കുണ്ട്. വരികൾക്കിടയിലും ശിർക്കില്ലെങ്കിൽ പോലും അത് ശിർക്ക് തന്നെയാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞതിനെ ഞങ്ങൾ ഇവിടെ വായിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ബാക്കി മിണ്ടുന്നില്ല, മറുപടി പറയുന്നില്ല. ശ്രദ്ധിക്കൂ, നിങ്ങളത് മറുപടി പറയണ്ടേ? എന്നാലല്ലേ അത് ശരിയാവുള്ളൂ. നിങ്ങളുടെ വാദത്തിന് ഖണ്ഡനമാകുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഞങ്ങൾ ശിർക്കാണ് എന്ന മുജാഹിദ് വാദത്തിന് ഞങ്ങൾ തെളിവുദ്ധരിച്ചതാണ്. അപ്പോൾ എന്നതിന്റെ ബാക്കി വായിക്കും. ഞങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി വായിച്ചില്ലല്ലോ. ഇവിടെ കിടക്കുകയാണ്, നിങ്ങളുടെ പുസ്തകങ്ങൾ പിടികൂടുകയാണ്. ഇനി ഇവിടെ നബിദിനാഘോഷം, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം, ആ ദിവസം ജന്മദിനാഘോഷം നടത്തുന്നതിന് മുൻകാല ഇമാമമാർ നടത്തിയതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 2 മറുപടി പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം, 2 മറുപടി പറഞ്ഞു. ഒരു മറുപടി
നിങ്ങളുടെ EK മൗലവിയും അതുപോലെ തന്നെ EK കുഞ്ഞിക്കുട്ടി മൗലവിയൊക്കെ നടത്തിയത് ഏതടിസ്ഥാനത്തിൽ? അത് നിങ്ങൾ പറയണോ? അത് അവരോടല്ലേ ചോദിക്കേണ്ടത്. അവർ പറയുന്ന നബിദിനാഘോഷം നടത്തണം, അത് നിങ്ങൾ പറയേ. പിന്നെ ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ഏറ്റവും പുണ്യമാണ്, ലൈലത്തുൽ ഖദറിനെക്കാളും പുണ്യമാണെന്ന് എവിടെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും പറയുന്നു, ഞങ്ങളെ ഇമാമുകളും പറയുന്നു, നിങ്ങളെ ഇമാമും പറഞ്ഞു. അപ്പൊ പറഞ്ഞു കെ മൗലവി തെളിവല്ല. തീർന്നോ കഥ? അത് നിങ്ങൾ പറ. ഞങ്ങൾ വേണ്ട, അതിനല്ലേ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. പുസ്തകം മുഴുവൻ വായിക്കുന്നില്ല, ഇപ്പൊ ഏതായാലും വിട്ടിട്ടുണ്ട്. കാരണം 13 കൊല്ലം വായിക്കേണ്ടി വരുന്ന മൗലവിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മൗലവി ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് അതിനെതിരായി വല്ലതും അവിടെ പറയാനുണ്ടെങ്കിൽ പറയേണ്ടതാണ്. EK കുഞ്ഞിക്കുട്ടി മൗലവി പറയുന്നു കൃത്യമായും അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് ഏറ്റവും പുണ്യമായ ദിവസമാണ്. അതല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്? ഏറ്റവും പുണ്യമായ ദിവസമാണ്. അതിന് അപവാദമായി അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, എന്റെ വായന EK കുഞ്ഞിക്കുട്ടി മൗലവി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായന പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഇനി ഫല്യഫ്റഹു എന്ന ആയത്ത് കൊണ്ട് തന്നെ കിട്ടും. നിങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. ഫല്യഫ്റഹു, സന്തോഷിച്ചു കൊള്ളട്ടെ, കരഞ്ഞു കൊള്ളട്ടെ എന്നല്ല, കണ്ണുനീരൊലിപ്പിച്ചു കൊള്ളട്ടെ എന്നല്ല. ഞങ്ങൾ ഇമാമിങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് തെളിവ് പറഞ്ഞപ്പോൾ, ഇമാം സുയൂത്തി ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ, ഇബ്നു ഹജർ അസ്ഖലാനി ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് തെളിവല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ നിലപാട് വ്യക്തമാക്കണം. ഇവിടെ ഫല്യഫ്റഹു എന്ന ആയത്ത് ഓതുമ്പോൾ ഇമാമിങ്ങൾ പറഞ്ഞു. നബിദിനാഘോഷത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാമിങ്ങളുടെ കൗലോട് കൂടി ഉദ്ധരിക്കുമ്പോൾ ചോദിക്കൂ, ഇമാമിങ്ങൾ പറഞ്ഞ തെളിവല്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് നിലപാട് വ്യക്തമാക്കണമെന്ന് MT അബൂബക്കർ താരിമിയോട് ചോദിച്ചില്ലേ? നിങ്ങൾ നിലപാട് വ്യക്തമാക്കാത്ത കാലത്തോളം ആ ചോദ്യം ലാപ്സാണ്. റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് റസൂലുള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഫല്യഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഇനി ഇവിടെ ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, പുതിയ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ മറുപടി പറയാം. അള്ളാഹുവിന്റെ റസൂൽ കാരണമാണ് ലോകം സൃഷ്ടിച്ചത് എന്നതിന് തെളിവുണ്ടോന്നല്ലേ ചോദിച്ചത്. ഇതാരാ എഴുതിയതെന്നറിയോ? ഇതാരാ എഴുതിയത്? മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളാണ് പുസ്തകം. മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതിയാണ് പുസ്തകം. ഈ പുസ്തകത്തിന്റെ 276-ാമത്തെ പേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പം പറയൂ ഞങ്ങൾക്ക് മക്തി തങ്ങൾ തെളിവല്ല, കെ മൗലവി തെളിവല്ല, EK മൗലവി തെളിവല്ല എന്ന് മാത്രം പോരാ, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും അവരും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം അവരോട് ചോദിച്ചിട്ട് വാ, അല്ലെങ്കിൽ അവർ തല്ല്. EK മൗലവിയോട് ചോദിക്ക്, മക്തി തങ്ങളുടെ പേരിലല്ലേ ഞങ്ങൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് കൊണ്ടാടിയത്? നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് 90 വർഷം മാത്രം പ്രായമുള്ള നിങ്ങൾ കൊണ്ടാടിയത് മക്തി തങ്ങളുടെ പേരിലല്ലേ? ആ മക്തി തങ്ങളുടെ പുസ്തകത്തിന്റെ 276-ാമത്തെ പേജിൽ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കാരണമാണ് ലോകം പഠിച്ചത് എന്ന്. നിങ്ങളത് തള്ളൂ. മക്തി തങ്ങളെ തള്ളുമ്പോൾ നിങ്ങൾ മക്തി തങ്ങളെ അംഗീകരിക്കാൻ പാടില്ല. കെ മൗലവി നബിദിനാഘോഷം നടത്തുമ്പോൾ നബി ജനിച്ച ദിവസം റബീഉൽ അവ്വലിന്റെ 12-ാമത്തെ ദിവസമാണ്. ആ ദിവസം ഏറ്റവും പുണ്യമാണ്, അത് കൊണ്ടാടേണ്ടതാണ്, നാം കൊണ്ടാടുന്നു എന്നൊക്കെ കെ മൗലവിയും EK മൗലവി കുഞ്ഞിക്കുട്ടി മൗലവിയും എഴുതുമ്പോ ഞങ്ങൾക്ക് തെളിവല്ല എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരാ. നിങ്ങൾ പറയേണ്ടെന്താ? ഞങ്ങൾ അവരെ തള്ളുന്നു, അവർക്ക് ഹൗദുൽ കൗസർ വെള്ളം കിട്ടൂല, അവർ നരകവാസികളാണ്. നിങ്ങൾ കവലതോട് പ്രസംഗിച്ച് നടക്ക്. കവലതോട് പ്രസംഗിച്ച് നിങ്ങൾ നബിദിനാഘോഷത്തിന് എതിരെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയല്ല പ്രസംഗിക്കേണ്ടത്. അവർ തെളിവില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ എന്ത് വിട്ടിത്തായി നിങ്ങൾ പറയുന്നത്? കെ മൗലവി നബിദിനാഘോഷത്തിൽ പറയുമ്പോ EK കുഞ്ഞിക്കുട്ടി മൗലവി നബിദിനാഘോഷം ആ നബിദിന ദിവസം ഏറ്റവും പുണ്യമുള്ള ദിവസം എന്ന് പറയുമ്പോ അത് ഞങ്ങൾക്ക് തെളിവല്ല. അങ്ങനെ പറഞ്ഞാൽ മതിയോ? നാളെ നിങ്ങൾ കമ്പിൽ പ്രസംഗം നടത്തൂ കെ മൗലവിക്കെതിരെ. EK കുഞ്ഞിക്കുട്ടി മൗലവി നബിദിനാഘോഷം നബി ജനിച്ച ദിവസം ഏറ്റവും പുണ്യമായ ദിവസമാണെന്ന് പറഞ്ഞതിനെതിരെ നിങ്ങൾ പറയൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ചോദ്യത്തിന് ചോദ്യം കൊണ്ട് മറുപടി ചോദിക്കുകയാണ്, ചോദ്യം കൊണ്ട് നേരിടുകയാണ്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഫല്യഫ്റഹു എന്നതിന് തഫ്സീറുണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് പറയാൻ കാരണം ഫല്യഫ്റഹു എന്ന ആയത്തിന്റെ വ്യക്തമായ ഭാഷയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കട്ടെ. എന്താണ് പിന്നെ ആ സന്തോഷം? ആ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന് വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു തഫ്സീറുണ്ടോ? ഞങ്ങൾ ഇമാമിങ്ങളുടെ ഖൗൽ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം ഇമാം ഹാഫിദ് സുയൂത്തി തഫ്സീറിന്റെ വെളിച്ചത്തിൽ, ഇബ്നു ഹജർ അസ്ഖലാനി ഹദീസിന്റെ വെളിച്ചത്തിൽ, ഇമാം സുയൂത്തി ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ ചോദിക്കുക ഇമാമിങ്ങൾ നമ്മൾ എടുക്കൂല, ഇമാമിങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുക്കൂല. അതേ നിങ്ങൾ തന്നെ പറയാ തഫ്സീറിലുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല, അത് ന്യായമല്ല. നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഫല്യഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ നിലപാട് വ്യക്തമാക്കണം. ഇമാമിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും, ഏത് ഇമാം പറഞ്ഞാൽ എടുക്കോ. ഇമാമിങ്ങളുടെ കൊട്ടക്കണക്കിന് ഉദ്ധരണികൾ ഞങ്ങൾ പറയാം. ഇനി ഇതാ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ 6 ചോദ്യത്തിന് മറുപടി ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ എഴുതിയ വ്യവസ്ഥയിലുണ്ട്, പാവം കമ്പിലെ പ്രവർത്തകരെ വിട്ട വ്യവസ്ഥയിൽ. മുസ്ലിയാരെ ചോദിക്കാൻ അവകാശം ഉണ്ടോ എന്നുള്ള മറുപടി പറയാൻ അവകാശം. നിങ്ങൾ അത് പറയും.
ഇപ്പൊ ചോദിക്കാൻ അവകാശമുണ്ടോ? ഞാൻ ചോദിക്കുന്നു നാട്ടിലെ ചോദ്യം തീർക്കലി. അതാ ഉച്ചക്ക് മുങ്ങാൻ പ്ലാനുണ്ടോ അറിയില്ല. അതുകൊണ്ട് മുങ്ങിട്ട് ഉച്ചക്ക് ശേഷം വരണങ്ങള് നിങ്ങളെ ചോദ്യം കൂടി പൂർത്തിയാകുമ്പോഴാ ഈ നാട്ടിൽ തീരുമാനിക്കും ഇനി നമുക്ക് നിബിധനം വേണ്ട. ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ച അവർ കൂടിയത് സജീഫലൊക്കെ അവർ കഴിച്ചിട്ടുണ്ട്, ഉമർ ഖത്താബ് കഴിച്ചിട്ടുണ്ട്, സ്വഹാബികളൊക്കെ ചെയ്തിട്ടുണ്ട്, ആയത്തുണ്ട് ഹദീസുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അൽമുർഷിദുണ്ട് നമ്മൾ കഴിക്കുക എന്ന് വിശ്വസിച്ച് പിന്നാലെ കൂടെ നാട്ടുകാര് ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചക്ക് മുങ്ങരുത്, ഉച്ചക്ക് ശേഷം വരണം എന്ന് വിനയമായി അപേക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും ഇപ്പൊ ക്രിസ്മസ് ബന്ധം ഉണ്ടാൻ പേടി. എന്തെങ്കിലും കേക്ക് മുറിച്ചില്ലേ? പാലക്കാട് കേക്ക് മുറിച്ചില്ലേ? ഉണ്ണി മുഹമ്മദ് ഉണ്ടായില്ലേ പല സ്ഥലത്തും? എന്തെങ്കിലും വരാത്തത് നിങ്ങൾ പറയും. ഒന്നുകിൽ പറ്റൂല പറഞ്ഞോടി, അല്ലെങ്കിൽ പറ്റുന്ന പറഞ്ഞോടി, രണ്ടാലൊന്ന് പറയും. ഈ സാനബി റഹ്മത്തല്ലേ അത് പറഞ്ഞോടി, റഹ്മത്ത് സന്തോഷിക്കാൻ പറ്റൂലേ അത് പറഞ്ഞോടി. നിങ്ങൾ ഏതെങ്കിലും പറയും. അല്ല ഒരു കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല മുസ്ലിയാരെ. അതുകൊണ്ട് ആ തഫ്സീർ ചോദിച്ചത്. അല്ലെങ്കിൽ എന്തായോ നിങ്ങൾ എന്തോന്നും എന്താ കാരണം നിങ്ങൾ നബിദിനം ആഘോഷിച്ചോളൂ. തഫ്സീർ വഹിക്കാൻ പാടില്ല. ഇങ്ങനെ ഓതിയ വല്ല കഥയുണ്ട് മുസ്ലിയാരെ. ഇതായിരിക്കും പണ്ട് നിങ്ങളെ മോലേമാര് പറഞ്ഞത് ഫാത്തിഹ പോലും അർത്ഥം പഠിക്കണ്ടാന്ന്. അർത്ഥം പറഞ്ഞപ്പോ കുടുങ്ങിപ്പോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വക വേണ്ട മുസ്ലിയാരെ, തഫ്സീർ കൊണ്ടുവരൂ. എത്ര തഫ്സീർ അഹ്ലു സുന്നക്കുണ്ട്? 100 കണക്കായ തഫ്സീർ അഹ്ലു സുന്നക്കില്ലേ? ഒരൊറ്റ തഫ്സീർ ഇല്ലേ ഈ ആയത്തിന്? ഈ അർത്ഥം ഈ കേൾക്കുന്ന മുസ്ലിയാക്കന്മാരാണല്ലോ ഓര് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പോലത്തെ കിബീറില്ലല്ലോ കുറച്ചൊന്നും. പിന്നെ ഏറ്റു വന്നത് ആയതുകൊണ്ട് ചൊല്ലി കൊടുക്കുക ഇറക്കുന്നു. ഏതായിരുന്നാലും ശരി, ഒരൊറ്റ തഫ്സീർ ഇലാ യൗമിൽ ഖിയാമ സമസ്തക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. ഖലീഫമാരുടെ പേര് കളവ് പറഞ്ഞു, തഖീദിന് വേണ്ടി കളവ് പറഞ്ഞു. നിങ്ങൾ അത് ശരിയായി പോയില്ല. സ്വഹാബത്തിന്റെ പേര് കളവ് പറയാൻ പാടില്ല, താബിഈങ്ങളുടെ പേര് കളവ് പറയാൻ പാടില്ല, ആരുടെ പേരും കളവ് പറയാൻ പാടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചില്ല. ഞങ്ങൾ സനദ് ചോദിച്ചു, നിങ്ങൾ മിണ്ടിയില്ല. സനദുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ. ക്രിസ്മസ് ചോദിച്ചു, പരാമർശമില്ല. ആദ്യം 3 നൂറ്റാണ്ട് ചോദിച്ചു, പരാമർശമില്ല. KM മൗലവി, EK മൗലവി മുസ്ലിയാരെ, KM മൗലവി, EK മൗലവിയും 1, 2, 3 നൂറ്റാണ്ടിലല്ല. അത് മനസ്സിലാക്കിച്ചോളി. ഒരു 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് അല്ല. ചിലപ്പോ സാധു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. KM മൗലവിയൊക്കെ കേട്ടപ്പോ ഇത് ഏതോ കാലത്ത് അന്ന് സ്വഹാബിയെ തൊട്ടുടനെ വന്നതൊക്കെ അങ്ങനെയല്ല മുസ്ലിയാരെ. അതിപ്പോ ഒരു 10-50 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യന്മാരാണ്. അത് നമുക്ക് വായിക്കാം. അത് ഫുള്ള് വായിക്കാം അല്ല വന്ന് ആ ലേഖനെങ്കിലും ഫുള്ള് വായിക്കാം. ഇത് ഫുള്ള് വായിക്കാൻ കഴിയൂലായിരിക്കും അറിയാം. ഇത് ഫുള്ള് വായിച്ചാൽ പിരിച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ലേഖനെങ്കിലും വായിക്കുന്നത് വേണ്ട. ഞങ്ങൾ വായിച്ചിട്ട് ദേശം അപ്പുറത്തേക്ക് വായിക്കി. അതാ ഞങ്ങൾ ചോദിച്ചത്. ഉച്ചകേശങ്ങൾ ചോദിച്ചോളി, ഞങ്ങൾ ബാക്കിയോട് വായിച്ചുതരാം. അതല്ലേ ആ കുട്ടികള്? അത് ശരി. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. 7 ചോദ്യം ബാക്കിയുണ്ട്. അതിൽ തന്നെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമെന്നത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. മഹത്തായ ദിവസം ഏറ്റവും ശ്രദ്ധ കൂട്ടിയതുകൊണ്ട് തെളിവാവില്ല മുസ്ലിയാരെ. ആയത്തുണ്ടോ എന്നാ ചോദിച്ചത്, ഹദീസ് ഉണ്ടോ എന്നാ ചോദിച്ചത്, അത് പറയണം. ഇനി ഇപ്പൊ പറഞ്ഞെന്താ തഫ്സീർ ആവശ്യമില്ല, ആയത്തിന് തന്നെ കിട്ടിയാ പറഞ്ഞത്. ശരി, ഈ ആയത്ത് നബി തങ്ങൾക്കാണല്ലോ ആദ്യം കിട്ടിയത്, നബിയാണല്ലോ സ്വഹാബത്തിന് ഓതിക്കൊടുത്തത്. എങ്കിൽ ഈ ആയത്തിന് നബിക്ക് കിട്ടിയോ നബിദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന്? ഈ ആയത്തിന് സ്വഹാബികൾക്ക് കിട്ടിയോ നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്? താബിഈകൾക്ക് കിട്ടിയോ നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്? ശാഫി ഇമാമിന് കിട്ടിയോ നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്? നിങ്ങൾക്ക് നന്ദിന് മാത്രം കിട്ടി, അത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് അടുത്ത ചോദ്യം. ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നുവെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ആയത്തിൽ നിന്ന് സ്വഹാബികൾക്ക് കിട്ടിയോ, താബിഈകൾക്ക് കിട്ടിയോ, താബിഈകൾക്ക് കിട്ടിയോ നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്? സ്വഹാബത്ത് എന്താ പറഞ്ഞത്? ഞങ്ങൾ 10 ആയത്ത് പഠിച്ചാൽ അത് അമൽ ചെയ്തിട്ട് ബാക്കി 10ലേക്ക് പോകാറുള്ളൂ. സ്വഹാബത്ത് അമൽ ചെയ്യാത്ത ആയത്തില്ല. അതുകൊണ്ട് ഏത് സ്വഹാബിയാണ് ഈ ആയത്ത് പ്രകാരം അമൽ ചെയ്തപ്പോൾ നബിദിനം ആഘോഷിച്ചത്? സദീഖുൽ അക്ബർ ആഘോഷിച്ചോ, ഉമർ ഖത്താബ് ആഘോഷിച്ചോ? അത് അവർക്കൊന്നും റഹ്മത്താന്ന് മനസ്സിലായില്ല എന്നാണോ, സന്തോഷിക്കുന്നത് മനസ്സിലായില്ല എന്നാണോ? മുസ്ലിയാരെ, എന്തിനായി പഠിക്കി നിൽക്കുന്നത്? ഈ സമൂഹത്തെ വെറുതെ വിടൂ. ഇനി സാധാരണക്കാരെ പിന്നെ വഞ്ചിക്കൽ നിങ്ങൾ. ഉച്ചക്കേശം മണ്ടരുത് കേട്ടോ. ഉച്ചക്കേശം സദസ് വിടരുത്, ഓടരുത്, വരണം നിങ്ങൾ. ഉച്ചക്കേശം നിങ്ങളെ ചോദിച്ച് പഠിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് നല്ല ചോദ്യങ്ങളുണ്ട്. വിഷയാവതരണം അമേരിക്ക കേൾക്കണം. അതിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പൊരിക്കാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് ഓടരുത്, വരണം എന്ന് നമ്മോട് പറയാം. നമുക്ക് പറയാം ഓടരുത്. നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകാൻ നാട്ടുകാർ നിങ്ങൾ സമ്മതിക്കൂല. ഇവിടെ ഇരുത്തു നിങ്ങളെ. അപ്പോഴേ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഈ റഹ്മത്ത്, ഈസാ നബി റഹ്മത്തല്ലേ? അപ്പൊ ഈസാ നബിയുടെ പേരിൽ സന്തോഷിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ ഇതിന് തെളിവല്ലേ? ഇത് തെളിവാണോ എന്നാണ് ചോദിച്ചത് ഞങ്ങളുടെ ചോദ്യം. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീർ, നിങ്ങൾ തഫ്സീറല്ലേ? അതെ, ചോദ്യം കൊണ്ടുള്ള മറുപടിയാ. എന്താണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഹമ്മദ് നബി എന്നുള്ള തഫ്സീർ ദുർവ്യാഖ്യാനമാണ് എന്ന് ആ ഇരിക്കുന്ന മുജാഹിദുകളെ പറഞ്ഞ് ചൊല്ലി പഠിപ്പിച്ച നിങ്ങൾ തൗബ ചെയ്യണം. രണ്ടാമതായിട്ട് ഇത് റഹ്മത്ത് തഫ്സീറാണ്. റഹ്മത്തിന്റെ തഫ്സീറിൽ ഈസാ നബി എന്നുള്ള തഫ്സീർ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? ഈസാ നബി എന്ന തഫ്സീർ ഉണ്ടോ? മുഹമ്മദ് നബി എന്ന് പറഞ്ഞ തഫ്സീറുണ്ട്. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് തഫ്സീർ ചോദിക്കുമ്പോൾ അതേ ചോദ്യം കൊണ്ടുള്ള ഒരു ചാട്ടുളി മറുപടി നൽകട്ടെ. ഈസാ നബി എന്ന് പറഞ്ഞ ഒരു തഫ്സീറുണ്ടോ?
ആ ഒരു തഫ്സീർ ഉണ്ടോ? ഇനി നിങ്ങൾ അടുത്തെന്താ നിങ്ങൾ പറഞ്ഞത്? സ്വഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ, താബീങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ നിങ്ങളുടെ വാദം തന്നെ അതിന് മറുപടിയാണ്. നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ തന്നെ മറുപടിയാണ്. എന്താണെന്നറിയോ? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആഘോഷിക്കാം. എന്താ പറയുക? ഫൈസൽ മൗലവി ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കണ്ട. അബ്ദുൽ മലിക്ക് പറഞ്ഞൊന്നും വേണ്ട. എന്താ സംഭവം അറിയോ? നിങ്ങളുടെ വാദം എന്താ? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആഘോഷിക്കാം. അതിന്റെ തെളിവെന്താണ്? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആഘോഷിക്കാം എന്നതിന്റെ തെളിവെന്താണ് എന്നുള്ള ആ ചോദ്യത്തിന്റെ മറുപടിയിൽ, നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി ഇല്ലേ? ചിന്തിക്കൂ. നിങ്ങളുടെ വാദം തന്നെ നിങ്ങളുടെ തെളിവാണ്. പിന്നെ കെ എം മൗലവിയെ പറയാൻ പറ്റൂല, എന്നാൽ നിങ്ങൾ പ്രഖ്യാപിക്കണം കെ എം മൗലവിക്ക് ഹൗദുൽ കൗസർ കിട്ടാതെ മരിച്ചുപോയ ആളാണെന്ന് പറ. ഞങ്ങളെ പറ്റി നിങ്ങൾ അങ്ങനെ പറയണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ മുജാഹിദിന്റെ നേതാക്കന്മാർ അവർ നരകപാതയിലേക്ക് മുന്നേറിയവരാണ് എന്ന് നിങ്ങൾ നോട്ടീസോടെ വിതരണം ചെയ്ത് പറഞ്ഞില്ലേ? പറ, നിങ്ങളുടെ നേതാക്കന്മാരെ പറ്റി പറ. എങ്കിൽ ഞങ്ങൾ ആ ചോദ്യം പിൻവലിക്കും. ഞങ്ങൾ ആ വിശദീകരണം ചോദിക്കില്ല. പിന്നെ അൽ മുർഷിദിന്റെ ബാക്കി ഭാഗം കൂടി വായിക്കണം. അൽ മുർഷിദിൽ ഏത് ഭാഗമാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞാണ്. അൽ മുർഷിദിൽ പറഞ്ഞെന്താണ്? എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി അറിയുന്ന യാതൊരാൾക്കും ഫൈസൽ മൗലവി ഒഴിവായോ? ഞാൻ ഒഴികെ നിങ്ങൾ പറയോ? യാതൊരാൾക്കും ഈ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിന് റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല മുഹമ്മദ് നബിയെ അയച്ചിട്ടുള്ളത്. ഈ മാസം വരുമ്പോൾ ആർക്കും സന്തോഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ലോകത്തിന് റഹ്മത്തായിട്ടാണ് റസൂലുള്ളാഹിനെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആൻ പറയുകയാണ്. ഇനി അതിന് ഇമാമിങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ നിലപാട് പറയണം. ഇമാമിങ്ങൾ പറഞ്ഞതേ ഖുർആനിനെ ഞങ്ങൾ പ്രമാണമാക്കുകയുള്ളൂ, അല്ലാത്ത ഖുർആന്റെ ആയത്തുകൾ ഞങ്ങൾക്ക് പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് പറ എന്നിട്ട് ചോദിക്കുക. അത് പറഞ്ഞതിന് ശേഷമല്ലാതെ ആ ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. മനസ്സിലായത്? ഇപ്പൊ നിങ്ങൾ നബിദിനാഘോഷം വിട്ടുകാണ്ട് ഇപ്പൊ ക്രിസ്തുമസ് ആണ്. ഈസാ നബി അലൈഹിസ്സലാം ആ റഹ്മത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വായിക്കണം. നിങ്ങൾ തഫ്സീർ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. പിന്നെ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യം നിങ്ങളുടെ കെ എം മൗലവി ഏറ്റവും മഹത്തായ ദിവസമാണ് ഈ നബിദിന ദിവസം എന്ന് എഴുതിയത്. അതിനെക്കുറിച്ച് നിങ്ങൾ കൊണ്ടുപറയാനുണ്ട്. നിങ്ങൾ കെ എം മൗലവി നരകത്തിൽ പോയോ? പിന്നെ മാത്രമല്ല ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇമാമുകൾ പറഞ്ഞത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ അന്നത്തെ രാത്രിക്ക് പുണ്യം. ആയത്തുണ്ട്, ഹദീസുണ്ട്. സുഹൃത്തേ, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ആയത്തും ഹദീസും മാത്രമല്ല പ്രമാണം. ഇമാമുമാർ ഇതര പ്രമാണങ്ങളുടെ മുസ്തനദായിട്ട് ആയത്തെ ഹദീസിന്റെ അകമ്പടിയോടെ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യം റസൂലുള്ളാഹി ജനിച്ച പ്രസ്തുത മുഅയ്യനായ രാവിലാണ് എന്ന്. അത് ഷർവാനി, നിങ്ങൾ ഷർവാൻ ഞങ്ങളുടെ ദേശത്തിന് ഇമാമിങ്ങൾ നിങ്ങൾ ഷർവ് എന്ന് പറയുന്നത് കേട്ടോ. മഹാനായ ഇമാം അബ്ദുൽ ഹമീദ് അശ്ശർവാനി ഉസ്റുൽ കരീം പോലുള്ള കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ചോദ്യത്തിന് പിന്നെ പ്രകാശത്തിന്റെ ആ ഒരു സംഭവമാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവരുടെ ഫതാവൽ ഹദീസിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പ്രാഥമ്യം നടന്നത് എന്ന ഹദീസിനെ പറ്റി ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ആ ഹദീസ് സ്വീകാര്യമായ ഹദീസാണ് എന്ന്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ ആ ഫതാവൽ ഹദീസിൽ വളരെ വ്യക്തമായി പറയുകയാണ്. മുസന്നഫ് അബ്ദുർ റസാഖിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ ഉപശീർഷകം 18-ാമത്തെ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മക്തിത്തങ്ങൾ എന്താ പറഞ്ഞത്? ജഗൽ കാരണമാണ്, ഈ ലോകത്തിന്റെ കാരണക്കാരനാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രഥമ നായകനായ സാക്ഷാൽ മക്തിത്തങ്ങൾ നരകത്തിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെ നേതാക്കന്മാര് നരകത്തിലെ മക്തിത്തങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ ഐക്യസംഘത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രഥമ ആചാര്യൻ അയാൾ നരകത്തിലാണോ? ഞാൻ സ്വന്തം അനുയായികൾ ഇപ്പൊ കൂക്കാൻ തുടങ്ങി. നാട്ടിൽ കിബീറായിരുന്നു, ഇപ്പൊ കൂക്കല. അവസാനം എത്തിപ്പെട്ടത് നീ പുറത്തിറങ്ങി എന്താണ്ടാകുക എനിക്കറിയാം. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ പ്രകാശമില്ല, അതേപോലെ സനദുമില്ല, തഫ്സീറുമില്ല, ഒന്നും. എന്നിട്ട് ഇപ്പൊ ചോദിക്കാം ഈ സലബി റഹ്മത്തെ തഫ്സീറുണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞ തഫ്സീർ വേണ്ടാന്ന്? നിങ്ങളല്ലേ പറഞ്ഞ തഫ്സീർ വേണ്ടാന്ന്? ഇപ്പൊ ചോദിക്കാം തഫ്സീറുണ്ടോ? ഇതാ പോലെ മുള്ളോണ്ട് എടുക്കാറുള്ളത്. ഇനി വായിക്കുന്നത് അതല്ലേ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ ഈ സലബി റഹ്മത്തല്ല കൈ പറയണ്ടോ? നിങ്ങൾ പറയും
ഈസാ നബി റഹ്മത്തല്ലാന്നുണ്ടോ? നീ വേണ്ട ഖുർആൻ എന്താ പറഞ്ഞത്? വസ്സലാമു അലയ്യ യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസം സലാമാണ്. ക്രിസ്മസ് തെളിവാക്കിക്കോളി, ആ തെളിവാക്കിക്കോളികള്, ഞാൻ ജനിച്ച ദിവസം സലാമാണ്. അങ്ങനെ ഉണ്ട് റബ്ബ്. എന്നാ പിന്നെ ഇപ്രാവശ്യം 24 നബിദിനം 25 ക്രിസ്മസ് ആഘോഷിച്ചിട്ടല്ലോ എന്ന് വിചാരിക്കണ്ട, അടുത്ത ആഘോഷിച്ചോളി ക്രിസ്മസ്. അവിടെ എത്തിക്കും. നബി ഞങ്ങൾ പറഞ്ഞു, ജൂതന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകും, ക്രൈസ്തവന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകും, അതേ പൗരോഹിത്യം കൊണ്ടുപോകും അവരെ. അതാണ് നമ്മൾ ഈ കണ്ടത്. അതുകൊണ്ട് തെളിഞ്ഞിരിക്കുന്നു, ആയത്ത് തഫ്സീറില്ല, സ്വന്തം വ്യാഖ്യാനമാണ്. 4 ഖലീഫമാർ പറഞ്ഞിട്ടില്ല, അത് ശുദ്ധമായ കളവാണ്. 3 നൂറ്റാണ്ടിൽ ആരും പറഞ്ഞിട്ടില്ല, പറയാൻ ശ്രമിച്ചതുമില്ല. നിങ്ങൾ നബി പ്രകാശം നിങ്ങൾ തൊട്ടിട്ടില്ല. നബി ലോകത്തെ റഹ്മത്താണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മക്തി തങ്ങളുടെ വായിക്കാൻ ആവശ്യമില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതല്ല ചോദിച്ചത്, നബി പ്രകാശത്തെന്നാണ് നബി എല്ലാ അമ്പിയാക്കളെയും പഠിച്ചത് എന്ന് മൗലീദിലുണ്ട്. അതിന് അർശ് പഠിച്ചത് മൗലീദിലുണ്ട്, അതിന് സ്വർഗം പഠിച്ചത് മൗലീദിലുണ്ട്. അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത്, അതാണ് നിങ്ങൾ പറയേണ്ടത്. അത് മക്തി തങ്ങൾ എഴുതിയോ? നിങ്ങൾ വായിച്ചോളി. KM എഴുതിയോ? അത് വായിച്ചോളി. അൽമുർശദി ഉണ്ടോ? അത് വായിച്ചോളി. അതല്ലേ വായിക്കേണ്ടത്? അതിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടു, ഇത് ബിദ്അത്ത് തന്നെയാണ്. ഇനിയിപ്പോ നല്ല ബിദ്അത്താണോ ചീത്ത ബിദ്അത്താണോ ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരൊറ്റ ബിദ്അത്തും ഞങ്ങൾക്ക് വേണ്ട. സുന്നത്ത് മാത്രം മതി, ഒരു ബിദ്അത്തും വേണ്ട. കാരണം ബിദ്അത്തുള്ളവരാണ് മുബ്തദിഅ, അവരാണ് ബിദ്അഇ. ബിദ്അഇയാവാൻ ഞങ്ങൾ ഒരുക്കമല്ല. നിങ്ങൾ ബിദ്അഇ ആയിക്കൊള്ളൂ, ബിദ്അത്തിന്റെ പിന്നാലെ പോയിക്കൊള്ളൂ, നല്ല ബിദ്അത്ത് എന്ന് സ്വീകരിച്ചുകൊള്ളൂ. ഞങ്ങളുടെ 9ാമത്തെയും അവസാനത്തെയും ചോദ്യം ഉത്തരം ഇതിനെങ്കിലും പറയണേ. ബാക്കി 8 നിങ്ങൾ തൊട്ടില്ല. ഈ 9ാമത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം പറയണേ. ഞങ്ങളുടെ വാദമായി നിങ്ങൾ എഴുതി വെച്ചു, നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണ് എന്ന മുജാഹിദ് വാദം ശരിയല്ല. ഞങ്ങൾ ചോദിക്കുന്നു, നിരുപാധികം മുത്തലക്കായിക്കൊണ്ട് നബിദിനാഘോഷം ഹുക്മ് പറയുമ്പോൾ നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഔദ്യോഗികമായി മുജാഹിദ് പ്രസ്ഥാനം എഴുതി വെച്ച ഒരു ഭാഗം, ഒരു ലേഖനം, ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾക്കാകുമോ? ഉപാധിയോടുകൂടി ഉമർ എഴുതിയിട്ടുണ്ട്, ഉപാധിയോടുകൂടി അൽ-മുർശദി എഴുതിയിട്ടുണ്ട്, ഉപാധിയോടുകൂടി അൽ-ഇസ്ലാഹിലുണ്ട്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു, ഞങ്ങൾ ഇവിടെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷം ശിർക്ക് തന്നെ, സംശയമില്ല. നേരെ മറിച്ച് മൗലിദുൻ നബി എന്ന ആഘോഷം, ആ കേവല ആഘോഷം തന്നെ ശിർക്കാണ് എന്ന് എഴുതി വെച്ച ഒരു ലേഖനം, ഒരു വരി ഫുള്ള് വായിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വരിയെങ്കിലും നിങ്ങൾ വായിക്കുമോ? ഉമർ മൗലിദ് കട്ട് വായിച്ചതുപോലെ, അൽ-മുർശദി കട്ട് വായിച്ചതുപോലെ വായിച്ചാ പോരാ. നേരെ മറിച്ച് നബിദിന ആഘോഷം ബിദ്അത്താകുന്നു എന്ന് എഴുതി വെച്ചത്, അത് ശിർക്കാകുന്നു എന്ന് എഴുതി വെച്ചത് ഉണ്ടോ? അത് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഒരടിസ്ഥാനവുമില്ലാത്ത പിൽക്കാലത്ത് ചില ബാത്രീങ്ങളായ ഭോഷന്മാരുണ്ടാക്കിയ ശാപ്പാട്ടുപതിയന്മാര് നിലനിർത്താൻ ശ്രമിക്കുന്ന ഏർപ്പാട് എന്ന് ഇമാം ഫാക്കിഹാനി പറഞ്ഞ ആ ഏർപ്പാട്, അബ്ദുസ്സലാം ഖുശൈരി പറഞ്ഞ ആ ഏർപ്പാട് ഇനി വേണോ നമുക്ക്? ഇസ്ലാമിന്റെ പേരിൽ ഇനി സുന്നത്താന്ന് പറയണോ? ഇനി ആയത്തുണ്ട് പറയണോ? ഇനി ഹദീസുണ്ട് എന്ന് പറയണോ? ഇനി സുന്നത്താണ് പുണ്യമുണ്ട് എന്ന് പറയണോ? വേണ്ട സഹോദരങ്ങളെ, തിരിച്ചറിയുക. ഈ മുസ്ലിയാക്കന്മാർ അൽ-മുർശദിൽ പറഞ്ഞതുപോലെ ഇതിൽ തന്നെ ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട്, ഈ മുസ്ലിയാക്കന്മാർ നമ്മൾ നയിക്കുന്നത് സ്വർഗത്തിലേക്ക് നരകത്തിലേക്കാകുന്നു എന്ന് അതേ ലേഖനത്തിലുണ്ട്. നിങ്ങൾ വായിച്ച അതേ ലേഖനത്തിന് തൊട്ടടുത്ത പേജിലുണ്ട്, ഈ മുസ്ലിയാക്കന്മാർ നയിക്കുന്ന നരകത്തിലേക്കാകുന്നു. നിങ്ങളെ പറ്റില്ല, അന്ന് നിങ്ങൾ ജനിച്ചിട്ടില്ല, നിങ്ങളെ പൂർവികന്മാരെ പറ്റി അത് നിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് നരകത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകല്ല. റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷം കൊണ്ടാടണം എന്നതിന് എതിരാണോ ഉമർ മൗലവി പറയാം? റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷം കൊണ്ടാടണം, അത് ഏറ്റവും അഫ്ളലായ ദിവസമാണ് എന്നതിനെതിരാണോ KM മൗലവി? എന്നതിനെതിരാണോ ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് ആ വാക്ക്? ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആ പുസ്തകത്തിലുണ്ട്. അത് ഇതിനെതിരാണോ? അത് ഇതിനെങ്ങനെ എതിരാണ്? നിങ്ങൾ പറയുന്ന ആലോചിക്കുന്നില്ലേ? KM മൗലവി എഴുതി, ശ്രദ്ധിക്കണം, EK കുഞ്ഞിക്കുട്ടി മൗലവി എഴുതി, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് റബീഉൽ അവ്വൽ 12 ആ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്, അത് ഞങ്ങൾ കൊണ്ടാടുന്നു, നിങ്ങളും കൊണ്ടാടണം. ആ മൗലവി തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്? അത് ഇതിനെതിരാണോ? അരിയത്തിനാന്ന് വെച്ചതിന് പകരനായി മൗലവിന്റെ മറുപടി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫബിദാലിക ഫല്യഫറഹു എന്ന ആയത്ത് കൊണ്ട് നബിയുടെ ജന്മദിനാഘോഷം നടത്തുന്നതിന് തെളിവാന്ന് പറഞ്ഞപ്പോ ആ ആയത്ത് കൊണ്ട് ഈസാ നബിന്റെ ജന്മദിനം നിങ്ങൾ കൊണ്ടാടുവോ എന്ന് ചോദിച്ചപ്പോ MT അബൂബക്കർ തിരിച്ചു വെച്ചിരുന്നു, വബിറഹ്മതി എന്ന് പറഞ്ഞതിന് തഫ്സീർ എവിടെ? ഈസാ നബി. ആ തഫ്സീറിൽ എവിടെ? ആ റഹ്മത്ത് കൊണ്ട് മുറാദ് ഈസാ നബി നിങ്ങൾ വായിച്ചോ? എന്തെങ്കിലും വായിക്കല? അതെന്നെ വീണ്ടും അരിയത്തിയ ചോദ്യം മറുപടി പറഞ്ഞായി. ഇനി നിങ്ങൾ കേട്ടോളൂ, ഇപ്പം പുതിയൊരു ചോദ്യം, 9ാമത്തെ ലാസ്റ്റത്തെ ചോദ്യം. എന്താ ചോദ്യം? ഞങ്ങൾ എവിടെയെങ്കിലും നബിദിനാഘോഷം ശിർക്കാണെന്ന് നിരുപാധികം എഴുതിയിട്ടുണ്ടോ? നേരത്തെ ഇത് നിരുപാധികമാണ്. ഇനി ഇതാ ഇനി ഉദ്ധരിക്കുന്നു, അപ്പോൾ എന്നത് അതിന് കൈതല്ല. നിങ്ങളാണെങ്കിൽ അത് ഉപാധിയാണെങ്കിൽ ആ ഉപാധി വായിച്ച് നിങ്ങൾ സ്ഥിരപ്പെടുത്തണ്ടേ? നിങ്ങൾ ഇതൊരു വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ.
വെറും ചപ്പരക്കുന്ന പണിയാ ഫൈസൽ മൗലവിക്ക്, അതിനപ്പുറത്തൊരു കഥയില്ല. അപ്പോൾ വായിക്കും എന്താ വായിക്കാത്തത്? ഇനിതാ ഫൈസൽ മൗലവി, സാക്ഷാലിരിക്കുന്ന ഫൈസൽ മൗലവി തന്നെ ലേഖനം എഴുതിയ ഇസ്ലാഹിൽ എന്താ പറയണത്? മേൽ പറഞ്ഞ തെളിവുകളിൽ നിന്ന് മൗലിദാഘോഷിക്കൽ ശിർക്കും ബിദ്അത്തുമാണെന്ന് നാം മനസ്സിലാക്കി. മൗലിദാഘോഷിക്കൽ ശിർക്കും ബിദ്അത്തുമാണെന്ന് മനസ്സിലാക്കി. അതിന് കൈതാണോ മേൽ പറഞ്ഞത്? തെളിവ് കൈതാ. വാദം നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തുമാണെന്ന് നാം മനസ്സിലാക്കി. മേൽ പറഞ്ഞ തെളിവ് കൈതല്ല. ഇനി നിങ്ങൾ കേട്ടോളൂ, ഫല്യഫ്റഹു, ശ്രദ്ധിച്ചോളൂ, ഫല്യഫ്റഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവരുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവാണെന്നതിന് പറയാൻ കാരണം വബിറഹ്മതിഹി, റഹ്മത്ത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞതാ. വബിദാലിക ഫല്യഫ്റഹു എന്നത് തെളിവാകാൻ കാരണമാണ്. എന്നാൽ അത് തെളിവാണെന്ന് ആരാ പറഞ്ഞെന്നാ ചോദിച്ചത്? ഞങ്ങൾ മാത്രമല്ല, അതിനും നിങ്ങളുടെ കെ എം മൗലവി മറുപടി പറഞ്ഞിട്ടുണ്ട്. കെ എം മൗലവി പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, ആ റഹ്മത്തായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടാടണമെന്ന് കെ എം മൗലവി പറയുന്നു. കെ എം മൗലവിയാ പറഞ്ഞിട്ടുള്ളത്, കെ എം മൗലവി, ഞങ്ങളല്ല. റസൂലുള്ള റഹ്മത്താണ്, ആ റഹ്മത്തായതുകൊണ്ട് റബീഉൽ അവ്വൽ 12 കൊണ്ടാടണമെന്ന് കെ എം മൗലവി പറഞ്ഞു. ഞങ്ങളെ കുഞ്ഞീദ് മൗലവിന്റെ തഫ്സീർ ഞങ്ങൾ വായിച്ചു, ആയത്തിന്റെ നേരെ ഞങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളെ കെ എം മൗലവി, ഇനി നിങ്ങൾ ചോദിക്കുന്നു, വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കോളൂ. ഫബിദാലിക ഫല്യഫ്റഹു, ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്താണ് തെളിവ്. ആ ആയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവാണ്. അതിൽ പറഞ്ഞ റഹ്മത്ത് അല്ലാഹുവിന്റെ റസൂലല്ല, അത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ എഴുതിയത് ഞങ്ങൾ ഒന്ന് വായിച്ചു, രണ്ടാമത് വായിക്കുന്നു. നബിയെ കുറിച്ചാണെന്ന മുസ്ലിയാക്കന്മാരുടെ ക്രൂരമായ ദുർവ്യാഖ്യാനത്തെ തകർത്തിരിക്കുകയാണ് റഹ്മത്ത് കൊണ്ട്. ഫബിദാലിക എന്ന് പറയുന്ന റഹ്മത്ത് കൊണ്ടുള്ള മുറാദ് നബിയാണെന്ന ക്രൂരമായ ദുർവ്യാഖ്യാനം. നിങ്ങൾ മൗലവി ആ വാദങ്ങൾ മുഴുവനും നിങ്ങൾ എഴുതിയ പുസ്തകം നിങ്ങൾ ഇവിടെ വന്ന് തകർത്തിരിക്കുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വാദത്തെ പറ്റി കമാ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ വാദം എന്താണെന്നറിയോ? കേട്ടോ, 9 ചോദ്യം ചോദിച്ചു. എവിടെയൊക്കെ ചോദിച്ചത്? നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളുടെ വാദം എന്താണെന്നറിയോ? നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണ്. 9 ചോദ്യത്തിൽ ഒരു ചോദ്യവും ഞങ്ങളെ പറ്റി വാദത്തെ പറ്റി ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളുടെ വാദം നിങ്ങൾക്ക് മറുപടിയാണ്. എന്താ നിങ്ങളുടെ വാദം? റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നബിയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും വിദഅത്താകുന്നു. ആ വാദം അറിയിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിക്കാതെ റബീഉൽ അവ്വൽ മാസത്തിനോ മറ്റു മാസങ്ങളിലോ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത്, നബിദിനാഘോഷം കൊണ്ടാടുന്നത് ബിദ്അത്തല്ല എന്ന് നിങ്ങളുടെ വാദത്തിൽ ഇതാ സമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വാദത്തിൽ നിങ്ങൾ മറുപടി അറിയിട്ടില്ല. നിങ്ങൾ 9 ചോദ്യവും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ഏറ്റവും പുണ്യമുള്ള ദിവസമാണെന്ന്, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ദിവസമാണല്ലോ ഏറ്റവും പുണ്യമുള്ള ദിവസം. കാരണം ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതിനൊപ്പം നിരുപാധികമാണ് പറഞ്ഞത് ഏറ്റവും പുണ്യമുള്ള ദിവസം. അത് നിങ്ങളുടെ അൽ ഇർഷാദിലും അൽ മുർഷിദിലും എഴുതി. അതിനപ്പുറം വായിക്ക്, ഫുള്ള് വായിക്ക്. അതൊക്കെ ഞങ്ങൾ പൊളിച്ചിട്ടൂടെ. നിങ്ങൾ എത്ര പുസ്തകത്തിൽ ഫുള്ള് വായിക്കൂല, മുസ്ലിംമാർ ഫുള്ള് വായിക്കാൻ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങളവിടെ പൊളിച്ചിടൂ, തകർത്തടിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? അതിന് വിരുദ്ധമായ വരി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞോ, മുസ്ലിയാക്കന്മാർ നരകത്തിലേക്ക് നയിക്കുന്നവരാണെന്ന് ആ പുസ്തകത്തിലുണ്ട്. അത് അതിന് മറുപടിയാണോ? നിങ്ങൾ നെഞ്ഞത്തടിച്ച് ചിന്തിക്ക്. ഉച്ചയ്ക്ക് ശേഷം മുങ്ങരുത് മൗലവി. എടവണ്ണപ്പാറയിൽ നിന്ന് മുങ്ങിയതുപോലെ, പുത്തനത്താണിയിൽ നിന്ന് മുങ്ങിയതുപോലെ ഉച്ചയ്ക്ക് ശേഷം മുങ്ങരുത് മൗലവി. നിങ്ങൾ വരാൻ ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഞങ്ങൾ വിഷയത്തിന്റെ പുറത്തുനിന്ന് ചോദിക്കൂല. നിങ്ങളുടെ വിഷയത്തിന്റെ മർമ്മത്തിന് ഞങ്ങൾ 9 ചോദ്യങ്ങൾ മണിമണിയായി ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയാൻ ഇവിടെ വേണം. നിങ്ങൾ മുങ്ങരുത്. ഇടവണ്ണപ്പാറയിൽ നിന്ന് ഈ വാദം എഴുതാൻ പറഞ്ഞപ്പോ മൗലവി മുങ്ങിയതാണ്. അതുപോലെ പുത്തനത്താണിയിൽ നിന്ന് മുങ്ങിയതാണ് മൗലവി. കക്കുപ്പടി അഷ്റഫിയെ പറ്റി അദ്ദേഹം ലക്ഷദ്വീപിലാകുന്നത് കളവ് പറഞ്ഞ തട്ടിവെട്ടിയാളാണ് മൗലവി. അതിവിടെ നടക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ വാദം കമ്പിലെ കുട്ടികളെ, ഈ ഭാഗത്തുള്ള മുജാഹിദിന്റെ ദഅവാ പ്രവർത്തകരെ വിട്ടുകൊണ്ട് നിങ്ങൾ എഴുതിച്ച വാദം ഞങ്ങളുടെ വാദം തെളിയിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 9 ചോദ്യവും 9 ഉത്തരവും കഴിഞ്ഞു. ഇനി നമ്മൾ ഭക്ഷണത്തിനും നിസ്കാരത്തിനും വേണ്ടി പിരിയുകയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനാഘോഷം തെറ്റാണെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം നാട്ടിലുടനീളം പ്രചരിപ്പിക്കുന്ന ഒരുപാട് കുതന്ത്രങ്ങൾ, അവർ സ്വീകരിക്കുന്ന ഒരുപാട് കുതന്ത്രങ്ങളിൽപ്പെട്ട ഒരു കുതന്ത്രമാണ്
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ ഒരുപാട് തർക്കമുണ്ടെന്നും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12-നാണെന്ന് യാതൊരു തർക്കവുമില്ല എന്നുമുള്ള അവരുടെ പ്രചരണം. നമ്മുടെ കമ്പിലിൽ തന്നെ ഈ സംവാദത്തിന് കാരണമായ മുഖാമുഖത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യപ്പെട്ട ഒരു ലഘുലേഖയുടെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വായിക്കാം. റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ആ മധുര മിഠായിക്ക് എങ്ങനെയാണ് സന്തോഷത്തിന്റെ രുചി ഉണ്ടാവുക? തെരുവിൽ ആഘോഷത്തിന്റെ ആരവമുയരുന്ന അതേ നേരത്ത് അന്ന് പ്രവാചക ഭവനം മരണത്തിന്റെ ദുഃഖസാന്ദ്രതയിലായിരുന്നു എന്ന് നാം മറക്കാതിരിക്കുക. മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും മാത്രമാണ് എന്ന വസ്തുത നമുക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലഘുലേഖയിൽ പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ വിതരണം ചെയ്ത മറ്റൊരു ലഘുലേഖയിൽ പറയുന്നു, എന്നാൽ നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിലും ഒരാൾക്കും തർക്കമില്ല. 2, ഇനി നമ്മൾ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ഒരുപാട് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഒന്നിൽ മാത്രം ഞാനിവിടെ വായിക്കാം. നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ പുസ്തകത്തിലും പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യം ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി ജനന ദിവസം എന്നതാണെന്നിൽ ഏറെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവിടുന്ന് വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ തർക്കമില്ലാത്ത വിധം യോജിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ചോദിക്കുകയാണ്, റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്നതിൽ തർക്കമില്ല എന്ന നിങ്ങളുടെ വാദത്തിന് പ്രാമാണികമായി തെളിവ് പറയാമോ? വളരെ ശ്രദ്ധിക്കണം. റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് നിങ്ങളുടെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ എഴുതി പ്രചരിപ്പിക്കുന്നത്. നബി ജനിച്ചതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും. എന്നാൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്ന് പ്രാമാണികമായി തെളിയിക്കാമോ? ചോദ്യം 1. ഇതാ ഇബ്നു കസീർ തന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉദ്ധരിക്കുകയാണ്. നബി വഫാത്തായത് യൗമൽ ഇസ്നൈനി ലിലൈലത്തൈനി ഖലതാ മിൻ ശഹ്രി റബീഉൽ അവ്വൽ 2-നാണെന്നാണ് ഒരു അഭിപ്രായം. ഇനി തൊട്ടടുത്ത് ബഹുമാനപ്പെട്ടവർ പറയാൻ യൗമൽ ഇസ്നൈനി ലിസിന്തൈ അശറത ലൈലത്തൻ ഖലത മിൻ ശഹ്രി റബീഉൽ അവ്വൽ 12-നാണെന്നൊരു അഭിപ്രായം. തൂഫി റസൂലുള്ളാഹി യൗമൽ ഇസ്നൈനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 2-നാണെന്ന് വേറൊരു അഭിപ്രായം, റബീഉൽ അവ്വൽ 1-നാണെന്ന് വേറൊരു അഭിപ്രായം, റബീഉൽ അവ്വൽ 10-നാണെന്ന് വേറൊരു അഭിപ്രായം, റബീഉൽ അവ്വൽ 13-നാണെന്ന് വേറൊരു അഭിപ്രായം. റസൂലുള്ളാഹി വഫാത്തായതിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇതേ വിഷയം മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിലും പറയുന്നു. റസൂലുള്ളാഹി വഫാത്തായതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവിടെ വിതരണം ചെയ്ത പ്രസിദ്ധീകരണത്തിൽ പോലും പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പ്രമാണം കൊണ്ട് തെളിയിക്കാമോ? 1. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലാകുന്ന റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറയുന്നത് ഒരു പൊതുവായ സന്തോഷമാണ്, ആമാണെന്ന് അർത്ഥം. ഇതിൽ റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ടുള്ള സന്തോഷം പെടൂല എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം 2 ചോദ്യം 10 ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ 10, 100 ചോദിക്കുക, നിങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഈ കോലത്തിൽ ആവരുതെന്ന് മാത്രം ചോദ്യമാണ്. ഇവിടെ വിഷയം മൂപ്പറിഞ്ഞപ്പോൾ നബി വഫാത്തായത് എന്താണ് ചർച്ച? നിങ്ങൾ വേണേൽ ജാമിഅ ഹിന്ദിക്ക് പോയി അവിടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് അടുത്ത വർഷത്തേക്കുള്ളത് വേണേൽ അഡ്മിഷൻ കിട്ടും നോക്കാം. അപ്പൊ എന്താണ് മുസ്ലിം ഇപ്പൊ ഈ വഫാത്തിൽ തർക്കണ്ട് വ്യത്യസ്ത റിവായത്തുണ്ട്. അതോട് നബിദിനാഘോഷം തെളിയോ? നബിദിനാഘോഷം തെളിയോ? അതൊക്കെ നബി കസീലുണ്ട്. ഇനി അത് മാത്രം എഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം ബൈഹഖിന്റെ ദലായിലും മുബൈനുണ്ട്, അതും വായിച്ചോളൂ, അതിലുണ്ട് വ്യത്യസ്ത റിവായത്തുണ്ട്. ശരിയാ. പക്ഷേ മീലാദിൽ ഉള്ളതുപോലെ ഒരു ഇഖ്തിലാഫ് വഫാത്തിന്റെ കാര്യത്തിൽ പണ്ട് ലോകത്തില്ല. മീലാദ് എന്ന് ജനിച്ച ദിവസമെന്ന് അതിൽ ഇഖ്തിലാഫുണ്ട്. ലതായിഫുൽ മആരിഫിൽ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ധാരാളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏത് കൊല്ലമാണ്, ഏത് മാസമാണ്, ഏത് ദിവസമാണ്. വഅമ്മാ ശഹ്റു വിലാദത്തിഹി ഫഖദ് ഇഖ്തലഫ ഫീഹി.
ഫഖിയ ഫീ ശഹ്രി റമദാൻ, റമദാനിലാണ് എന്നുണ്ട്. വഖിയ ഫീ റജബിൻ, റജബിലാണ് എന്നുണ്ട്. റബീഉൽ അവ്വലാണ് എന്നുണ്ട്. അതിലത്തെ 2 ആണ്, 7 ആണ്, 10 ആണ്, 15 ആണ്, 17 ആണ്, 20 ആണ്, 22 ആണ്. പല സൈസ് അഭിപ്രായങ്ങളുണ്ട്. അതേപോലെ അല്ലാമ സുൽഖാനിയുടെ മവാഹിബുൽ ലദീന ശർഹിൽ അദ്ദേഹം ഈ ഖിലാഫ് എല്ലാം എടുത്തു കൊടുക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. എന്താ പറഞ്ഞത്? വഖദ് ഇഖ്തലഫ ഫീ ആമി വിലാദത്തിഹി, കൊല്ലത്തിൽ വ്യത്യാസമുണ്ട്. വൽ ഇഖ്തലഫ അയ്ദൻ ഫീ ശഹ്രി ലദീ വിലാദത്തിഹി, ജനിച്ച മാസത്തിൽ വ്യത്യാസമുണ്ട്. അതേപോലെ ദിവസത്തിനും ഡേറ്റിനും വ്യത്യാസമുണ്ട്. തിങ്കളാഴ്ചയാണ് എന്ന് മാത്രമേ ഇത്തിഫാഖുള്ളൂ. അതുകൊണ്ട് തന്നെ ജനിച്ച ദിവസത്തിൽ തർക്കമുള്ളതുപോലെ മരിച്ച വിഷയത്തിൽ തർക്കമില്ല എന്ന വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇബ്നു കസീർ ബിദായ വ നിഹായിലുണ്ട്, ഇമാം ബൈഹഖി ദലായിലുൽ നുബുവയിലുണ്ട്, അതേപോലെ മറ്റു പലരുമുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നബാത്തി ഖുത്ബ തിരുത്തേണ്ടി വരും. നബാത്തി ഖുത്ബ പറയുന്നത് വഫീ മിസ്ലി ശഹ്രിക്കും ഹാദാ, ഇതുപോലെ മാസത്തിലാണ് കൂട്ടരെ എന്ത് നിങ്ങൾ റസൂലുള്ളാഹിന്റെ അവധി അവസാനിച്ചത്. ലഖദ് തഖല്ല ഫീ മിസ്ലി ശഹ്രിക്കും ഹാദാ അജലു. ഇനി അതാ തിരുത്തിക്കാളി, അടുത്തല്ല ഓതണ്ട. പക്ഷെ അതോട് നബിദിനം തെളിയാ മുസ്ലിയാരെ. അതുകൊണ്ട് നബിദിനാഘോഷം തെളിയിക്കേണ്ടത് നബി വഫാത്തായോ മറവയിലോ അതോ കഫൻ ചെയ്തോ ഖബറൊഴിക്കോ അതല്ല വിഷയം. നബിദിനങ്ങൾ ജനിച്ച ദിവസത്തിന് ആഘോഷിക്കാൻ എന്ത് പ്രമാണം നമുക്കുള്ളത്? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അതല്ലേ ചർച്ച. അതേ ഞങ്ങൾ പറഞ്ഞത് 9 ചാൻസൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ ചോദിക്കുക വഫാത്തായത് ഇഖ്തിലാഫില്ല എന്ന് പ്രമാണങ്ങൾ തെളിയിക്കാൻ പറ്റുമല്ല. ഞാൻ നോട്ടീസ് മാറ്റടിക്കണം, അടിച്ചോളാം, കുഴപ്പമില്ല, അതിന് വല്ല പ്രശ്നമൊന്നുമില്ല. അത് അടുത്ത വർഷം അടിക്കുമ്പോൾ ആ കുട്ടികളെ കൊടുത്തോളൂ. ഇങ്ങനെ ഖിലാഫുണ്ട്, അത് തീർന്നില്ലേ? പക്ഷേ നബിദിനം ആഘോഷിക്കാൻ തെളിവുകളെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞുവിടെ ബിദ്അത്താണ്, അനിസ്ലാമികമാണ്. അതിന്റെ ഭാഗമായി ചൊല്ലുന്ന വരികളിൽ ശിർക്കായതുണ്ട്. ഞങ്ങൾ നേരത്തെ സംസാരിച്ച ആവർത്തിച്ച് വ്യക്തമാക്കി. കള്ളക്കഥയുണ്ട്, ഖുറാഫാത്തുണ്ട്, കുഫറുണ്ട്, ശിർക്കുണ്ട്, ബിദ്അത്തുണ്ട്. അനിസ്ലാമികം തന്നെയാണ്, ഒരു സംശയമില്ല. അതിനൊന്നും നമുക്ക് ചോദ്യമില്ല. അതൊക്കെ ഇവിടെ സംഭവിച്ചു അർത്ഥം. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, മതി, സംഭവിച്ചാൽ മതി. ഇന്നിപ്പോ വഫാത്ത് എന്ന ഖിലാഫുണ്ടോ? ഖിലാഫില്ലേ? ഖിലാഫുണ്ട്. ആയിക്കോട്ടെ, ഖിലാഫുണ്ട്. അതുകൊണ്ട് എങ്ങനെ നബിദിനാഘോഷം തെളിയാ? അതല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, തബഉ താബിഈക്ക് പരിചയമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ ഈദിന് വേണ്ടി പൊള്ളുന്നതാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈദിന് വേണ്ടിയാലും വേണ്ടില്ല, എന്തിനായാലും വേണ്ടില്ല, കളവ് പറയല്ല. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, തബഉ താബിഈക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, അബൂ ഹനീഫ ഇമാമിന് പരിചയമില്ല, ഇമാം മാലിക്കിന് പരിചയമില്ല, ഇമാം അഹ്മദിന് പരിചയമില്ല, ഇമാം ബുഖാരിക്ക് പരിചയമില്ല, ഇമാം മുസ്ലിമിന് പരിചയമില്ല, മുഹ്യിദ്ദീൻ ശൈഖിന് പോലും പരിചയമില്ല, റിഫായി ശൈഖിന് പോലും പരിചയമില്ല. ഇതെങ്ങനെ ഇസ്ലാമിക? അവരാരും പഠിപ്പിക്കാത്ത ഒന്ന് നിങ്ങൾ അവർക്ക് കൊണ്ടുവരാ. ഷിയാക്കൾ കൊണ്ടുവന്നു. ആ ഷിയാക്കളിൽ നിന്ന് പിന്നെ സൂഫികളെ ഏറ്റെടുത്തു. ആ സൂഫികളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. അത് ഇസ്ലാമികാണത്രേ. അത് തെളിവുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി വന്നപ്പോ ഇവിടെ ചർച്ച എന്താ? നബിദിനാഘോഷം ഇസ്ലാമികമോ അനിസ്ലാമികമോ? പിന്നെ നോക്കി ബാനറുണ്ട്, അത് നബി വഫാത്താണ് എന്നാ തർക്കണ്ടോ? തർക്കല്ലേ? അതല്ല വിഷയം. അതുപോലെ തർക്കം ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. നോട്ടീസ് മാറ്റടിക്കണോ? ഞങ്ങൾ അടിച്ചോളാം, അതും പ്രശ്നമില്ല. പക്ഷേ നബിദിനാഘോഷം ഇസ്ലാമികമല്ല എന്ന ഞങ്ങളുടെ വാദം കൂടുതൽ ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതേപോലെ അത് ആമാണ്, അത് ഇത് പെടൂലാതെ പറഞ്ഞൂല. ആരും പറയണ്ട, പെടുന്നാലും പറഞ്ഞിട്ടില്ല. പെടുന്നവരല്ല ഇപ്പൊ നിങ്ങളെ പെട്ടത്, നിങ്ങളാണ് പെട്ടത്, മീലാദല്ല പെട്ടത്. നിങ്ങൾ 7-ാം നൂറ്റാണ്ടിൽ ഏർപ്പാടുണ്ടാക്കുക. നിങ്ങൾ ചോദിക്കുക പഴയ തഫ്സീർ ഉണ്ടോ? പെടൂല, അതുണ്ടാവോ? അതുണ്ടാവോ? ഇപ്പൊ നിങ്ങൾ ഈ കേസ് തഫ്സീൽ ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ എപ്പോഴും ഉണ്ടായത് എന്താണ് ഇതൊക്കെ? 7-ാം നൂറ്റാണ്ടിൽ മുദഫർ രാജാവ് ഉണ്ടാക്കിയത് ഏർപ്പാട് 300, 400, 500 രചിക്കപ്പെട്ട തഫ്സീറിൽ ഇത് പെടൂലാതെ ഉണ്ടാവുന്ന പറയുമ്പോൾ അല്ലാത്തത് ഞാൻ വിചാരിച്ച ദേശം തൊണ്ടാണ്. ഇർഫാനും ഫൈസിയും ഡബിൾ ബിരുദായപ്പോൾ എന്തുണ്ട്? സംഗതി ബിരുദല്ല, ബിരുദാണ് എന്നാണ് ഇപ്പൊ മനസ്സിലായത്. അതുണ്ട്. അതുകൊണ്ട് കാര്യമില്ല മുസ്ലിയാരെ, അങ്ങനെ പെടൂലാന്ന് ആരും പറഞ്ഞിട്ടില്ല, പെടുമെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പെടൂലാന്ന് മനസ്സിലാക്കാം, അതാണ് വിഷയം. അപ്പൊ അത് പെട്ടിട്ടില്ല. അപ്പൊ റഹ്മത്താണ്, ഫറഹ് വേണം, തർക്കമില്ല. നബി റഹ്മത്താണ്, തർക്കമില്ല, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ നബിദിനം ആഘോഷിക്കാൻ ഈ ആയത്ത് തെളിവല്ല. അതല്ലേ ഞങ്ങൾ പറഞ്ഞ നേരത്തെ എത്ര പ്രാവശ്യം ചോദിച്ചു പോലെ ഞങ്ങൾ സന്ദർഭത്തിന് എത്ര പ്രാവശ്യം ആവർത്തി ചോദിച്ചു. അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു കിതാബ് ഞങ്ങൾ ചോദിച്ചല്ലോ നിങ്ങളോട്, നിങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങൾ പറഞ്ഞ തഫ്സീർ വേണമെന്നില്ല. അതേപോലെ മുഹദ്ദിസ് പറഞ്ഞാലും മതി, ഫഖീഹ് പറഞ്ഞാലും മതി, അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, പെട്ടത് നിങ്ങളാണ് എന്നൊന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ KM മൗലവി ഉണ്ട്, അതേപോലെ അൽമുർഷിദ് ഉണ്ട്. പറച്ചിൽ കേട്ടാ തോന്നിപ്പോകും KM മൗലവി എഴുതിയോണ്ടാ പോലും ആഘോഷിക്കുന്നത് എന്ന്. ഇപ്പോ മൂപ്പര് പറയാ റഹ്മത്താണെന്നതിൽ തർക്കമില്ല, റഹ്മത്താണെന്ന് ദുർവ്യാഖ്യാനമാണെന്ന് കൊട്ടക്കണക്കിന് പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചു, ഒന്നും അതിനെ പറ്റി മിണ്ടുന്നില്ല. താഴിലിറങ്ങിയാൽ മുജാഹിദുകൾ നിങ്ങളെ തല്ലും. രണ്ടാമത്തത് നബി ശ്രദ്ധിച്ചോളൂ, അടങ്ങിയിരിക്കവിടെ. റസൂലുള്ള ജനിച്ചത് റബീഉൽ അവ്വൽ 2-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്
ഹലോ, ഒരു മിനിറ്റ്. സദസ്സ് അലങ്കോലപ്പെടുത്താതെ രണ്ട് വിഭാഗവും സഹകരിക്കണം. ഹലോ, പ്രിയ സഹോദരന്മാരെ, സദസ്സ് അലങ്കോലപ്പെടുത്തരുത്. അങ്ങനെ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിവെക്കാം. സഹോദരങ്ങളെ, വളരെ നിശബ്ദമായിരിക്കണം. രാവിലെയും നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആരും അമിതമായ വികാരം പ്രകടിപ്പിക്കേണ്ടതില്ല. പരിപാടി തുടരുന്നു. ഞങ്ങൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നാൽ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. കമ്പിൽ വിതരണം ചെയ്ത നോട്ടീസ്. രണ്ടാമത്, നിങ്ങളുടെ ചങ്ങലേരി എഴുതിയ പുസ്തകത്തിന്റെ 80-ാമത്തെ പേജിൽ പറയാൻ തർക്കമില്ലാത്ത വിധം യോജിച്ചിട്ടുണ്ട്. ഫൈസൽ മൗലവി പറയുന്നു തിങ്കളാഴ്ചയാണെന്നതിലെ തർക്കമില്ലാതെയുള്ളൂ, വഫാത്തിൽ തർക്കമുണ്ട്. മുജാഹിദിന് മറുപടി പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, ഫൈസലെ, ഈ ഗ്രന്ഥങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട പാവപ്പെട്ട കമ്പിലെ പ്രവർത്തകരും വിതരണം ചെയ്ത ഈ നോട്ടീസ് അത് തെറ്റായിരുന്നു. വിഷയത്തോട് വന്നെന്നാ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ മൗലിദ് ആഘോഷം വിദഗ്ധാണെന്നാ വാദിക്കുന്നത്. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എഴുതിയ ലഘുലേഖയിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? എന്താ പറയുന്നത്? റബീഉൽ അവ്വൽ നബിദിനാഘോഷം പാടില്ല എന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കുതന്ത്രമാണ് നബി വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഖിലാഫില്ല എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ച മർമ്മത്തും തന്നെ ചോദ്യം. ഇനി രണ്ടാമത്തത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. ആ റഹ്മത്ത് കൊണ്ട് മുറാദ് ഉദ്ദേശം നബിയാണ് എന്നത് കുതന്ത്രമാണ്, തട്ടിപ്പാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പൊളിച്ചു. ഇപ്പൊ ഞങ്ങൾ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുജാഹിദിനെ പൊളിച്ചു എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന ആമിൽ എന്ന പൊതുനിയമത്തിൽ റസൂലുള്ളാഹിന്റെ വിലാദത്ത് കൊണ്ട് അവിടുത്തെ ജന്മം കൊണ്ട് സന്തോഷം പെടൂല എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. മനസ്സിലായിക്കോളൂ. സാറില്ല, കുഴപ്പമില്ല. ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞത് മൂന്നാമത്തെ ചോദ്യം ഇല്ല. 1-2 ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇല്ല. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ചോദ്യം പറഞ്ഞോളി. നിങ്ങൾ 4 പ്രസംഗിച്ചാലും കുഴപ്പമില്ല. ചോദ്യമൊക്കെ കഴിഞ്ഞു, കുറഞ്ഞൊക്കെ അവസാനിച്ചു. ഞങ്ങൾ പ്രസംഗിക്കുക പാട്ടാട് നമുക്ക് തീരുമാനിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശിർക്കായിട്ട് പാടുന്നതേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ആ സമയം ശേഷം ബാക്കിയാണ്. കുഴപ്പമില്ല, ആയിക്കോട്ടെ. 4 മിനിറ്റ് എടുക്കണമെന്നില്ല, മാക്സിമം 4 മിനിറ്റിനേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഇപ്പൊ കിട്ടില്ല. നമുക്ക് സംഭവം എവിടെ ഉള്ളതെന്ന് വ്യക്തമായി. ഇനിയിപ്പുള്ളത് ഇത് പെടൂലെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളാണ് പെട്ടത്. അതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ആവർത്തിച്ചോളൂ. തക്ബീർ സ്ട്രോക്ക് കൂടും. കാരണം ചോറ് മാത്രമാണോ തിന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് കാര്യമില്ല. തക്ബീർ ഒച്ച കൂട്ടിയിട്ടോ നിങ്ങൾ ഒച്ച കൂട്ടിയിട്ടോ നബിദിനാഘോഷം ഇസ്ലാമികമാവില്ലല്ലോ. നിങ്ങൾ ആയത്തോ പറയും, തെളിവ് പറയും, അപ്പോഴേ ഇസ്ലാമികാവുള്ളൂ. മറ്റേ ഘോഷയാത്രയും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വഹാബി മൗലിദ് ഉണ്ടെങ്കിൽ മറ്റേ ലൗഡ് സ്പീക്കർ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും വഹാബികൾ ഒപ്പം കിട്ടുമ്പോ ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ വിഷയം വേറെ. അപ്പൊ ഏതായാലും ഫൽയഫ്റഹു എന്ന ആയത്ത് ഇത് തെളിവ് അല്ലേ? അല്ല. ഞാനത് തഫ്സീർ ചോദിച്ചല്ലോ, നിങ്ങൾ വായിച്ചില്ല. ഞാൻ വായിച്ച തഫ്സീർ. ഞങ്ങൾക്ക് തഫ്സീർ ആവശ്യം, ഞങ്ങൾ വായിച്ചതാ ഈ ആയത്ത്. നിങ്ങളുടെ തന്നെ ഇരുവരെയും പറഞ്ഞ ഹാഫിദ് സുയൂത്തി അതെടുക്കുക നമുക്ക്. അദ്ദേഹം ഈ ആയത്ത് എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ റഹ്മത്ത് എന്താണ് എന്നോ ഫദ്ൽ എന്താണ് എന്നോ അദ്ദേഹം പറയാ. അനസ് പറഞ്ഞിരിക്കുന്നു, റഹ്മത്ത് ഫദ്ലുല്ലാഹി അൽ ഖുർആൻ വ റഹ്മതുഹു അൻ ജഅലഹു മിൻ അഹ്ലിഹി. ഫദ്ൽ എന്ന് പറഞ്ഞ ഖുർആനാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഖുർആൻ അഹ്ലുകാരാക്കി എന്നാണ്. നിങ്ങൾക്ക് വാദമാവില്ല. അതേപോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നു, റഹ്മത്ത് ബി കിതാബില്ലാഹി വ ബിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ കിതാബും ഇസ്ലാമും റഹ്മത്തും ഫദ്ലും. അതേപോലെ ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഫദ്ലുഹു അൽ ഇസ്ലാം വ റഹ്മത്തു അൽ ഖുർആൻ. ഫദ്ൽ എന്ന ഇസ്ലാമാണ്, റഹ്മത്ത് ഖുർആനാണ്. നാലാമത് ഇബ്നു അബ്ബാസ് തന്നെ പറയുന്നു, ഫദ്ലുല്ലാഹി അൽ ഇൽമു. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. വ റഹ്മത്തുഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് മുഹമ്മദ് നബിയുമാണ്. ഇതെല്ലാം വായിച്ചത് മീലാദാണ് എന്ന്. അതെ, അല്ലാഹു അക്ബർ. മീലാദാണ് എന്നില്ല, ജന്മദിനം ആഘോഷിക്കണമെന്നില്ല. ശേഷം പറയുന്നു, സാലിഹ് പറയുന്നു, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമു, ഇസ്ലാമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. മാത്രമല്ല ഇമാം മുജാഹിദ് പറയുന്നു, ഈ മുജാഹിദ് അല്ലട്ടോ, ഇമാം മുജാഹിദ് പറയുന്നു, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഹിലാൽ ഇബ്നു യസാൽ പറയുന്നു, ഇസ്ലാമിൽ ഹദാകും വബിൽ ഖുർആനിൽ
നമുക്കും ഇസ്ലാമും ഖുർആനും കൊണ്ട് സന്തോഷിക്കണേ എന്നാണ്. കഴിഞ്ഞില്ല. ഇബ്നു അബ്ബാസ് തന്നെ പറയുന്നു, ഫദ്ലുല്ലാഹി അൻ നബിയ്യു വറഹ്മത്തു അലിയുൻ. റഹ്മത്ത് അലിയാണ്, റഹ്മത്ത് അലിയുമാണ്. അതായത് ബുഖാരിക്കൊല്ലം തുടങ്ങി, അവിടെ ഇങ്ങനെ തുടങ്ങിക്കൂടി. അപ്പൊ ഈ രൂപത്തിൽ തഫ്സീർ പലതുണ്ട്. എന്നാ മീലാദ് എന്നില്ല, ജന്മദിനം ആഘോഷം എന്നില്ല. അതാ ഞങ്ങൾ നേരത്തെ പറഞ്ഞ റഹ്മത്ത് നബിയാണുള്ളത്. തുറുൽ മൻസൂറുണ്ട്, ബഹ്റുൽ മുഹീത്തുണ്ട്. അതില്ലാത്തൊന്നും കാണാത്തോണ്ടല്ല. പക്ഷെ മീലാദ് എന്നില്ല, ജന്മദിനം ആഘോഷിക്കാൻ തെളിവെയ്യുന്നില്ല. നീ കുട്ടനാടിന്റെ പരിഭാഷ വായിച്ചു നോക്കി, റഹ്മത്തുള്ള ഖാസിമിന്റെ പരിഭാഷ വായിച്ചു നോക്കി, തിരുവനന്തപുരം ഖാദിന്റെ പരിഭാഷ വായിച്ചു നോക്കി, കോഴിക്കോട് ഖാദിന്റെ പരിഭാഷ വായിച്ചു നോക്കി, എവിടെയുമില്ല ഇത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ വക ദുർവ്യാഖ്യാനം എന്നല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇത് തെളിവില്ല. ഇതിപ്പോ ചോദിക്കാം, ഇത് പെടൂലാന്നുണ്ടോ? പെട്ടപ്പോഴാ ചോദ്യം, മുസ്ലിയാരെ കാര്യമില്ല. അതുകൊണ്ടൊന്നും ഇത് സമർത്ഥിക്കാൻ സാധ്യമല്ല. നിങ്ങൾ അൽ മുസ്ലിഖീൻ അതിലേക്ക് ചോദിക്കി, ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. അൽ ഷാദിഖി ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. ഉമർ മൗലൂദി ഞങ്ങൾക്ക് വായിച്ചു തരും. ഈ ഷാഫി സോഹനെടുത്തോളി ഞങ്ങൾ ഉറപ്പല്ലെങ്കിൽ പോലും ആ ഏതിന് ശരിയാണ്, ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. ഇസ്ലാഹിനെടുത്തോളി ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. ഒരു പ്രശ്നമില്ല മുസ്ലിയാരെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹ് ഇതിൽ ഉള്ളത് ചെയ്യുന്ന കാലത്തോളം ബേജാറാവാനില്ല. ഇല്ലാത്തത് പുതിയതുണ്ടാക്കിയിട്ട് ദുർവ്യാഖ്യാനം ചൊപ്പിക്കുമ്പോൾ അത് നിങ്ങൾ വേക്കേണ്ടി വരും. ഒരു സാമ്പിൾ വായിച്ചു തരാം. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം പറയാ, ഈ ആയത്തിന് അർത്ഥം നയിക്കുന്നവരെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം നൽകിയ ഒരു അടിക്കുറിപ്പ് എന്താ? ഹൃദയ ശാന്തി കൈവരിക്കാനുള്ള ഒറ്റമൂലിയും സന്മാർഗ ദർശകവും മാനവരാശിക്കുള്ള മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമാകുന്നു വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്താൻ മനുഷ്യൻ സന്നദ്ധനാകുമ്പോൾ ഇഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് ശാശ്വത വിജയവും അവന് കരസ്ഥമാകുന്നു. അവിടെ നബിദിനം ആഘോഷിക്കാൻ തെളിവ് എന്ന് പറഞ്ഞിട്ടില്ല. നബി എന്ന പ്രയോഗമില്ല, നബിയുടെ ജന്മം എന്ന പ്രയോഗമില്ല. ഒരാളും ലോകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനം തന്നെയെന്ന് നേരത്തെ തെളിഞ്ഞു. ഇപ്പൊ ഒന്നുകൂടെ ബോധ്യമായി എന്ന് മാത്രം. എന്തിനാ മുസ്ലിയാരെ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ? ഉള്ളത് പറഞ്ഞാൽ പോലെ ഉള്ള സുന്നത്ത് എടുക്കാനുണ്ട്. പിന്നെ എന്തിനാ ബിദ്അത്ത്? സുന്നത്ത് ഇഷ്ടം പോലെ ഫർദില്ലേ അതെടുത്തോളൂ. എന്തിനാ ഈ ബിദ്അത്ത്? എന്നിട്ട് കള്ളക്കഥകളും കാലത്തീരകളും ആര് പറഞ്ഞു എന്നറിയാത്ത, എവിടെ നിന്ന് കിട്ടിയെന്നറിയാത്ത കുറെ കെട്ടുകഥകൾ, സ്വപ്ന കഥകൾ, കറാമത്ത് കഥകൾ, ഇതൊക്കെ കുത്തിനിറച്ച ഈ പാഠക്കിതാവുമായിട്ടാണോ ഈ സമൂഹത്തിലേക്ക് ഇത് ദീനാണെന്ന് പറഞ്ഞ് പുണ്യമാണെന്ന് പറഞ്ഞ് കൂലി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, നബി പ്രകാശം പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങൾക്കറിയാം എന്താ കാരണം. പ്രകാശങ്ങൾക്ക് പ്രശ്നമാണ്. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കള്ളക്കഥകൾ ഈ മൗലിക കിതാബുകളിൽ ധാരാളം ഉണ്ട്. ഞങ്ങൾ വായിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ വായിക്കും. ഇങ്ങനെ ചാൻസ് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. എവിടെ കിട്ടി എന്നുള്ളത്. ഇവരുടെ പക്ഷെ ഒച്ചപ്പാടുണ്ടാക്കി തക്ബീർ ചൊല്ലി ശബ്ദകോലാഹലം ഉണ്ടാക്കി നിങ്ങൾക്ക് രക്ഷപ്പെട്ട് സമയം കഴിച്ചു പോയേക്കാം. പക്ഷേ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈ കള്ളക്കഥ എവിടുന്നാ കിട്ടിയത് എന്ന്. സിദ്ദീഖ് മൗലൂദും അലി മൗലൂദും ഉമർ മൗലൂദും ഉസ്മാൻ മൗലൂദും അടക്കമുള്ള മൗലൂദുകളിൽ എത്ര കള്ളക്കഥകൾ. അള്ളാഹുവിന്റെ പേരിൽ കളവ്, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ്, സ്വഹാബത്തിന്റെ പേരിൽ കളവ്, ഇങ്ങനെ മുൻഗാമിയായ പലരുടെയും പേരിൽ കളവ് എഴുതി വെച്ച കിതാബ് മദ്ഹാണെന്ന് പോലും പ്രശംസയാണെന്ന് പോലും. അതിനാണത്രേ വബിദാലിക ഫൽയഫ്റഹു കൊണ്ടുപോകുക. ഇതൊക്കെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? അവനാണ് അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചിട്ട് തെളിവാണെന്ന് പറയുകയോ? ഞങ്ങൾ അത് ചോദിച്ചല്ലോ. ലഈഫായ സംഗതിയിൽ എന്താ കാരണം? ഞങ്ങൾക്ക് ലഈഫ് എടുത്തില്ല എന്നറിയാം. ലഈഫ് തെളിവായിട്ടല്ല, തെളിവാക്കാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ ലഈഫീങ്ങളായതുകൊണ്ടാണ്. ഫൈസൽ തന്നെ മറുപടി അറിയുന്നത്. മുജാഹിദ് തന്നെ മറുപടി അറിയാം. എന്താ നിങ്ങൾ എന്തിനാ വഫാത്തിൽ തർക്കല്ലാന്ന് എഴുതിയത്? ഒരു ചരിത്രപരമായ വങ്കത്വം മാത്രമല്ല നിങ്ങളത് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? നിങ്ങൾ കേരളത്തിലുടനീളം ഈ കമ്പിലടക്കം വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച മഹാകള്ളത്തരം റസൂലുള്ളാഹിയുടെ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. സനദ് വായിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നതിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിധം ഏകോപിച്ച കാര്യമാണ് എന്ന് റസൂലിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കുന്നു. സനദ് പറയണം. നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ? എന്നിട്ട് എന്തിനാ കള്ളം പറയുന്നത്? നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത് എന്നറിയോ? ജന്മദിനത്തിൽ തർക്കമുണ്ട്, പക്ഷേ മരണദിനത്തിൽ തർക്കമില്ലാത്തത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. ദുഃഖം തളം കെട്ടി നിൽക്കേണ്ട ദിവസമാണത് എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എഴുതുന്നത്. കണ്ടോ? കാരണം ജന്മദിനം എന്നതിനെ കുറിച്ച് റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് തെരുവിൽ. എന്നാൽ വഫാത്ത് 12-നാണെന്നതിൽ തർക്കമില്ല. എങ്കിൽ ആ മധുരമിഠായിക്ക് എങ്ങനെയാണ് സന്തോഷത്തിന്റെ രുചി ഉണ്ടാവുക? അപ്പൊ ജന്മദിനത്തിന്റെ ആഘോഷത്തെ ചോദ്യം ചെയ്യാനാ നിങ്ങൾ ഈ പച്ചാപ്പോളിൽ പറഞ്ഞത്. തെളിവ് പറയണം. ജനങ്ങളെ വഞ്ചിച്ചതിന് തെളിവ് പറയണം. രണ്ടാമതായിട്ട് പിന്നെ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഒരുപാട് തഫ്സീർ. റഹ്മത്ത് എന്ന് പറഞ്ഞ ഖുർആനാണെന്നുണ്ട്, ഇസ്ലാമാണെന്നുണ്ട്, അലിയാറുകളാണെന്നുണ്ട്, പല തഫ്സീറുണ്ട്. ഇല്ലാന്നാരാ പറഞ്ഞത്? പക്ഷേ മുഹമ്മദ് നബിയാണെന്ന തഫ്സീർ ഇല്ല എന്ന്
ജീവിതകാലം അത്രയും നിങ്ങൾ ഇതാ എഴുതി പറഞ്ഞു പ്രസംഗിച്ചു, ജനങ്ങളെ വഞ്ചിച്ചത് ഞങ്ങളെ മുമ്പിൽ തിരുത്തിയില്ലേ? അത് തിരുത്തേണ്ടി വന്നു. എന്തിനാ? അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ പ്രകാശത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രകാശത്തിനെ കുറിച്ച് വ്യക്തമായ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഫതാവൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ എന്തേ അത് ഖണ്ഡിക്കുന്നത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാന്നോ? മാത്രമല്ല ജഗൽ കാരണമാണ് പ്രവാചകൻ എന്ന് നിങ്ങളുടെ നേതാവായ മക്കി തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എടുത്ത് കാണിച്ചെന്നില്ലേ? എന്തേ കാമാണ്ടാൻ പറ്റാത്തത്? പിന്നെ നിങ്ങൾ എടവണ്ണയിൽ പറഞ്ഞു ഞങ്ങൾക്ക് നബിദിനാഘോഷം ശിർക്കാന്ന് വാദമില്ല. കമ്പിൽ വ്യവസ്ഥ ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചു. ഇപ്പൊ പറഞ്ഞു നബിദിനാഘോഷം ശിർക്കാണെന്ന് ഞങ്ങൾക്ക് വാദമുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒന്നുകൂടി അതൊന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കണം, നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? അതൊന്നുകൂടി നിങ്ങൾ വിശദീകരിക്കണം. ഞങ്ങൾ ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്. രണ്ട് ചോദ്യത്തിന് മറുപടി പാത്തില്ല. മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ വാദമല്ലേ? അങ്ങനെ വാദമുണ്ടെങ്കിൽ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട്, ഇനി ഒരുപാട് ആയത്ത് അതാണ് ഈ ഓതിക്കോളി, ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്ന് തെളിയിക്കണം. മൂന്നാമത്തെ ചോദ്യം. എന്നുള്ള റഹ്മത്ത് മുഹമ്മദ് നബിയാണെന്നും ആ റഹ്മത്ത് കൊണ്ടുള്ള സന്തോഷത്തിൽ മീലാദിന്റെ സന്തോഷം ഉൾപ്പെടുമെന്നും ഉൾപ്പെടുകയില്ല എന്ന് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടിയില്ല. രണ്ടാമത് വഫാത്തിന്റെ ദിവസത്തിൽ തർക്കമില്ലാത്തത് കൊണ്ട് അന്ന് സന്തോഷിക്കാൻ പാടില്ലെന്ന് ദുഃഖിക്കുകയാണ് വേണ്ടത് എന്ന് നോട്ടീസിലൂടെ എഴുതിയ നിങ്ങളുടെ ആ ചരിത്രത്തിന്റെ പ്രമാണം പറയണം. തിരുത്തി അടുത്ത കൊല്ലം തിരുത്തിയാ പോരാ. ജനങ്ങളെ വഞ്ചിച്ച് അവരെ നരകത്തിലേക്ക് പറഞ്ഞിട്ട് തൗബ ചെയ്യും കൂടി വേണം. തൗബ ചെയ്യണം. തൗബ ചെയ്യണം വൈസൽ മൗലവി, തൗബ ചെയ്യണം. മൂന്നാമത്തെ ഞങ്ങളെ ചോദ്യം ശിർക്കാണ് എന്ന് നിങ്ങളെ വാദമുണ്ടല്ലോ. ഏത് നബിദിനാഘോഷം അത് നിങ്ങൾക്ക് ഉള്ളതല്ലേ എന്ന് ഒന്നുകൂടി നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ആ വാദം ശിർക്കാണ് നബിദിനാഘോഷം ഖുർആന്റെ ഒരു ആയത്തോട് തെളിയിക്കണം. നബിദിനാഘോഷം ശിർക്കാണ്, നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞു. ഇസ്ലാഹിൽ നിങ്ങൾ എഴുതി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞു. അത് ഏത് ആയത്തിലാ പറഞ്ഞത് തെളിയിക്കണം. ഏത് ആയത്തിലാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ മൂന്ന് ചോദ്യം. അപ്പോ ഒരുപാട് തഫ്സീർ ഉണ്ട്. അത്ര റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്ന് അലിയാതങ്ങൾ അങ്ങനെ ഒരുപാട് തഫ്സീർ ഉണ്ട്. അറബില്ല എന്ന് പറഞ്ഞത്. പക്ഷേ മുഹമ്മദ് നബിയാണ് എന്ന ഒരു തഫ്സീർ അത് ദുർവ്യാഖ്യാനമാണ് എന്നല്ലേ നിങ്ങൾ ഇത് ഇത്രയും കാലം ഈ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞത് അല്ലേ? ഈ പുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ മുഹമ്മദ് നബിയാണ് കണ്ടത്. എന്തായി പറഞ്ഞു? ഈ ആയത്തിൽ പറഞ്ഞ ഫദ്ൽ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ച നബിയാണെന്നത് ദുർവ്യാഖ്യാനമാണ്. ചോദ്യങ്ങൾ ഉണ്ടാക്കി വന്നൂടെ? ഒരു ചോദ്യങ്ങളും എന്ത് വിചാരിച്ചാ അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ വിചാരിച്ച എന്താ ഇവിടെ പായസം കൊടുക്കാനാ? നല്ല കഥയിൽ പോയി. ഇപ്പൊ ചോദ്യം ചോദിക്കാൻ വയ്യ. ശിർക്കാന്റെ വാദങ്ങൾക്ക് പണ്ടോന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. ഉപാധിയോടുകൂടി ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയും നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ. ഈ ഉത്തരം പറഞ്ഞാന്ന് പറയണ്ട, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാതെയുണ്ട്. ശിർക്കാന്ന് ഖുർആനില്ലേ? അല്ലാഹുവിനെ ഒറ്റ ഒട്ടനവധി ഇബാദത്തുകൾ അതിലുണ്ട്. അത് ശിർക്കാന്ന് ഖുർആനില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ ഇല്ലാത്ത ഉലുവുകൾ അതിലുണ്ട്, കുഫർ അതിലുണ്ട്, കള്ളക്കഥ അതിലുണ്ട്, ബിദ്അത്ത് അതിലുണ്ട്. അവിടെ ശിർക്ക് മാത്രമല്ല, അതിൽ ഖുറാഫാത്തുണ്ട്, അതിൽ കുഫറുമുണ്ട്, അതിൽ ബിദ്അത്തുമുണ്ട്, കള്ളക്കഥയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വഹാബത്തിന്റെ പേരിൽ ഇല്ലാത്ത എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അതാ ഉമർ മൗലവിയും പറഞ്ഞത് അത് ശിർക്കാണ്. ഉമർ മൗലവി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്റെ മേലെ അപ്പോൾ വായിച്ചല്ലോ, എന്റെ എപ്പോൾ പറയാത്തത് നിങ്ങൾ ഇപ്പോഴും ചോദിക്കണം. ഞങ്ങൾക്കല്ല ചോദിച്ചാൽ ഞങ്ങൾ വായിക്കുന്നറിയാം, വായിച്ചാൽ പൊളിയുന്നറിയാം. അതാ ഞങ്ങൾ ചോദിക്കാത്തത്. അതുകൊണ്ട് തന്നെ ആ വാദം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അടിസ്ഥാനമായി വിദഗ്ധത്താണ് നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ, നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങൾ, നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഈ വക പാഠകിതാബുകൾ അതെല്ലാം ശിർക്ക് തന്നെയാണ്. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. റബ്ബല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അതിലുണ്ട്. അത് ശിർക്കാണ്. ഖുർആനിലെ എത്ര ആയത്തുണ്ട്? ആ ആയത്തുകൾക്ക് എല്ലാം വിരുദ്ധമാണ്. നിങ്ങൾ റബ്ബല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വനജ്നി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹീദ്ദീൻ ശൈഖ് നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് നിങ്ങൾ വിളിച്ചു പാടുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് അബ്ദുൽ മിസ്കീൻ യർജു ഫലകൽ ജമ്മൽ ഗഫീർ, നബിയെ താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ, താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ എന്ന് പറയുന്നില്ലേ? فاغثني واجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الامور, നരകത്തിൽ രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ എന്ന് ആ നബിയോട് പ്രാർത്ഥനയില്ലേ? ഇത് ശിർക്കാണ് എന്ന് ഈ കാലങ്ങളെയും ഞങ്ങൾ പഠിപ്പിച്ചു. ആ ആയത്ത് മുഴുവനും അതിന് ബാധകമാണ്. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത് എന്ത് അതിഗുരുതരമായ മറ്റു താത്വിക വശം മൗലിദ് കഴിക്കുന്നവരുണ്ട്. അതായത് സൃഷ്ടിക തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം മുഹീദ്ദീൻ
ശൈഖിനെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നവനും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് അവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന് കഴമ്പാടുതാനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. ഇപ്പൊ മനസ്സിലായോ ഏതാ അപ്പോഴത്? അല്ലാഹു അക്ബർ. അതെ, ഇർഫാന്റെ കളവ് പൊളിഞ്ഞപ്പോ സ്വന്തം മുസ്ലിയാക്കന്മാർ ചൊല്ലി. അതാ സംഭവിച്ചത്. കണ്ടകള് ഇർഫാൻ മൂടി വെച്ചത് നമ്മൾ വായിച്ചപ്പോ ഓല് പോലത്തെ കിരീരല്ലി. അല്ലാഹു അക്ബർ. അതെ, ഇനി നിങ്ങൾ ഇസ്ലാഹ് വായിക്കണോ? ഒക്കെ നിങ്ങൾ വായിപ്പിച്ചല്ല. അൽ മുസ്ലിം വായിക്കണോ? എല്ലാം വായിപ്പിച്ചല്ല. നിങ്ങൾ എന്തെങ്കിലും മൂടി വെച്ചത്? ഗർഭം മൂടിക്കണ പോലെ പറയാൻ ഒരു പേടി. എന്തേ വായിക്കാത്തത്? നിങ്ങൾ വായിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട്. അതുകൊണ്ട് മുസ്ലിയാരെ, ഇത് ശുദ്ധമായ ബിദ്അത്താണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കുണ്ട്. അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് അമ്പിയായിലെ ഔലിയാക്കന്മാരെ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന വരികൾ അതിലുണ്ട്, കള്ളക്കഥകൾ അതിലുണ്ട്, കെട്ടുകഥകൾ അതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നബി പ്രകാശം ചോദിച്ചത് ഫതാവ ഹദീസിയ പറഞ്ഞ ഫതാവ ഹദീസിയ പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? ഞങ്ങൾ ചോദിച്ചെന്താ? അമ്പിയാക്കന്മാർ സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ്. സ്വർഗം സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ്. അർശും കുർസിയും സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ് എന്ന് എവിടെ ഉണ്ടെന്ന് ചോദിച്ചത്. അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഫതാവ ഹദീസിയ ഹദീസ് ഉണ്ടാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഹൈത്തമി പറഞ്ഞു പരികൊണ്ടേക്കൂടി വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആയത്ത് ഹദീസ് പറയും. ഹൈത്തമി പറഞ്ഞു വലിയ കാര്യം. എന്താണ് ഹൈത്തമി? സയ്യിദി മഖ്ദൂമിന്റെ ഉസ്താദ് ഹൈത്തമി എന്നത് അല്ല, സ്വഹാബി താബിയൊന്നുമല്ല. അതുകൊണ്ട് ആയത്തുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടിരുന്നത്? ഹദീസല്ലേ പറയേണ്ടത്? സനദല്ലേ വായിക്കേണ്ടത്? ഇപ്പൊ സനദ് വേണം, സനദ് വേണം. എന്തിന്? തർക്കമില്ലാന്ന് എഴുതി തർക്കണ്ട് സനദ് വേണം. എന്താ പത്? വല്ലാത്ത കടയിൽ പോയി. അതുകൊണ്ട് മുസ്ലിയാരെ സാധാരണക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ സാധാരണക്കാരെ കൊണ്ടിട്ട് അധികമൊന്നും മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്നു. എന്താ കാരണം? അപ്പോഴത്തേക്ക് നീർ ചൊല്ലുന്നു. ആ തൊഴിലാളികളെയും കൂട്ടി വന്നു. ഈ നാട്ടുകാരെ കൊണ്ടുവന്നില്ലല്ലോ. എന്തേ കാരണം? അത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ CD നാളെ കേൾക്കും, ഇത് പുറത്തിറങ്ങും, മനുഷ്യന്മാരെ കേൾക്കും എന്നെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിയാരെ, നിങ്ങൾ പറയാതെ പോയാൽ ഒരു പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റിയേക്കാം. സമൂഹം നിങ്ങളെ വിടില്ല. നബിദിനാഘോഷം സുന്നത്താണ് എന്ന് വിശ്വാസത്തിൽ നിങ്ങൾ പറഞ്ഞു. അത് പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞു. ആയത്തുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ പിടികൂടി ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞു. തഫ്സീർ ചോദിച്ചു. നിങ്ങൾ തഫ്സീർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആകെ വായിച്ച KM മൗലവി, EK മൗലവി, അൽ മുർഷിദ്, ഉമർ മൗലവി, അത് തന്നെയും പകുതി കട്ടിട്ടാണ് വായിച്ചത്. ബാക്കി ഒന്ന് വായിച്ചു. നമ്മൾ ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ ഞങ്ങൾ വായിക്കും. അൽ മുർഷിദ് ഞങ്ങൾ കുറച്ച് വായിക്കാനുണ്ട്. ഇവിടുന്ന് നിങ്ങളെ മുമ്പ് വായിക്കാൻ കുറച്ച് കാലം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ വായിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ നിങ്ങൾ ഏതൊക്കെ കൊണ്ടെന്നോ അതൊക്കെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ബാക്കി വായിച്ച് സമുദായത്തെ ബോധ്യപ്പെടുത്തും. പക്ഷേ നബിദിനാഘോഷം തെളിയിക്കാൻ മുസ്ലിം കഴിയില്ല. വിശാലത്തിനും കഴിഞ്ഞിട്ടില്ല, മറുപടിയും കഴിഞ്ഞിട്ടില്ല, ഈ ചോദ്യത്തിന് ഏതായാലും കഴിയില്ല. അതുകൊണ്ട് ഈ സമൂഹം തിരിച്ചറിയട്ടെ, അങ്ങനെ ആഘോഷമില്ല. അത് ജൂതന്റേതാണ്, അത് ഷിയാക്കളുടേതാണ്, അത് സൂഫികളുടേതാണ്. ജൂതന്മാർ തുടങ്ങി വെച്ചു. അതിൽ നിന്ന് പാതവയാക്കിക്കൊണ്ട് ഷിയാക്കളെ ഏറ്റെടുത്തു. 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിൽ നിന്ന് മുല്ല ഉമർ എന്ന സൂഫി വര്യൻ ഏറ്റെടുത്തു. ആ മുല്ല ഉമറിൽ നിന്നാണ് പിന്നീട് മുളഫർ രാജാവ് അത് മാതവയായി സ്വീകരിച്ചത്. അല്ലാതെ നബിയിൽ നിന്നല്ല, സഹാബത്തിൽ നിന്നല്ല, താബികളിൽ നിന്നല്ല. ഉബൈദിയാക്കൾ എന്ന ഷിയാക്കളിലെ ഉഗ്രവാദി തീവ്രവാദികളായ ഉബൈദിയാക്കള്, ഫാത്തിമിയാക്കള്, അവരുടെ ഏർപ്പാട് കൊണ്ടുവന്നത് ആ ഷിയാക്കളെ സുന്നത്താണോ കൂട്ടരെ ഖുർആൻ സ്ഥാപിക്കുന്നത്? എവിടെ ചോദ്യത്തിന് മറുപടി? ഇതാ കമ്പിലടക്കം കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്ത ലഘുലേഖയിൽ പറയുന്നു, റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ ജന്മദിനത്തിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വഫാത്ത് 12-നാണ് എന്നതിൽ തർക്കമില്ല. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തർക്കമുണ്ട്. ഫൈസൽ മുജാഹിദിന്റെ ബുക്കിന് മറുപടി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫൈസലിനോട് പറയാൻ, ഈ വിതരണം ചെയ്ത ലഘുലേഖ വിതരണം ചെയ്ത മുജാഹിദുകളാകുന്ന കേരളത്തിലെ നിങ്ങളുടെ ദേവാവിങ്ങിന്റെ പ്രവർത്തകരോട് പറ, ഇതിന് മേലിൽ വിതരണം ചെയ്യരുതെന്ന്. ചുരുട്ടി അറിയുന്നു ഞങ്ങള്. രണ്ടാമത് വലിയൊരു ലഘുലേഖയിൽ വീണ്ടും പറയുന്നു, എന്നാൽ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഫൈസൽ ഇവിടുന്ന് പറയുന്നു തർക്കമുണ്ട്. ഞങ്ങൾ വലിച്ചറിയുകയാണ്. മൂന്നാമത് ഇതാ കണ്ടോളൂ, നിങ്ങളെ ചങ്ങലേരിക്കാരൻ എഴുതിയ പുസ്തകം, ഈ പുസ്തകത്തിൽ പറയുന്നു റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫൈസൽ പറയുന്നു മുജാഹിദിന് മറുപടി. നിങ്ങൾ വേദി മാറിയിരിക്കല ഗുണം. ഇനി പിന്നെ നമ്മുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വേറെ എന്തൊക്കെയോ പറയുകയാണ്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പറ്റിയ പണിയാണ്. ഇനി ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങളുടെ വാദത്തിന് വിശുദ്ധ ഖുർആനിലെ ഒരു തെളിവുദ്ധരിക്കാൻ സാധിക്കുമോ? ചോദ്യമാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഏതായത്തോതിയത് അദ്ദേഹം പറയാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവസാനം കേട്ടോക്കൂ.
പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദ് ആയാൽ പോലും ഫൈസൽ മൗലവി നിങ്ങൾ പദ്യയുടെ പാടണ്ട, അതൊന്നും ഇല്ലെങ്കിൽ പോലും മൗലിദ് ആണെങ്കിൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. നിങ്ങൾ കുറെ പദ്യങ്ങൾ പാടിയിട്ട് ശിർക്കാണെന്ന് പറയണ്ട. പദ്യങ്ങളില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഗീതങ്ങളില്ലെങ്കിൽ പോലും മൗലിദ് ആഘോഷം തന്നെ ശിർക്കാണെന്നാണ് ഉമർ മൗലവി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പദ്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതില്ലാത്ത മൗലിദും ശിർക്കാണെന്ന് പറഞ്ഞാൽ തെളിവോന്നു നിങ്ങൾ. അതെന്താ ഞങ്ങൾ ചോദിക്കാൻ കാരണം എന്നറിയോ? കമ്പിലുള്ള വ്യവസ്ഥ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ വാദം നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന വാദം മുജാഹിദ് വാദം തെറ്റാണെന്നാണ്. മുജാഹിദിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ശിർക്കാണെന്ന് വാദമുണ്ടെങ്കിൽ എഴുതൂ. കമ്പിൽ ഒരൊറ്റ കുട്ടിയും നിങ്ങൾ അയച്ച 4 കുട്ടികൾ എഴുതാൻ തയ്യാറായില്ല. അവർക്ക് പേടിയാണ് മുജാഹിദിന് ഈ വാദമുണ്ടോ എന്നറിയാൻ. നിങ്ങളെ അവർ പേടിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഗടവണ്ണപ്പാറയിൽ ഞങ്ങൾ മണിക്കൂറുകളോളം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മറുവാദം എഴുതിയത് റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം തന്നെ ശിർക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിദഅത്തുള്ളൂ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ നിലപാടറിയാൻ. നിങ്ങൾ ഇവിടെ ശിർക്കുണ്ട് എന്നും വ്യവസ്ഥയിൽ വന്നപ്പോൾ ശിർക്കുണ്ട് എന്ന് എഴുതാൻ പേടിക്കുകയും എടവണ്ണപ്പാറയിൽ ശിർക്കുണ്ട് എന്ന് എഴുതാൻ പേടിച്ച് 2.5 മണിക്കൂർ ഞങ്ങളുടെ മുമ്പിൽ ചപ്പരച്ചിട്ട് ചോറ് തിന്നാൻ പോയി മുങ്ങിക്കിടന്ന പൈസ ഞങ്ങൾ ചോദിക്കുകയാണ്, നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച് ഒരായത്തൂടെ മുജാഹിദിന്റെ നിലപാട് മുജാഹിദ് അറിയട്ടെ, വ്യവസ്ഥയിലാൻ വരുന്ന കുട്ടികൾ അറിയട്ടെ. ഖുർആനിൽ ഒരായത്തോതു നബിദിനാഘോഷം ശിർക്കാണ്. നിങ്ങൾ ഉള്ളിലെ പദ്യഗദ്യങ്ങളിലേക്ക് വരേണ്ടതില്ല. കാരണം ഉമർ മൗലവി നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി പറയാം, നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മൗലിദിനുണ്ട്. ഇല്ലെങ്കിൽ പോലും പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. എത്ര വ്യക്തമാണ്? ഇതിന് ഖുർആനിൽ ഒരായത്തോതു. ഈ നിലപാട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തുകൊണ്ട് വ്യവസ്ഥയിൽ മുജാഹിദിന്റെ വാദം ശിർക്കാണ് എന്നത് തെറ്റാണെന്ന് ഞങ്ങൾ വാദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് നിങ്ങൾ പറയാതിരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ എഴുതേണ്ടി വന്നത്? ഇടവണ്ണപ്പാറയിൽ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മുങ്ങിയത്. ഫൈസൽ മൗലവി അല്ലാഹനെ പഠിക്കണം. നിങ്ങൾ അല്ലാഹനെ പഠിക്കണം. നിങ്ങൾ അല്ലാഹനെ പഠിക്കണം. പരിശുദ്ധ ദീനുകൊണ്ടായിരിക്കുന്നത്. ഇടവണ്ണപ്പാറയിൽ ഞങ്ങളോട് മണിക്കൂറുകളോളം ഈ മനുഷ്യൻ വാദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഞങ്ങൾ പറഞ്ഞു തെളിയിക്കും, ഞങ്ങൾ സംവാദത്തിൽ തെളിയിക്കും. ചോറുന്ന പോയി നിങ്ങൾ ഇതിനെ കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇതാ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. സമാധാനം അല്ലാതെ പഠിക്കാനാ പറഞ്ഞു, മൊയ്തീൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് മനസ്സിലായ ആവശ്യമില്ല, അതൊക്കെ വിട്ടു. പിന്നെ ഞാൻ കുറച്ച് പാട്ടുകൾ മൂപ്പർക്ക് പൂതി പാട്ടുകാരാണ്. ഇപ്പൊ പാടി വെക്കില്ല, കുഴപ്പമില്ല, പാടിക്കോട്ടെ. കുറച്ചുകൂടി പാടുമ്പോൾ ശരിയാവും. പക്ഷെ മാല പാടാൻ ധൈര്യമില്ല. എന്നാ ഞാൻ പാടിയ പാട്ട് പാടിയിട്ട് ഗണ്ണിക്കണ്ട് അത് അങ്ങനെയല്ല എങ്ങനെയാണ് അത് ധൈര്യമില്ല. മൂപ്പര് ഞാൻ പാട്ട് പാടിച്ചിട്ടുണ്ടാ അത് പാടിക്കോളി പരി പോയി പാടിക്കോളി, കുഴപ്പമില്ല. അപ്പൊ വിഷയം അതല്ല മുസ്ലിയാരെ. ഇനിയിപ്പോ ഈ നോട്ടീസ് എടുക്കണോ എന്റെ വാക്കെടുക്കണോ? നിങ്ങൾ തൽക്കാലം രണ്ടും എടുക്കണ്ട. നബിദിനാഘോഷം സുന്നത്ത് തെളിയിക്ക്, അത് തെളിയിക്ക്. നബിദിനാഘോഷം സുന്നത്താണ്, അതിനായത്തുണ്ട്. നിങ്ങളോട് ആയത്ത് ശരിയാണ്, അത് തെളിയിക്ക്. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഉറച്ചെടുക്കുന്നു. സ്വാഭാവികം ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഉമർ മൗലവി എഴുതിയും അങ്ങനെ തന്നെയാണ്. ഇസ്ലാഹിൽ വന്നതും അങ്ങനെ തന്നെയാണ്. അൽ മുർഷിദ് വന്നതും അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടെടുക്കുന്ന ആഘോഷമല്ലോ ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ, ഒരു സംശയമില്ല. എന്റെ വ്യവസ്ഥ ഇപ്പൊ സുന്നത്ത് എഴുതാൻ പേടികൾക്ക്. ഈ മനുഷ്യന്മാരെ എത്ര വർഷം ചോദിച്ചു സുന്നത്തിന് എഴുതാൻ പറ്റൂല, എന്നാ ഇസ്ലാമികൾ എഴുതാൻ പറ്റൂല. അത് എഴുതിയല്ലോ. സുന്നത്താണോ എഴുതണ്ടായില്ല, ഇസ്ലാമിയാണോ എഴുതണ്ടായില്ല. പിന്നെ എഴുതിയെന്താ? നബിദിനാഘോഷം ശിർക്കല്ല, അല്ല ചൊറുക്കുള്ളവാണ്. നബിദിനാഘോഷം ശിർക്കല്ല. നിങ്ങൾക്ക് വാദമൊന്നുമില്ല ഇത് അത് സുന്നത്താണെന്നോ അല്ലെങ്കിൽ വാജിബാണെന്നോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ഹുക്കം നിങ്ങൾക്കില്ല. ശിർക്കല്ല. പക്ഷെ ബാനർ വന്നപ്പോഴോ ഇസ്ലാമികമോ അനിസ്ലാമികമോ. അപ്പൊ മൂലമാരെ കുടുങ്ങി. ഇതെന്നെ പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിയാരെ എന്തിനാ ഈ ഒച്ചപ്പാടുമ്പോഴൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ തീരുമാനിച്ച കുറച്ച് ഒച്ച ഉണ്ടാക്കുക മറ്റു പ്രശ്നമാണ്. ആളുകൾ വിചാരിക്കും എന്തോ ഒരു കുറവുണ്ട്, അത് വിചാരിച്ചു കഴിഞ്ഞു. അവിടെ ഇനി ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ സമയം കഴിഞ്ഞു. മുസ്ലിയാർ നിങ്ങൾ തെളിവുണ്ടെങ്കിൽ പറയും, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഷാഫി സ്വലാഹിദിനും കുഴപ്പമില്ല, ഉമർ മൗലവിയിലും കുഴപ്പമില്ല, ഇസ്ലാമിലും കുഴപ്പമില്ല, അൽ മുർഷിദിലും കുഴപ്പമില്ല. അൽ മുർഷിദ് എന്താ പറഞ്ഞത്? അൽ മുർഷിദ് പറയാ, എന്നാൽ റബീഉൽ മാസത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചുവെന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. റബീഉൽ അവ്വൽ മാസം വന്നാൽ വീടുതോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചരിത്രം അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്ക് അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ
നബിയുടെ ശരിയായ ജീവചരിത്രം അതിലില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസമുണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയുള്ള മൗലിദ് കേട്ടോ, അറബി ഭാഷയുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്ത് നിന്ന് ചൊല്ലി പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്. മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല. ചൊല്ലിക്കുന്ന സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാണ് ഇങ്ങനെയാണോ, ഇതുകൊണ്ടാണോ നബിയുടെ ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? അല്ല, പിന്നെങ്ങനെ? നബിയെ പിൻപറ്റിക്കൊണ്ടാണ് ആ നബിയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ മുർഷിദുള്ളത് എന്താ മുസ്ലിങ്ങൾ വിചാരിച്ചത്? ഇനി അടുത്ത മുർഷിദ് എടുക്കണോ? ഒക്കെ വായിപ്പിച്ചതാ. അപ്പൊ ഏതായാലും നീ വഫാത്ത് തർക്കണ്ടതാണോ? നബാത്തി നിർത്തിക്കാളി. നബാത്തി എന്താ പറഞ്ഞത്? ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബിയുടെ അവധി അവസാനിച്ചത് എന്ന് നബാത്തിയിലുണ്ട്. നിങ്ങൾ ഇപ്രാവശ്യം റബീഉൽ അവ്വലിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വെള്ളിയാഴ്ച മിമ്പറുമെന്ന് ഓതിയ ഖുത്ബയല്ലേ, ആ ഖുത്ബ നിങ്ങളാണ് പറഞ്ഞത് ഈ മാസത്തിലാണ് ജനിച്ചത്, ഈ മാസത്തിലാണ് വഫാത്തായത്. ഞാൻ തർക്കണ്ട് എന്നാണ് ഇക്കോട്ട് തർക്കണ്ട്. ആരാ പഞ്ചാബ് വന്ന്? അതുകൊണ്ട് നബിദിനാഘോഷം തെളിയുമോ? നബിദിനാഘോഷമല്ലേ തെളിയേണ്ടത്? അത് തെളിവല്ലേ പറയേണ്ടത്? അതാ ഞങ്ങൾ പറഞ്ഞത് ഇത് ബിദ്അത്ത് തന്നെയാണ്, ഇത് ജൂതന്റെ ആചാരമാണ്, ഇത് ശിയാക്കളുടെ ആചാരമാണ്. ആ ശിയാക്കളിൽ നിന്ന് സൂഫിയായ മുല്ല ഉമർ ഏറ്റെടുത്തതാണ്. ആ മുല്ല ഉമറിൽ നിന്ന് മുനഫർ രാജാവ് കൊണ്ടുവന്നതാണ്. മലിക്കുൽ മുനഫർ ധീരനായ ഒരു രാജന ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മാസം റബീഉൽ അവ്വൽ എന്താഘോഷമ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. ആരാ പറഞ്ഞത്? മൗലിദ് കഴിക്കണം എന്ന് പറഞ്ഞ തഴവ, കഴിച്ചാ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ തഴവ, നിങ്ങളെ സ്വന്തം തഴവ. അദ്ദേഹം പോലും പറഞ്ഞു മുനഫർ ഉണ്ടാക്കിയതാണ്. അതല്ല ഇതിലാസല് ഷിയാക്കൾ കൊണ്ടുവന്നത്, ജൂതനിൽ നിന്ന് കടമെടുത്തത്. അതാ നബി തങ്ങൾ പഠിപ്പിച്ചത് ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഅ്. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജൂതന്റെ വഴിയെ ക്രൈസ്തവന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകുമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞില്ല, യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്ത് ഹാപ്പി ക്രിസ്മസ്, ഇവിടെ ഹാപ്പി മീലാദ്. അവിടെ ക്രിസ്ത്യൻ പള്ളി അലങ്കരിക്കുന്നു, ഇവിടെ സമസ്ത പള്ളി അലങ്കരിക്കുന്നു. അവിടെ കേക്ക് മുറിക്കുന്നു, ഇവിടെ കേക്ക് മുറിക്കുന്നു. അവിടെ ഉണ്ണിയേശു, ഇവിടെ ഉണ്ണി മുഹമ്മദ്. ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായി. എന്തൊരു ബേജാറ്, കേക്ക് മുറിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റോ? പറയാൻ കഴിയുമെങ്കിൽ എത്ര സ്ഥലത്ത് അങ്ങനെ കൂടി 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 വരികയാണ്. പുൽക്കൂടടക്കമുണ്ടായി. ഇതൊക്കെ എവിടുന്നാണ്ടായി ഇർഫാനി? ഈ സമൂഹത്തോട് ആത്മാർത്ഥമായി പറഞ്ഞോടത്തോടെ സഹോദര, ഇത് ആവശ്യമില്ല, ഇത് ശരിയല്ല, ദീനല്ല, ഇതൊക്കെ പിൽക്കായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. ഈ സമൂഹം നിങ്ങളെ വിശ്വസിച്ച ഒപ്പം കൂടി നിങ്ങളെ വേഷം കണ്ടിട്ട് നിങ്ങൾ കിതാബിൽ പഠിച്ചത് വിശ്വസിച്ചിട്ട് ആളുകൾ പിന്നാലെ കൂടിയതാ. പക്ഷേ ആ ആളുകളെ നിങ്ങൾ വഞ്ചിക്കുന്നത്, അവരെയാണ് പറ്റിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശൈലി ശരിയല്ല. ഉള്ളത് പോലെ പറയുക. ഞങ്ങൾ എത്ര പ്രാവശ്യമൊക്കെ ചോദിച്ചു, ഈ ആയത്തിന് ഏത് മുഫസ്സിറാ പറഞ്ഞത്? പറഞ്ഞില്ലല്ലോ. 4 ഖലീഫമാരുടെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ച കളവുകൾ ഞങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞെന്താ? അത് തെളിയിലിന് വേണ്ടി പറഞ്ഞതാണ്, ശക്തിപ്പെടുത്താൻ പറഞ്ഞതാണ്. ശക്തിപ്പെടുത്താൻ കളവ് പറയാമോ എന്ന് ഞാൻ ചോദിച്ചു. കളവെല്ലാം സ്ഥാപിക്കണ്ടേ? ഈ ആയത്തിനുണ്ട് പറഞ്ഞത്. ഈ ആയത്തിനായിട്ട് കാര്യമില്ല. 2 ചോദ്യമാണ് ചോദിച്ചത്. റബീഉൽ അവ്വൽ 12 ഖിലാഫില്ലാന്ന് എഴുതിയതിനെ പറ്റി ലഘുലേഖ ചുരുട്ടി എറിഞ്ഞാണെങ്കിലും ആ പ്രവർത്തകരെ മാനം രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? ഒന്നും പറഞ്ഞില്ലല്ലോ. 2 അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണെങ്കിൽ ഇല്ല എന്ന് എന്തിനാ എഴുതി? തെറ്റായി പോയിന്ന് പറ, കുമ്പസരിക്ക് തോപത്. 2 നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന് മുജാഹിദ് വാദം തെറ്റാണെന്ന് കമ്പിലെ പ്രവർത്തകർ മുജാഹിദുകളോട് വാദം എഴുതുമ്പോൾ ശിർക്കാണെന്ന് വാദം നിങ്ങൾ എഴുതാൻ പേടിപ്പിച്ച ഘടകം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ശിർക്കാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടൊരു ആയത്തോത് ഓതിയോ? ആയത്ത് ഏതായത്ത് ഓതിയത്? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, ഇതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്. മൗലവി ഇങ്ങനെ പഠിച്ചത് അരക്കാണ് വന്നിട്ട്, അരക്കാണ്. 2 ചോദ്യം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്, മറുപടി തൊട്ടിട്ടില്ല. ആയത്തോതി നിങ്ങൾ തൊട്ടിട്ടില്ല. ഇനിയിപ്പോ ഉമർ മൗലവിന്റെ നേരത്തെ ചോദ്യത്തിന് ഇപ്പൊ മറുപടി, ഇപ്പൊ ഉറങ്ങണിച്ചിട്ട് ഉമർ കൂർക്കം വലിക്കണത്. ഉമർ മൗലവി അതിൽ പലതും എഴുതിയിട്ടുണ്ട്. എന്നാ റസൂലുള്ളാഹിനെ പിൻപറ്റണം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയത് കൊണ്ട് ഈ എഴുതിയില്ലാണ്ടാകുമോ? അത് ഉമർ മൗലവിന്റെ വൈരുദ്ധ്യം. ഉമർ മൗലവി ഞാൻ വായിച്ചുതരാം. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. സോറി, കെ മൗലവിയും സോറി. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിയെ പിൻപറ്റണമെന്ന് അപ്പറേതുകൊണ്ട് അതിനെതിരാവില്ലല്ലോ, അതവിടെ കിടക്കുകയാണ്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞു പോയി. ഇനി 3ാമത്തെ ചോദ്യം കേട്ടോളൂ നിങ്ങൾ.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബിയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും വിദഗ്ധാകുന്ന ഒന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ വാദത്തുനിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വാദത്തുനിന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്നത് വിദഗ്ധാന്ന് പറയുമ്പോൾ റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ റബീഉൽ അവ്വലിലും റബീഉൽ ആഖിർ മാസങ്ങളിലും മറ്റു മാസങ്ങളിലൊക്കെ നബിദിനാഘോഷം നടത്തുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ അതിന് തെളിവായി ഓതി ഫതാവൽ കുബ്രയിലെ തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് ചൊല്ലുന്നതിനെ പറ്റി ഇബ്നു ഹജറിനോട് ചോദിച്ചൊരു ചോദ്യവും മറുപടിയും നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ മറുപടി എന്താണ്? തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് കരുതിയാൽ വിദഗ്ധാണ്, അല്ലെങ്കിൽ വിദഗ്ധല്ല, അല്ലെങ്കിൽ അത് സുന്നത്താണെന്നാണ് ഇബാറത്ത് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചേർത്ത് കൊടുത്ത തെളിവിൽ നിന്നും വാദത്തിൽ ഏതിൽ നിന്നും വ്യക്തമാകുന്നത് റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടൽ വിദഗ്ധല്ല എന്നാണ്. വിദഗ്ധല്ലെങ്കിൽ അത് സുന്നത്താണോ? കെ മൗലവിയും ഇ കെ മൗലവിയും നിങ്ങളുടെ മൗലവി കുഞ്ഞിക്കുട്ടി മൗലവി ഒക്കെ പറഞ്ഞതുപോലെ അത് നടമാടാൻ അതിവിടെ നടത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? അതിന്റെ വിധി എന്താണ്? നിങ്ങൾ വാദത്തിന്റെ മർമ്മത്തുന്ന ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ വാദം എഴുതിയപ്പോ എന്ത് കണ്ടിട്ടാ എഴുതിയതിന് മറുപടി പറയാൻ നിങ്ങൾ അരച്ചാ പറ്റൂല. നിങ്ങൾ സ്ഥിരം സ്വഭാവമാണ്. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് ചപ്പരക്കൽ ഫൈസൽ മൗലവിയുടെ സ്ഥിരം സ്വഭാവമാണ്. നിങ്ങൾ നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ വാദം എഴുതാൻ ഭയപ്പെട്ടു. കമ്പനിയിലുള്ള പ്രവർത്തകർ മണിക്കൂറുകളോളം മദ്രസയിൽ വെച്ച് നിങ്ങളെ എഴുതിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംവാദം നടക്കട്ടെ എന്ന നിലക്ക് നിങ്ങൾ കൊണ്ടുവന്ന വാദം, നിങ്ങൾ അരച്ചെഴുതി കൊണ്ടുവന്ന വാദം എഴുതിയിട്ട് സംവാദം നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രത്യേകത കൽപ്പിക്കാതെ അത് നടത്തുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ ഉദ്ധരിച്ച ഫതാവൽ കുബ്രയുടെ തെളിവിൽ നിന്ന് മനസ്സിലാകുന്നത് തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് പ്രത്യേക സുന്നത്തിൽ എന്ന് കരുതി നടത്തിയാൽ അത് സുന്നത്താണെന്നാണ്. പ്രത്യേക സുന്നത്തില്ല എന്ന് കരുതിയാൽ അത് സുന്നത്താണ്, പൊതുവായ സുന്നത്തിൽ പെടുന്നതാണ്. അതിൽ നബിദിനാഘോഷം പെടുമോ? റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാണ് അതവിടെ പ്രത്യേകമാണെന്ന് നിയ്യത്തില്ലാതെ, അത് പ്രത്യേക സുന്നതമാണെന്ന് കരുതാതെ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നബിദിനാഘോഷത്തിന്റെ വിധി എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമാക്കുന്ന നിലപാട്. അപ്പൊ ഏതായാലും പ്രത്യേകത ഉണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. അത് ഉറപ്പായി. അപ്പൊ ചോദ്യം, പ്രത്യേകത കൽപ്പിക്കാതെ ആഘോഷിച്ചാലോ? മുസ്ലിയാരെ ആഘോഷിക്കുമ്പോൾ പ്രത്യേകതയില്ലേ? ആഘോഷിക്കുമ്പോൾ പ്രത്യേകതയില്ലേ? ഇനി കൽപ്പിക്കാൻ ആവശ്യമുണ്ടോ? എന്താ പതി ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്ന പോലെ? അല്ലാതെ എന്താ ഒക്കെ ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാതെ ഇലാഹായില്ലേ എന്ന് പറഞ്ഞ പോലെ പ്രത്യേകത കൽപ്പിക്കാതെ ആഘോഷിച്ചാലോ? ആഘോഷിക്കുമ്പോൾ പ്രത്യേക കൽപ്പിച്ചു, അല്ലെങ്കിൽ ആഘോഷിക്കോ? അല്ലെങ്കിൽ ആഘോഷിക്കോ? എന്താ മുസ്ലിയാരെ നിങ്ങൾ മലയാളം വായിച്ച? ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം മനസ്സിലാക്കാതെ നിങ്ങൾ പണ്ട് ആരെയും ഒഴിവാക്കി, അതാ പ്രശ്നം വന്നത്. അതാ ഞങ്ങൾ പറഞ്ഞത് അന്ന് ആഘോഷിക്കുമ്പോ തന്നെ പ്രത്യേകതയായി. അതല്ലേ നിങ്ങൾ സ്ത്രീകൾ എഴുതി വെച്ചത് പുണ്യറബീഇന് സ്വാഗതം, പുണ്യറബീഇന് സ്വാഗതം. എന്റെയൊക്കെ ഔങ്ങിയോ ഒക്കെ പോയോ? ഇപ്പൊ എഴുത്തുകഥൊന്നുമില്ലേ? എഴുത്തുകഥനേക്കാൾ പുണ്യനാഴ്ച പറഞ്ഞില്ലേ? അതേപോലെ രണ്ടാഘോഷം കഴിഞ്ഞാൽ മൂന്നാമത്തെ ആഘോഷം അത് പറഞ്ഞില്ലേ? ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും പുണ്യം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ചോദിക്കാതില്ലെങ്കിലോ ഇല്ല, ആദ്യം തുറന്നു പറയും. ഇല്ല, തുറന്നു പറയും. മനുഷ്യന്മാർ പറഞ്ഞു കൂട്ടർ അതൊക്കെ ഞങ്ങൾ എഴുതി കളവാണ്. ഒരുപാട് കളവ് പറഞ്ഞ കൂട്ടത്തിൽ ഇതും കളവ് പറഞ്ഞു പോയി. മൊത്തമാണ് ഹോൾസെയിൽ പിൻവലിച്ചാല് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുക. അതാ വേണ്ടത്. നിങ്ങൾ സമൂഹത്തിൽ പറയും ഒരു പ്രത്യേകതയില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? അന്ന് ആഘോഷിക്കുന്നത് മാത്രമല്ല, അന്ന് ആഘോഷിക്കാത്തതിന്റെ പേരിലല്ലേ വഹാബികൾ ആക്ഷേപിക്കുന്നത്? വഹാബികൾ ആക്ഷേപിക്കുന്നില്ല, മുബത്തദിയാണ്, പുത്തൻവാദിയാണ്, നബിയെ സ്നേഹിക്കാത്തവനാണ് എന്തെല്ലാം പറയുന്നു. ഇതെന്തിനാ ആഘോഷിക്കാത്തത്? ഇപ്പൊ ചോദിക്കാൻ പ്രത്യേകത ഇല്ലെങ്കിലോ? അത് പണ്ട് സംഗതി മുസ്ലിയാർ വയലന്നു, അള്ളാഹുവിനെ ധിക്കരിച്ച് നിങ്ങൾ പാപങ്ങൾ ചെയ്യരുത്. അപ്പൊ മുസ്ലിയാർ മനസ്സിലാക്കി, അപ്പൊ ധിക്കരിക്കാതെ പാപം ചെയ്യാം, അള്ളാഹുവിനെ ധിക്കരിക്കാതെ പാപം ചെയ്യാം. അപ്പൊ അല്ലാത്ത വേണമെന്നൊക്കെ ഇത് ഇർഫാനിക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കൂടെ ആലോചിച്ചുണ്ടാക്കിയ ചോദ്യം അല്ലാതെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം MP ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പറയും അത് ചോദിക്കണ്ടെന്ന് പറയും. എന്താ പറയൊക്കെ പ്രത്യേകത കൽപ്പിക്കുക? അപ്പൊ ഈ പ്രത്യേക എന്തേ കാട്ടികള് ഇതൊക്കെ പിൻവലിച്ചോ? എല്ലാം ഒഴിവായോ? അപ്പൊ നീ യൂണിസെഫ് എന്താ ചെയ്യാ? യൂണിസെഫ് എന്താ ചെയ്യാ? നേരത്തെ ആയത്തോന്നി ഇപ്പൊ പറയാ പ്രത്യേകത കൽപ്പിക്കാതെ എന്താ വിധി? അപ്പൊ ഈ ആയത്ത് പിൻവലിക്കേ, ആയത്ത് പിൻവലിക്കേ, അതോ നിങ്ങൾ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനാണ് ഇപ്പൊ തെളിയേ? ഏതാ ഉണ്ടായത്? ഏതാ സംഭവിച്ചത്? അതുകൊണ്ട് മുസ്ലിം ആ പൂജ അവിടെ നോട്ടെ. ആദ്യം 100 കൊല്ലം സമസ്ത ഈ നാട്ടിൽ പ്രചരിപ്പിച്ച ഈ ഖുറാഫാത്തും ഈ ശിർക്കും ഈ ബിദ്അത്തും സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ട് സമസ്ത പിരിച്ചിട്ട് വരി. അപ്പൊ നോക്കിയ ബാക്കി അല്ല ഇവിടെ നിന്ന് ചോദിക്കുക പ്രത്യേകത കൽപ്പിക്കാതെ അതൊന്നും നടക്കൂല മുസ്ലിയാരെ. മാത്രമല്ല അങ്ങനെ പ്രത്യേകത കൽപ്പിക്കുന്നുണ്ട്. ആ കൽപ്പിക്കുമ്പോഴാണ് ബിദ്അത്താകുന്നത്. ഞങ്ങളെ വക പറഞ്ഞതല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ തന്നെ അത് പഠിപ്പിച്ചു. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്താ പറഞ്ഞത്? തഖ്സീസ് നൽകുക, തഖ്സീസ് വലാ
ينبغي تخصيص العبادات بأوقات لم يخصصها بها الشرع. ശർഅ് പ്രത്യേകത കൽപ്പിക്കാത്ത സമയത്ത് ഒരു ഇബാദത്തിനും പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല എന്ന് അബൂ ഉസാമ റഹിമഹുല്ല ഇമാം നബിയുടെ ഉസ്താദ് എന്തെങ്കിലും സ്വീകരിക്കാത്തത് അതുകൊണ്ട് ഞങ്ങളെ വകയിലല്ല പ്രത്യേകത കൽപ്പിക്കുന്നു നിങ്ങൾ. റബീഉൽ അവ്വൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറയുന്നു 12നെ കുറിച്ച്. അതേപോലെ 3 ആഘോഷമാണ് എന്ന് പറഞ്ഞ മൂന്നാമത്തേത് ഈദ് മീലാദ് നബി എന്ന് എഴുതുന്നു. നിങ്ങളുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പോലും ഈ വിഷയത്തിൽ സമാനമായ ആശയം അൽ മുഅല്ലിം മാസികയിലൂടെ പ്രചരിപ്പിച്ചില്ലേ? ഇവിടെ വന്നത് ആ ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ കീഴിലാണല്ലോ. ഇപ്പ ചോദിക്കുക പ്രത്യേകത ഇല്ലെങ്കിലോ? പ്രത്യേകത ഇല്ലാതെ ആദ്യം തുറന്ന് സമ്മതിക്ക്, സമൂഹത്തോട് തുറന്ന് പറയും, എന്നിട്ട് വരി ജാമിഅ ഹിന്ദിലേക്ക്. അപ്പൊ പഠിപ്പിച്ചാൽ എന്താ വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിയാരെ നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ, ജൂതന്റെ ആചാരമാണ്, ഷിയാക്കളുടെ ആചാരമാണ്, മുല്ല ഉമർ സൂഫി ഏറ്റെടുത്ത ആചാരമാണ്, മുദഫർ രാജാവി എന്ന രാജാവിന്റെ ആചാരമാണ്. അത് അഹ്ലുസുന്നയുടേതല്ല, അത് സ്വഹാബത്തിന്റേതല്ല, താബിഈകളുടേതല്ല, തബഉ താബിഈകളുടേതല്ല, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് ആർക്കും പരിചയമുള്ളതല്ല. അത് ബിദ്അത്താണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ കൊണ്ടെടുക്കുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കുണ്ട്, കുഫറുണ്ട്, ബിദ്അത്തുണ്ട്, ഖുറാഫാത്തുണ്ട്, കള്ളക്കഥയുണ്ട്, കെട്ടുകഥയുണ്ട്, നബി ആക്ഷേപിക്കൽ പോലുമുണ്ട് എന്നതാണ് വസ്തുത. അതാ അൽ മുർഷിദ് പറഞ്ഞത്. ഞാൻ വായിക്കും അടുത്ത പ്രാവശ്യം അൽ മുർഷിദ്. ഒന്ന് നേരത്തെ വായിച്ചു, ഇനി രണ്ടാമത്തെ അൽ മുർഷിദ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതും KM വെറുതെ ഇനിയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഓലവേക്ക് കൂടി നിങ്ങളെ പിന്നീട് വിട്ടത്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കും. എന്താ അൽ മുർഷിദ് എന്നും എന്താ അൽ മുർഷിദ്. ഇനി കേരളത്തിലെ സ്റ്റേജും അൽ മുർഷിദ് പറയാൻ പാടില്ല, അൽ മുർഷിദ് പറയാൻ പാടില്ല. കുറച്ച് കാലമായി ഓല കൊണ്ടെടുക്കുന്നത് KM ആഘോഷിച്ചിട്ട് KM ആഘോഷിച്ചിട്ട് ഒക്കെ പഠിപ്പിച്ചതാ അറബി മലയാളത്തില. അതുകൊണ്ട് കൃത്യമായി വായിച്ചത് കേൾപ്പിച്ചതും എന്താ വസ്തുത. ഇനി കേരള മണ്ണിൽ നബിദിനാഘോഷം സുന്നത്താണെന്ന് പറഞ്ഞ് MT ദാരിമിയെ കാണുമോ? ഒരിക്കലും കാണാൻ പാടില്ല. കാരണം എന്താ? ആയത്ത് സ്വന്തം അർത്ഥമാണ് വെച്ചത്. അതേപോലെ ഖുലഫാഉ റാഷിദീനെ പേരിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയ്ക്ക് തെളിവ് ചോദിച്ചിട്ട് തെളിവിന് വേണ്ടി നമ്മൾ കളവ് ന്യായീകരിക്കുകയോ? അതുകൊണ്ട് മുസ്ലിയാരെ ഈ രീതി സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇനി ഈ മുസ്ലിം ഉമ്മത്തിന് കിട്ടില്ല നബിദിനം ആഘോഷിക്കാൻ. അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ പുതിയ പ്രവർത്തകന്മാർ. ഈ 2 മാസങ്ങൾക്ക് മുജാഹിദായി വന്നവര് ഈ കൂട്ടത്തിലുണ്ട്. എന്തേത്? നിങ്ങളെ കള്ളത്തരം പൊളിയുമ്പോഴാ, നിങ്ങളെ കള്ളക്കഥ പൊളിയുമ്പോഴാ, ഈ ഖുറാഫാത്ത് അത് ബോധ്യപ്പെടുമ്പോ ഈ വന്ന മിക്കവാറും ആളുകൾ സുന്നീന് പോകുന്ന മനുഷ്യന്മാരാ. എന്തേ കാരണം? നിങ്ങളെ ചൊർക്കണ്ട ആദ്യം കൂടി, പിന്നെ മനസ്സിലായി ചൊർക്കനുള്ളൂ വേറൊന്നുമില്ലാതെ അപ്പോൾ തിരിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പോലും ഞങ്ങൾക്കറിയാം കേരളം ഇൻഷാ അല്ലാഹ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ദഅവ പ്രവർത്തനം കൂടിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകും. ഞങ്ങൾക്കറിയാം 8 മുഖാമുഖങ്ങൾ ഈ റബീഉൽ മാസത്തിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തി. അവിടേക്ക് മുസ്ലിയാക്കന്മാർ വന്നു, അതിന്റെ മാറ്റങ്ങളും ഉണ്ടായി. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് മാറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മാറും. അതുകൊണ്ട് നിങ്ങൾ കൂടി മാറിയാൽ സമൂഹം പെട്ടെന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് മുജാഹിദ് ആകണമെന്നല്ല, ഈ ഏർപ്പാട് ബിദ്അത്താണ് സമൂഹത്തോട് പറഞ്ഞാൽ മതി. ഇത് ശരിയല്ല, ഇത് ബിദ്അത്താണ്, ഇത് ജൂതന്റേതാണ്, ഇത് ഷിയാക്കളുടേതാണ്, ഇത് സൂഫികളുടേതാണ്, ഇത് ഇസ്ലാമിന്റേതല്ല, നബിയുടേതല്ല, സ്വഹാബത്തിന്റേതല്ല, താബിഈകളുടേതല്ല, അഹ്ലുസുന്നയുടേതല്ല, ഷാഫി ഇമാമിന്റേതല്ല, അബൂ ഹനീഫ ഇമാമിന്റേതല്ല, ഇമാം മാലിക്കിന്റേതല്ല, ഇമാം അഹ്മദിന്റേതല്ല, ഇമാം ബുഖാരിയുടേതല്ല, മുഹ്യിദ്ദീൻ ശൈഖിന്റേതല്ല, റിഫായി ശൈഖിന്റേതല്ല, റഹിമഹുല്ലാഹ്. ഒരൊറ്റ ഇമാമും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചില്ലാന്നോ? ഇതാ നിങ്ങളുടെ KM പറയുകയാണ്. എന്താ പറയുന്നത്? ഇത് ജൂതന്റേതല്ല, ഇത് ജൂതന്റേതല്ല, റബീഉൽ മാസം ജൂതന്റേതല്ല, ഇത് ഷിയാക്കളുടേതല്ല, ഇത് മുസ്ലിംകളുടേതാണ്. KM പറയുന്നത്. KM പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂപ്പര് പരിപാടിയുടെ പരസ്യ അനൗൺസ്മെന്റിനാ വന്നത്. ഞങ്ങൾ അവിടെ പരിപാടി മുഖാമുഖ അനൗൺസ്മെന്റിനാ വന്നത്. മറുപടി പറയണം. ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയണം. സുന്നത്താണ് MT ദാരിമി പറയുമോ? ഞാനല്ല ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. നബിദിനാഘോഷം സുന്നത്താണ്, അത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളുടെ കോജാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നബിദിനാഘോഷം പുണ്യകർമ്മമാണ്, അത് റബീഉൽ അവ്വലിൽ പ്രത്യേകം ചെയ്യണം എന്ന് നിങ്ങളുടെ നേതാക്കൾ എഴുതിയിട്ടുണ്ട്. പോരാ, റബീഉൽ അവ്വലിൽ പ്രത്യേകം വേണം എന്ന് നിങ്ങളുടെ SS ചങ്ങലയിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ട്. അവരൊക്കെ കാഫിറാണോ, ഷിയയാണോ, ജൂതനാണോ? ഇത് മുസ്ലിമീങ്ങളുടെ ആചാരമാണ്, ഇത് പുണ്യകർമ്മമാണ്, ഇത് സുന്നത്താണെന്ന് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, MT ദാരിമി മാത്രമല്ല പറയുന്നത്, സലീം ഫൈസി മാത്രമല്ല പറയുന്നത്, ഇമാം ഇബ്നു അൽ-അസ്ഖലാനി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഉമർ മൗലവിയുടെ ആ പുസ്തകത്തിൽ നിരുപാധികം വരികൾക്കിടയിൽ ശിർക്കുണ്ടായത് കൊണ്ട് ശിർക്കാണെന്നല്ല പറഞ്ഞത്. മറിച്ച് ഈ വരികൾക്കിടയിൽ ശിർക്കില്ലെങ്കിൽ പോലും ശിർക്കാണ്. ഏത് ശിർക്കാണ്? നബിദിനാഘോഷം ശിർക്കാണ്, പുണ്യകർമ്മമാണെന്ന് സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെ രേഖപ്പെടുത്തി വിധിയെഴുതി ജനങ്ങളെ കൊണ്ട് ആഘോഷിപ്പിച്ച ഒരു ആഘോഷത്തെ ശിർക്കാണ് എന്ന് ഇവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അയാൾ ഇസ്ലാം മാസികയിൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിന് തൊട്ട് മുമ്പായിട്ട് ഈ വാദം ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ല. പിന്നെ പ്രത്യേകതയെ പറ്റി പ്രത്യേകത
ഇല്ലെങ്കിൽ അതിന്റെ ഹുക്കം എന്താ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? പ്രത്യേകത ഇല്ലെങ്കിൽ അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഫതാവൽ കുബ്രയുടെ ഇബാറത്താണ് നിങ്ങൾ ഉദ്ധരിച്ചത്. ഫതാവൽ കുബ്രയിൽ പറഞ്ഞ തറാവീഹിന്റെ ഇടയിലുള്ള സലാത്തുകൾ ചൊല്ലിയാൽ അത് പ്രത്യേകത കൽപ്പിച്ചിട്ടാണ് വിദഅത്താണ്, ഇല്ലെങ്കിൽ വിദഅത്തില്ല. അപ്പൊ നിങ്ങളുടെ വാദം എന്തായി? പ്രത്യേകത കൽപ്പിച്ചിട്ടാണ് വിദഅത്താണ്, അല്ലെങ്കിൽ വിദഅത്തില്ല. അപ്പൊ നബിദിനാഘോഷം പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ വിദഅത്തില്ല, സുന്നത്താണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? ഫതാവൽ കുബ്രയുടെ ഇബാറത്ത് വഴിയായി നിങ്ങളത് സമ്മതിച്ചില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് അഴകൊഴമ്പൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ചോദ്യത്തിന് ഒന്നും തന്നെ മറുപടി ലഭിച്ചില്ല. ഞങ്ങളുടെ ചോദ്യം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നുള്ളതിൽ മുഹമ്മദ് നബി പെട്ടിട്ടില്ല എന്ന് ഇത്രയും കാലം നിങ്ങൾ വാദിച്ചു. ഇപ്പോൾ പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ മുമ്പിൽ സമ്മതിച്ചു. ആ പെട്ട ആ ആഘോഷത്തിൽ, ആ സന്തോഷത്തിൽ ജന്മദിനാഘോഷം ഉൾപ്പെടുകയില്ല എന്ന് ഏതെങ്കിലും ഒരു മുഫസ്സിർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. വഫാത്തിന്റെ ദിവസത്തിൽ തർക്കമില്ല. അത് മറ്റേ ബർസഞ്ചി മൗലൂദിലും അതുപോലെ ഖുതുബന്റെ ഇടയിലും 12-നാണ് വഫാത്തായത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോരാ, തർക്കമില്ലാത്തതുകൊണ്ട് അന്ന് ദുഃഖിക്കുകയാണ് വേണ്ടത്, സന്തോഷിക്കുകയല്ല എന്ന് ജന്മദിനാഘോഷം നിരാകരിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ന്യായത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ തെളിവ് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞ നിങ്ങളുടെ സനദ് ഏതാണെന്ന് ഞങ്ങളെ ചോദ്യം കേട്ടോ. നിങ്ങളുടെ സനദ് ഏതാണ്? നിങ്ങൾ വലിയ സനദിന്റെ ആൾക്കാരല്ലേ? പറയണം നിങ്ങൾ. വഫാത്തിന്റെ വിഷയത്തിൽ തർക്കമില്ല എന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് സന്തോഷമല്ല ദുഃഖമാണ് വേണ്ടത് എന്ന് രേഖപ്പെടുത്തിയ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് കണ്ണീരൊലിപ്പിക്കുകയല്ലേ 12-ന് നിങ്ങൾ കാട്ടുന്നത്? എന്നിട്ട് അതിന് ഖുതുബന്റെ ഇടയിലുള്ള മാദമ എന്നുള്ള മാദിയ ഫീല് അന്ന് ആരാണ് കരയാത്തത് എന്ന് റസൂൽ വഫാത്തായ അന്ന് എന്താ കരയാത്തതാരാണ്? ഇവരർത്ഥം വെച്ചത് എന്താണ്? ആരാ കരയാതിരിക്കുന്നതാരാണ്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഗ്രാമർ പഠിക്കണം. അപ്പൊ ഞങ്ങൾ കരയാത്തപ്പെട്ടതല്ല, കണ്ണീര് പൊഴിക്കലാണ്. ഇപ്പൊ നിങ്ങളെ അർത്ഥം വെച്ചത് കരയാത്തത് കണ്ടി കരഞ്ഞോളി. ഇനി കരഞ്ഞോളി പഠിച്ചോടെ ഈ അവസ്ഥയിലായല്ലോ എന്ന് ആലോചിച്ച് ഈ കരഞ്ഞോളി മുസ്ലിയാക്കന്മാരെ. അപ്പൊ നബാത്ത് ഞാൻ ഇപ്പൊ വായിച്ചതല്ല, മുമ്പ് ബേജാറ് കണ്ടിട്ടില്ല. അതാ വായിച്ചത്. മറ്റു നേരത്തെ വായിച്ചതാ, അത് ഇപ്പഴാ കത്തുന്നത്. ഇത് ഇപ്പൊ വായിച്ച ഇതാണ്. ഇത്തരം മാസത്തിലാണ് കൂട്ടരെ നബി ഞങ്ങൾ വഫാത്തായത്. നിങ്ങൾ എല്ലാ സുന്നിപ്പണികളും ഇത്തിഫാഖായി ഓതിയപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇത് ശരിയായിക്കുന്നു. അപ്പൊ ഞങ്ങൾ എഴുതി. ഇപ്പൊ നിങ്ങൾ പറയാ പറ്റൂല. അപ്പൊ നിങ്ങൾ കുത്തുമീ പറയാ ഞങ്ങൾ നോട്ടീസ് പോലും വരാൻ പാടില്ലാന്നോ? അത് വല്ലാത്ത അധികാരാണല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്ക് ഇപ്പൊ ചോദ്യമില്ല. ഇപ്പൊ ചോദ്യമൊക്കെ കഴിഞ്ഞു. ആ 2 ചോദ്യം. പിന്നെ ഇപ്പൊ ചോദ്യമൊന്നുമില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ ഇടങ്ങാറാക്കണില്ല, അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഏതായാലും ഇനിയിപ്പുള്ള പ്രശ്നം എന്താ? ഞാൻ പറയും ഒക്കെ കട്ട വായിക്കണത് ഷാഫി സ്വലാഹി എഴുതിയത് എന്താ? റഹ്മത്ത് നബിയാണ് എന്ന് ദുർവ്യാഖ്യാനിച്ച് സമർപ്പിക്കുന്നു എന്നാണല്ലോ അവിടെ വായിച്ചത്. എന്റെ അപ്പുറം വായിക്കാനത് തൊട്ടടുത്ത പേജ് എന്തായോ? തൊട്ടടുത്ത പേജ് ഇതിന് വന്ന എല്ലാ പരിഭാഷയും കൊടുത്തു. സുന്നി പരിഭാഷ മുഴുവൻ എടുത്തു കൊടുത്തു. അവിടെ ഖുർആനാണ്, ഹിദായത്താണ്, ഇസ്ലാമാണ് എന്ന വിശദീകരണമാണ് ഉള്ളത്. അതൊക്കെ അദ്ദേഹം എടുത്തു കൊടുത്തു. എന്നിട്ട് അവസാനം അദ്ദേഹം പറയാ, ഈ പറയപ്പെട്ട സുന്നി പണ്ഡിതന്മാരുടെ എല്ലാ ഉദ്ധരണികളും കൊടുത്തിട്ട് അദ്ദേഹം ശേഷം പറയുന്നു എന്താ പറഞ്ഞത്? ഇനി കേട്ടോടി, ഇനി റഹ്മത്ത് അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയാണെന്ന് തന്നെ സങ്കല്പിക്കുക എങ്കിൽ അതിൽ മുജാഹിദുകൾക്ക് സന്തോഷമേയുള്ളൂ. നിങ്ങൾ വായിച്ചാലേ ബുക്ക് കണ്ടങ്ങള് നബിയാണ് തന്നെ സങ്കല്പിക്കുക, അതിൽ മുജാഹിദുകൾക്ക് സന്തോഷമേയുള്ളൂ. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള മഹത്തായ അനുഗ്രഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ. നബിയെ അല്ലാഹു പ്രവാചകനാക്കി നിയോഗിച്ചതിനാലും ഖുർആൻ വന്ന് കിട്ടിയതിനാലും മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹവും കാരുണ്യവുമാണല്ലോ. അതിനപ്പുറത്തല്ലത്. അതിനകത്ത് നിങ്ങൾക്ക് അട്ടതാണ് അത് വെറുതെ കക്കും പഠിക്കാത്തത്. നിങ്ങൾ കക്കാൻ പഠിച്ചു നടത്താം. അതുകൊണ്ട് പറ്റൂല മുസ്ലിയാരെ, നിങ്ങൾ മുഴുവൻ വായിക്കണം. എന്താണ് ഈ പണി? ഒക്കെ ദേശം വായിക്കാം, ബാക്കിയോട് വിടാ. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അൽ മുർഷിദ് അവിടെ അതുണ്ട്. ഇപ്പൊ എന്താ ഇപ്പൊ കെ എം മൊഴി വേണോ, ഉമർ മൊഴി വേണോ, മറ്റേതാണോ? ആകെ വേജാറാ മൂപ്പരല്ല. ഇത് കെ എം മൊഴി, ഉമർ മൊഴി ഒന്നല്ല. അത് വായിച്ചു നോക്കി. ഇനി അൽ മുർഷിദ് ഞാൻ പറഞ്ഞുതരാ. നേരത്തെ ഒരു അൽമുസ്ലിം ഞാൻ വായിച്ചു, ഈ 2ാമത്തെ അൽമുസ്ലിം വായിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി കേരള മണ്ണിൽ ഇതും കൊണ്ട് വരാൻ പാടില്ല. ഇന്ന് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, മുസ്ലിം ലോകത്താകമാനമുണ്ട് എന്നൊക്കെ ഇത് ശരിയാകുന്നുണ്ടല്ലോ. അന്ന് മാത്രമേ ഇന്നുണ്ട്, ലോകത്തുണ്ട്. അങ്ങനത്തെ അതുകൊണ്ട് ഇസ്ലാമികാവോ, അതോട് സുന്നത്താവോ? ലോകത്ത് എവിടെ എന്തല്ലാണ്ട് അതോടൊക്കെ ഇസ്ലാമികാവല. എന്നിട്ട് പറയാ എന്താ പറഞ്ഞത്? നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മൗലിദ് സദസ്സ്
പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലങ്ങളാൽ നിബിഡമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിദ് കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചേക്കും. ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുമതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് മങ്കൂസ് വഴി പോസ്റ്റ്മോർട്ടം ചെയ്യാം. കണ്ടങ്ങള് മങ്കൂസിലുള്ള ആദം നബിയുടെ തവസ്സുല്, നൂഹ് നബിയുടെ ഇസ്തിഗാസ, ആമിന ബീവി മലക്കുകളെ കണ്ടത്, അമ്പിയാക്കന്മാർ കടന്നു ചെന്നത്, പേരിടുവാൻ കൽപ്പിച്ചത്, കുന്തു നൂറൻ എന്ന ഹദീസ് ഇതെല്ലാം വഈഫാകുന്നു. ചിലത് മൗദൂഉമാകുന്നു. കഅബിൽ എന്ന ഹദീസ് വഈഫാകുന്നു. വറുവിയ അന്നാമിന എന്ന റിവായത്ത് മൗദൂആകുന്നു. ഫാരിസിലെ തീ കെട്ടവരും മൗദൂആകുന്നു. യഹ്യ ഇബ്നു ഉർവത്തിന്റെ പ്രസ്താവന വഈഫാകുന്നു. ഉസ്മാൻ ഇബ്നു ഹുവൈസിന്റെയും അങ്ങനെ തന്നെ ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസ്താവനയും വഈഫാകുന്നു. കണ്ട അങ്ങനെ ഓരോന്നും കുറിച്ച് അവസാനം പറയാ ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളായി കാണാം. എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ, എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ. ആര് അൽ മുർശിദ് എവിടെ തക്ബീർ വിട്ടോങ്ങൾ ഈ കെ മൗലവിയെ വിട്ടോങ്ങൾ കെ മൗലവിയെ. ഇനി കേരളം മണ്ണിൽ അൽ മുർശിദ് കൊണ്ട് ഇർഫാനിയെ കാണാൻ പാടില്ല, MT-യെ കാണാൻ പാടില്ല. എന്താ പറഞ്ഞത്? മുറിച്ചും പിരിച്ചും തിരിച്ചും മറിച്ചുമായി ഇതും കൊണ്ട് നടക്കുകയാണ് ആലിമീങ്ങൾ എന്ന് പറയാ. ഈ ഉലമാക്കൾ നമ്മളെ ഈ ഉലമാക്കളാണോ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. കണ്ടത് അൽ മുർശിദ് പറഞ്ഞത്. എന്നിട്ട് പറയാ അൽ മുർശിദ് ഉണ്ട്, അതോടെ ഞങ്ങൾ ആഘോഷിച്ച് കൊണ്ടുപോയി വിഷയാക്കന്മാരൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ച് എവിടെ ഒരു ഫോട്ടോസാറ്റ് കിട്ടി അതും കൊണ്ട് ഇറങ്ങി ഞങ്ങൾ കണ്ടിട്ട് തന്നെ കൂട്ടരെ വിളക്കുന്നത്. അല്ലാതെ നിങ്ങളെ വിചാരിച്ച പോലെ മറ്റെന്തെങ്കിലും കണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ് ശരിയാണ്. അത് പ്രത്യേകത കൽപ്പിക്കാതിരുന്നാലോ? അതാ ഞാൻ പറഞ്ഞത്. പ്രത്യേകത ഇല്ല നിങ്ങൾ പറയും. അപ്പൊ എഴുതിയൊക്കെ എന്താ ചെയ്യാ? ഇത് റബീഉൽ അവ്വൽ മാസം 12 എഴുത്തുകഥനേക്കാൾ പുണ്യാന്ന് എഴുതിയില്ലേ? കുറ്റബോധം ഉണ്ടോ നിങ്ങൾക്ക്? തുറന്നു പറഞ്ഞോളി. അന്ന് 3-ാമത്തെ പെരുന്നാളെന്ന് പറഞ്ഞില്ലേ? കുറ്റബോധം ഉണ്ടോ നിങ്ങൾക്ക്? തുറന്നു പറഞ്ഞോളി എന്ന് നമുക്ക് ബാക്കി ആലോചിക്കാം. അപ്പൊ നിങ്ങൾ ആവശ്യം ഉണ്ടാവില്ല ഈ ആഘോഷം. അതുകൊണ്ട് പ്രത്യേകത കൽപ്പിക്കാൻ ആഘോഷിക്കുക എന്ന വകുപ്പേ വരുന്നില്ല. ആഘോഷിക്കുമ്പോൾ തന്നെ പ്രത്യേകത കൽപ്പിക്കലായി മാറി. പിന്നെ ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പോലെ അതിന്റെ ആവശ്യമില്ല. പ്രാർത്ഥിച്ചാൽ ഇലാഹിന്റെ സ്ഥാനത്തായി. ഇലാഹാന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നിയത്ത് ചെയ്യാം, ഞാൻ ഇലാഹാന്ന് വിശ്വസിക്കുന്നു മൊയ്തീൻ ശൈഖിനെ പറ്റി, എന്നിട്ട് ഖുതുബിയതി എന്ന് പറഞ്ഞാൽ അല്ല ശിർക്ക്, അല്ലാതെ പറഞ്ഞാൽ തന്നെ ശിർക്കാണ്. അതാ ഞാൻ നേരത്തെ പാടിയത് വനജ്നി മിന്നല്ലാ എന്ന പാട്ട്, അബ്ദുൽ മിസ്കിൻ എന്ന പാട്ട്, ഫഅഗ്സ്നി എന്ന പാട്ട്, വഉദ്നി മിൻ മുരീദി നഹ്ജികൽ അഖ്വം വമിൻ അബീദിക അബ്ദൻ ത്വാഇഅൻ അദ്വം. മുഹീദ്ദീൻ ശൈഖേ, താങ്കൾക്ക് വഴിപ്പെടുന്ന അടിമകളിൽ ഒരു അടിമയായി എന്നെ പരിഗണിക്കണേ പറയണം നിങ്ങൾ. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അരക്കല മൗലവി എവിടെ തക്ബീർ? ഒന്ന് ചൊല്ലിക്കൊടുക്കും, ഒന്ന് ചൊല്ലിക്കൊടുക്കും. എവിടെ തക്ബീർ? ഒന്ന് ചൊല്ലിക്കൊടുക്കും. സമാധാനം. ഇപ്പൊ ചോദിക്കാം മൗലവി, ഇപ്പം ചോദിക്കാം, പ്രത്യേകത ഞങ്ങൾ എന്താ കൽപ്പിക്കുന്നില്ലേ? ഞങ്ങളോട് എന്തിനാ ചോദിക്കണത്? നിങ്ങളല്ലേ വാദത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ വിധേയത്വം ഞങ്ങളോട് എന്തിനാ ചോദിക്കണത്? കളം മാറിയോ മൗലവി? നിങ്ങൾക്ക് നിറം മാറിയോ? രാവും പകലും തിരിയുന്നില്ലേ? നിങ്ങളെ വാദല്ലേ റബീഉൽ അവ്വലിൽ പ്രത്യേകത കൽപ്പിക്കുമ്പോ വിധേയത്വം നിങ്ങളല്ലേ എഴുതിന്? പ്രത്യേകത ഇല്ലെങ്കിൽ സുന്നത്ത ഇല്ല നിങ്ങൾ പറയും. ഞങ്ങളോട് ചോദിക്കണത് ഞങ്ങളെ വാദം അതൊന്നുമല്ല. ഞങ്ങളെ വാദത്തിന്റെ മർമ്മത്തൊന്നും നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. ശിർക്കാണെന്ന് നിങ്ങൾ എഴുതാൻ ഭയപ്പെട്ടതും ഇവിടെ ധൈര്യമായി പറയാൻ ധൈര്യപ്പെടാതിരിക്കുന്നതും അതിന് തെളിവൊക്കെ ചോദിച്ചപ്പോൾ ആയത്തോതിയിട്ടില്ല. ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം, റസൂലുള്ള വഫാത്തായതിൽ തർക്കമില്ല എന്ന് നിങ്ങൾ എഴുതിയത് തള്ളിയൊന്ന് പറ, തെറ്റായി പോയി എന്ന് പറ, കുമ്പസരിക്ക്. രണ്ടാമത്തെ ചോദ്യം, ഫല്യഫ്റഹു, നബിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് നിങ്ങൾ അർത്ഥം പറയുമ്പോൾ അത് നബിയാണെന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിച്ചു. എന്നാൽ ആ സമ്മതിക്കലിൽ നബി ജന്മം കൊണ്ടുള്ള സന്തോഷം പെടൂല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് മറുപടിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം, നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ ഫലച്ചിനീമിന്നത എന്ന ബൈത്തൊന്നും ഇല്ലെങ്കിൽ പോലും, ആ ഗദ്യങ്ങളും പദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നബിദിനാഘോഷം എന്ന ആ കാര്യം കൊണ്ട് തന്നെ ശിർക്കാണെന്ന് നിങ്ങളുടെ മൗലവി ഉമർ മൗലവി എഴുതി. നിങ്ങൾക്ക് ആ വാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഉഴന്ന മറുപടിയാണ് പിന്നെയും വിശദീകരണം നടത്തുന്നത്. അതിന് ഖുർആനിൽ ഒരു ആയത്തോതാൻ പറഞ്ഞു, ഒരൊറ്റ ആയത്തോതിയിട്ടില്ല. ഖുർആനിൽ 6000 ആയത്തുകളിൽ ഒരായത്തോത് ഒന്നുമില്ല. കുൽഹുവല്ലാഹു എന്ന് പറഞ്ഞോളി, സമാധാനിക്കാനെങ്കിലും. എന്താ മൗലവി ഖുർആൻ ആയത്തിൽ അറിയില്ലേ? ശിർക്ക എന്ന് പറഞ്ഞാൽ മതിയോ? നാലാമത്തെ ചോദ്യം, പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ്, റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ വിധേയത്തില്ലേ? അതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിയുടെ ഒരു ഇബാറത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്.
അതിലെന്താ മനസ്സിലാക്കി തരുന്നത്? തറാവീഹിന്റെ ഇടയിലുള്ള സലാത്ത് സുന്നത്താണെന്നാണ്. പ്രത്യേകത കൽപ്പിച്ചാൽ വിദഅത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചാൽ വിദഅത്താണ്, പ്രത്യേകത കൽപ്പിച്ചില്ലെങ്കിൽ സുന്നത്താണെന്ന് ഇതിൽ നിന്ന് വരുന്നുണ്ട്, നിങ്ങളുടെ വ്യവസ്ഥയിലെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അതൊന്നും പറ, തിരുനാൾ കൊണ്ടൊന്ന് തുറന്നു പറ സുന്നത്താണെന്ന്. അടുത്ത കൊല്ലം കമ്പിന് പ്രത്യേകത കൽപ്പിക്കാതെ ദേവാസങ്ങൾ നബിദിനാഘോഷം നടത്തട്ടെ, പ്രസംഗിക്കാൻ ഞങ്ങൾ വരാം. നിങ്ങൾക്ക് അറിയാം പ്രസംഗിക്കാൻ ഞാൻ വരാം, ഇതുപോലെ വരാം, നിങ്ങൾ വിളിച്ചോളൂ. അടുത്ത ചോദ്യം കേട്ടോളൂ നിങ്ങൾ. നബിദിനാഘോഷം നടത്തുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ കിട്ടൂലെന്നും അവർ നരകവാദിയിലേക്കുമാണ് നയിക്കുന്നത് എന്ന് നിങ്ങൾ ഇതാ ലഘുലേഖയിൽ വിതരണം ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യം, എന്നാൽ നബിദിനം ആഘോഷിച്ച നിങ്ങളുടെ നേതാക്കൾ കെ മൗലവിയെ പോലുള്ള ആളുകൾ അവർ നരകവാദിയിലേക്കാണോ മുന്നേറിയത്? അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ തടയപ്പെടുമോ? ശരിക്കും ചോദ്യം. അഞ്ചാമത്തെ ചോദ്യമാണ്. ഇനിയിപ്പോ ഉമർ മൗലവിയുടെ, കെ മൗലവിയുടെ, ഒരുപാട് മൗലവിമാരുടെ അൽ-ഇർഷാദിലെ മുർഷിദിലെ പലതും ഉദ്ധരിച്ചു. അതൊക്കെ ഉദ്ധരിച്ചാൽ ഇതില്ലാണ്ടാകുമോ? അത് നിങ്ങളെ വൈരുദ്ധ്യാണത്, അത് നിങ്ങളെ വൈരുദ്ധ്യാണത്. നിങ്ങൾക്ക് മനസ്സിലായ വിഷയം? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തൊരാഹ്ലാദം ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല മുജാഹിദുകാരെ. ഫൈസൽ മൗലവി ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. ഈ വരി ഇല്ലാതായോ? വനത്തിനെയുമില്ലതാ എന്ന ബൈത്ത് ശിർക്കാനെന്നതിൽ എഴുതി, മുസ്ലിംമാർ നരകത്തിലേക്ക് നയിക്കുന്നു എന്നതിൽ എഴുതി. അതുകൊണ്ട് ഇതില്ലാണ്ടാകുമോ? ഇതില്ലാതാകുമോ? വനത്തിനെ മാറ്റി നിർത്തി, മുസ്ലിംമാരെ മൗലൂദിന്റെ അറബി മാറ്റി നിർത്തി മലയാളത്തിൽ പറഞ്ഞ നബിദിനം ആഘോഷിക്കണം, റബീഉൽ അവ്വൽ 12 ആഘോഷിക്കണം. എന്തില്ലാത്ത ആഘോഷം വേണം? അതുല്യമായ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാക്കണം എന്നൊക്കെ പറഞ്ഞത്. അതിനാ മറുപടി പറയേണ്ടത്. ശരി, അപ്പൊ ഇനി ചോദ്യം, കേവൽ നരകത്തിലാണോ? അപ്പൊ അവിടെ എത്തിപ്പോ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും. അതിനെപ്പറ്റി, നിങ്ങളെപ്പറ്റി, ആരെപ്പറ്റി നരകത്തെ സുഹൃത്ത് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ബിദ്അത്തിന്റെ കക്ഷി ആരാണോ അവർക്ക് ഹൗദുൽ കൗസർ തടയപ്പെടും, സംശയമില്ല. ഹൗദുൽ കൗസർ തടയപ്പെടും. അതുകൊണ്ട് ഈ ബിദ്അത്തുകൾ കൈയൊഴിയുക, ആ ബിദ്അത്ത് കൈയൊഴിയുക. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തുമായി നടന്നാൽ ഒരു സംശയവുമില്ല, ഹൗദുൽ കൗസർ കിട്ടൂല. നബി തങ്ങൾ ഹൗദുൽ കൗസർ കൊടുക്കാൻ സമയത്ത് റബ്ബിന്റെ കൽപ്പനയുണ്ടാകും, കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? താങ്കളുടെ വഫാത്തിനു ശേഷം താങ്കളുടെ മനത്തിൽ അവർ പുതിയതായി പലതും ഉണ്ടാക്കിയവരാണ് എന്ന മറുപടി കിട്ടുമ്പോൾ നബി തങ്ങൾ പറയും സുഹ്തൻ സുഹ്താ ലിമൻ ബദ്ദല ദീനി മിൻ ബഅദി എന്ന് നബി തങ്ങൾ പറയും. അതുകൊണ്ട് മുഹദ്ദസാത്ത് വേണ്ട. മൗലിദാഘോഷം ഖദ് അഹ്ദസ, അത് പിൽക്കാലത്തുണ്ടായതാണ്. അത് നിങ്ങൾ ചെയ്താൽ ഞാൻ ചെയ്താലും വിധി ഒന്ന് തന്നെ. ആര് ചെയ്തു എന്നതല്ല, എന്ത് ചെയ്തു എന്നാണ് പ്രധാനം. പക്ഷേ കെ എം മൗലവി മൗലിദാഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ മുമ്പേക്ക് മനസ്സിലായത് നേരത്തെ വായിച്ചപ്പോ അത് മാത്രമേ ഉള്ളൂ വിചാരിച്ചു. ഇപ്പൊ ഞാനും കൂടി വായിച്ചപ്പോ അപ്പുറത്ത് വേറെ ഉണ്ട് മനസ്സിലായി. അപ്പൊ നിങ്ങളെ വൈരുദ്ധ്യല്ലേല, നീ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഫുള്ളൊന്ന് വായിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും വൈരുദ്ധ്യമില്ല എന്നുള്ളത്. അത് നമുക്ക് അവർക്ക് വെക്കുക, അതാണ് നല്ലത്. അപ്പൊ ഇനി നഗരത്തിലാണോ വിചാരിച്ച് ബേജാറായിക്കാണ്ട് നിങ്ങൾ നഗരത്ത് പോകണ്ട, നിങ്ങൾ സ്വർഗത്ത് പോലെ പണിയെടുത്തോടി, അതാണ് ആവശ്യം. ഏതായിരുന്നാലും ശരി, നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, ജൂതന്റെ ആചാരമാണ്, ഷിയാക്കളുടെ ആചാരമാണ്, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്തതാണ്, ആദ്യകാലത്ത് ഇല്ലാത്തതാണ്. കേൾക്കുമ്പോൾ എടുക്കാറുണ്ടാവും, കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ, അല്ലാതെ കേൾക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് പിൽക്കാലത്ത് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ ബിദ്അത്ത് എന്നാണ്. ചിലർ പറഞ്ഞു നല്ല ബിദ്അത്ത്, ചിലർ പറഞ്ഞു ചീത്ത ബിദ്അത്ത്. അതിനപ്പുറത്ത് ഇതാരാ കൂട്ടരെ ആയത്തോടെ സ്ഥാപിച്ചത്? ഇതാരാണ് കൂട്ടരെ ആ നിലയ്ക്ക് നിങ്ങൾ പറയുന്ന പോലെ സുന്നത്തായി പരിചയപ്പെട്ടത്? ഇല്ലല്ലോ. ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അൽ-ഇൽതിസാമിൽ പറയുന്നു, ബിദ്അത്തുകൾ എണ്ണുമ്പോൾ വമിൻഹാ, ആ ബിദ്അത്തിൽപ്പെട്ടതാണ് ഇൽതിസാമുൽ കൈഫിയാത്തി വൽ ഹൈആത്തിൽ മുഅയ്യന, പ്രത്യേകമായ രൂപമുണ്ടാക്കൽ, പ്രത്യേകമായ രീതി ഉണ്ടാക്കൽ. ദിക്ർ ചൊല്ലും പോലെ ബിഹൈഅത്തിൽ ഇജ്തിമാഇ, ഒരുമിച്ച് കൂടിക്കൊണ്ട് അലാ സൗത്തിൻ വാഹിദിൻ, ഒരേ ശബ്ദത്തിൽ നിങ്ങളെ പള്ളി നടക്കുന്ന പോലെ. വത്തിഖാദി യൗമി ബിദഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബി ജനിച്ച ദിവസം ആഘോഷമാക്കും പോലെയും അതും ബിദ്അത്താകുന്നു. ഇമാം ഇബ്നു ഷാമി, അബൂ ഷാമിയുടെ കിതാബുൽ ഇഅ്തിസാം, ഇമാം ഷാത്തിബിയുടെ കിതാബുൽ ഇഅ്തിസാം 28ാമത്തെ പേജ് 1-ാം വാല്യം വേണമെങ്കിൽ മറിച്ച് നോക്കുക, അപ്പുറമല്ല ഉണ്ടോ എന്നുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ ഇമാം അസ്കലാനി പറഞ്ഞു എന്ന പേരിൽ സുയൂത്തി പറഞ്ഞത് എന്താ അതിലുള്ളത്? അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദ് എന്ന അമലിന്റെ അസ്ൽ തന്നെ ബിദ്അത്താണ്. ലം യുൻകൽ ദാലിക അൻ അഹദിൻ മിന സലഫി സ്വാലിഹ മിന ഖുറൂനി സലാസ, ഉത്തമമായ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. മാത്രവുമല്ല ഇബ്നു റജബ് ഹംബലി വഅസ്ലു ഹാദാ ഇന്നഹു
ലാ യുശ്റഉ അൻ യത്തഖിദൽ മുസ്ലിമൂന ഈദൻ ഇല്ലാ മാ ജാഅത് ശരീഅത്തു ബിത്തിഖാദിഹി ഈദാ. ശരീഅത്തിൽ ആഘോഷമാക്കണമെന്ന് പറഞ്ഞതല്ലാത്ത ദിവസത്തെ ആഘോഷമാക്കാൻ പാടില്ല. ഏത് ആഘോഷമാക്കാൻ പറഞ്ഞത്? വഹുവ യൗമുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ, വയൗമുൽ അദ്ഹ, ബലിപെരുന്നാൾ, വഅയ്യാമുത് തശ്രീഖി, അയ്യാമുത് തശ്രീഖി, വഹിയ അഅയാദുൽ ആമി, ഇതാണ് ഒരു കൊല്ലത്തെ ആഘോഷങ്ങൾ. അവിടെ മൗലിദ് പറഞ്ഞില്ല, മറ്റൊന്നും എണ്ണിയില്ല. ആരാ പറയാത്തത്? സുയൂത്തി എന്താ പറഞ്ഞത്? അത് ബിദ്അത്താണ് എന്നല്ലേ പറഞ്ഞത്? ഇന്ത്യ അസ്ലൽ അമലി അസ്ലിം അമലി മൗലിദി അലൈഹി വജിതിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വൽ അഖ്ബാരി വാരിദ ഫീ മംദി അംരിൻ ബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم يمدهم سمات يذكر وينصرفون من غير زيادة على ذلك من البدع الحسنة. അത് ബിദ്അത്താകുന്നു. പക്ഷെ നല്ല ബിദ്അത്ത് ഇതല്ലേ പറഞ്ഞുള്ളൂ. എന്താ ഇമാം ഫാക്കിഹാനി പറഞ്ഞത്? ഇത് ബിദ്അത്താണ് എന്ന് മാത്രമല്ല, അഹ്ദസൽ ബത്താലൂന, ചില ഭോഷന്മാർ ഉണ്ടാക്കിയതാണ്. വശഹവത്ത് നഫ്സിൻ, സ്വാർത്ഥ താൽപര്യക്കാർ ഉണ്ടാക്കിയതാണ്. വയതനാബിൽ അക്കാലൂന, തീറ്റക്കുതിയന്മാർ കൊണ്ടെടുക്കുകയാണ്. മാത്രമല്ല അവസാനം അദ്ദേഹം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈഹി തആല ഇൻ അൻഹു സുഇൽതു. അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് എന്നെ ഹാജരാക്കുമ്പോൾ അവിടുന്ന് റബ്ബ് ചോദിച്ചാലും ഈ മറുപടി ഞാൻ പറയും. നാളെ പരലോകത്ത് റബ്ബിനോട് ചോദിച്ചാൽ അവിടെ പോലും ഞാൻ പറയും ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇമാം ഫാക്കിഹാനി ഇബ്നു ഹാജുൽ മാലിക് എന്താ പറഞ്ഞത്? ഈ ഹറാമായ ഒന്നുമില്ലെങ്കിൽ പോലും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുത്തു. വനബൽ മൗലിദ, മൗലിദിനെ ഉദ്ദേശിച്ചു. എങ്കിൽ ഫഹുവ ബിദ്അത്തുൻ ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, ആ നിയ്യത്ത് കൊണ്ട് തന്നെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇബ്നു ഹാജുൽ മാലിക് റഹിമഹുല്ലാഹ്. ആരാ പറയാത്തത്? അല്ലാമ സുർഖാനി പറഞ്ഞെന്താണ്? വഹിയ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ് എന്നല്ലേ. സ്വാലിഹ് അസ്സാമി പറഞ്ഞെന്താണ്? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്നല്ലേ. അതിനപ്പുറത്ത് ആരാ മുസ്ലിയാക്കന്മാരെ പറഞ്ഞത്? അതുകൊണ്ട് 7-ാം നൂറ്റാണ്ട് മുദഫർ രാജാവ് കൊണ്ടുവന്നു. അതിനുശേഷം വന്ന പണ്ഡിതന്മാർ ചിലർ ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലർ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞു. അല്ലാമ അബ്ദുസ്സലാം ശുഖൈരി പറഞ്ഞെന്താണെന്ന്? ബിദ്അത്തുൻ മക്റൂഹത്തുൻ ലമീമ, അങ്ങേയറ്റം മോശമായ ബിദ്അത്താണ്. ലം യഫ്അല സലഫു, മുൻഗാമികൾ ചെയ്തിട്ടില്ല. വലൗ കാന ഫിഹാ ഖൈറുൻ, അത് ഖൈറുണ്ടായിരുന്നുവെങ്കിൽ ഫകൈഫ യഗ്ഫിറു ലഹു അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വസൈറു സ്വഹാബ വത്താബിഉ വഅത്ബാഉഹും. ഇത് ഖൈറാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും മറ്റു സ്വഹാബിമാരും താബിഈകളും താബിഈകളും എങ്ങനെ ആഘോഷിക്കാതിരിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. സഹോദരങ്ങളാ, ഇതൊക്കെ കൃത്യമാണ്. അതുകൊണ്ട് ആയത്ത് ചോദിച്ചു, പറഞ്ഞില്ല. തഫ്സീർ ചോദിച്ചു, പറഞ്ഞില്ല. ആകെപ്പെടുത്തി കെ എം മൗലവി, കെ മൗലവി, അതും ഇതാ പൊളിഞ്ഞിരിക്കുന്നു, അതും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചിട്ട് മൗലിദ് ആഘോഷിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പണ്ടായ സംശയ കെ എം മൗലവി നരകത്തിലാണോ? അദ്ദേഹം നരകത്തിലാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല, സ്വർഗത്തിൽ പോകാൻ നോക്കി, അതാ വേണ്ടത്. അല്ലാതെ ഓരോ നരകത്തിലാ, ഞങ്ങൾ നരകത്തിൽ പറ്റൂല. എല്ലാവരും നരകത്തിൽ പോയാലും നമുക്ക് സ്വർഗം വേണം. മുസ്ലിയാക്കന്മാരെ, ആ പടയങ്ങൾ എടുക്കേണ്ടത് ഈ സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. സുന്നത്തിന്റെ പാത ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ബിദ്അത്തല്ല പഠിപ്പിക്കേണ്ടത്, ബിദ്അത്തിനെ നല്ല ബിദ്അത്ത് എന്ന് പഠിപ്പിക്കുകയല്ല വേണ്ടത്. അനൗൺസ്മെന്റ് ഒഴിവാക്കിയപ്പോ കവല പ്രസംഗമായി. എന്നാൽ കവിന് ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി, ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു മൗലവി. അനൗൺസ്മെന്റ് നേരത്തെ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ കവല പ്രസംഗം എന്നിട്ട് പറയാ ബിദ്അത്താണ്, അത് ജൂതന്മാരുണ്ടാക്കിയതാണ്. എന്താ തെളിവ്? ഞാൻ പറഞ്ഞില്ലേ? ഫൈസൽ മൗലവി പറയാം, ഞാൻ പറഞ്ഞില്ലേ അത് ജൂതന്മാരുണ്ടാക്കിയതാണ്, ഞാൻ പറഞ്ഞില്ലേ അത് ശിയാക്കൾ ഉണ്ടാക്കിയതാണ്, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളാ തെളിവ്? നിങ്ങളാ തെളിവ്? നിങ്ങളെ വാദത്തിന് നിങ്ങളെ തെളിവാണ്. വല്ല കവലിലും പോയി പറഞ്ഞോളെ, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞോളെ, ഞങ്ങളോട് പറയണ്ട. പിന്നെ അതിങ്ങനെ ഒരു മറ്റേ ആൾ പറഞ്ഞില്ലേ, ഈ ഇമാം പറഞ്ഞില്ലേ, സുയൂത്തി ഇമാം എന്താ പറഞ്ഞത്? ഇമാം സുയൂത്തി അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം സുയൂത്തി പറഞ്ഞത് ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു അലാ ദാലിക ഫാഇലുഹാ, അത് നല്ല ആചാരമാണ്, അതിന് കൂലി കിട്ടുന്ന ആചാരമാണ്. അത് തന്നെയല്ലേ നിങ്ങളെ കെ മൗലവിയും പറഞ്ഞത്? അത് തന്നെയല്ലേ നിങ്ങളുടെ നിങ്ങളുടെ പുസ്തകത്തിന് ബിഗയത്തുൽ മുസ്ലിമീൻ ഇസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാവണം. പവിത്രമാണ് ആ മാസം, ഏറ്റവും മഹത്വമുള്ളതാണ് ആ ദിവസം. പ്രത്യേകതപ്പെടുത്തിയത് ആരാ? മാത്രമല്ല എന്നിട്ട് പിന്നെ പറയാ, സന്ദർഭം വരുമ്പോൾ പ്രത്യേകിച്ച് റബീഉൽ മാസം പിറക്കുമ്പോഴെല്ലാം നബിയെ സ്മരിക്കാതെ നിർവാഹമില്ല. പ്രത്യേകത കൊടുക്കണം. പ്രത്യേകത കൊടുത്തെങ്കിലേ അത് ബിദ്അത്താകുള്ളൂ. പ്രത്യേകത കൊടുക്കണം നിങ്ങളെ നേതാക്കന്മാരനെ. പ്രത്യേകത കൊടുക്കുമ്പോഴേ ബിദ്അത്താകുകയുള്ളൂ എന്നല്ലേ നിങ്ങളെ വാദം? എന്നാൽ പ്രത്യേകത കൊടുക്കാതെ നബി ദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ്. അതിന്റെ ഹുക്മ പറയണം. എന്തേ മറുപടി പറയായിരുന്നത്? ഫല്യഫറഹു എന്ന ഖുർആനിന്റെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു എന്ന ഖുർആനിന്റെ ആയത്ത്, ആ ആയത്തിൽ മുഹമ്മദ് നബി പെടുകയില്ല എന്ന് ഇതുവരെ പറഞ്ഞ ഈ മുജാഹിദ് മൗലവിമാർ നമ്മുടെ ഈ കമ്പിൽ സംവാദത്തോടുകൂടി തിരുത്തി. അതിൽ മുഹമ്മദ് നബി പെട്ടു. മുഹമ്മദ് നബി പെട്ടെങ്കിൽ അത് ഉമൂമാണ്, അത് വ്യാപകമായ വാക്കാണ്. എങ്കിൽ നബിയുടെ ജന്മദിനത്തിൽ അത് പാടില്ല എന്ന് ഏതെങ്കിലും ഒരു തഫ്സീറിലുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു നബിദിനം ആഘോഷിക്കുന്നവര് അവർക്ക് ഹൗദുൽ കൗസർ ഇല്ല, അവർ നരകപാതയിലേക്ക് മുന്നേറുകയാണ്. എങ്കിൽ
കെ എം മൗലവിയും നിങ്ങളുടെ ആചാര്യന്മാരെ കെ എം മൗലവിനെ പറ്റി പറഞ്ഞ അയാൾ നരകത്തിൽ പോയിക്കോട്ടെ, നമ്മൾ പോകണമെന്നാ ചോദിച്ചത്. എന്നാൽ എന്താ കെ എം മൗലവി കുട്ടിയൊക്കെ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? അയാൾ നരകത്തിൽ പോയിക്കോട്ടെ എന്നല്ല, ദൈവഭക്തിയിലും ലാളിത്യത്തിലും മുൻപന്തിയിലായിരുന്ന അദ്ദേഹം പാണ്ഡിത്യത്തിലും അഗ്രഗണ്യനായിരുന്നു എന്നാ നിങ്ങൾ പറയുന്നത്. ഇപ്പൊ പറയുന്നത് അയാൾ നരകത്തിൽ പോയിക്കോട്ടെ. പക്ഷെ നമുക്ക് എന്നാ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. നരകത്തിൽ പോകുന്നവരുടെ പിന്നാലെയല്ല കൂടാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ വന്നോളേ, കെ എം മൗലവിയുടെ ആ കൂട്ടത്തിൽ നിന്ന് രാജിവെക്കുക. നരകത്തിലേക്ക് സീറ്റുറപ്പിച്ച കെ എം മൗലവിയുടെ പിന്നിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സുന്നിയിലേക്ക് വരിക. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ 2 മാസമായിട്ട് കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ സുന്നിന്ന് പോയിട്ട് നിങ്ങൾ പോയ KNM, ആ KNMൽ ഒരുപാട് കാലം കാഫിറായി ജീവിച്ച ആളല്ലേ നിങ്ങളെ വാദപ്രകാരം? ഈ കോലത്തിലല്ല നിങ്ങൾ കാഫിർ എന്ന് പറയുന്നത്. നിങ്ങൾ വാദിച്ചു നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ലാതെ ഇടവണ്ണപ്പാറയിൽ പറഞ്ഞു. ഇവിടെ കമ്പില്ലാതെ എഴുതാൻ നിങ്ങൾ മടിച്ചു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരികളുടെ ഇടയിൽ കുറെ അതുകൊണ്ടുണ്ടെന്നാ പറയുന്നത്. വരികൾക്കിടയിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. അതിന് ആയത്തുണ്ടോ? ഇല്ല. എന്നാ ഹദീസുണ്ടോ? അതുമില്ല. ഇജ്മാ ഉണ്ടോ? ഇല്ല. ഖിയാസ് പറയാൻ കഴിയില്ല. ഇനി ഒരു ചോദ്യം, ഞങ്ങൾ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി ഇല്ല. എന്നാൽ പിടിച്ചോ, നിങ്ങൾ ഇവിടെ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഈ കേരളീയ ജനതയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്തെല്ലാം പാച്ച നുണയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്നത്, മറ്റു സഹാബിയത്തിന്റെ പേരിൽ പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, എന്റെ ചോദ്യം പിടിച്ചോളൂ, 6ാമത്തെ ചോദ്യമാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ മഹാനായ ഉർവയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത സുവൈബ ബീവിയെ തീരെ ചോദിക്കും കേട്ടോ. ഞാൻ മുല പിന്നെ കൊടുക്കാം. ഞാൻ അതും കൂടെ ഞങ്ങൾ ആരേക്ക് എന്താ വരാത്തത്? അബൂലഹബിനെ വിടാൻ കഴിയൂലായിരിക്കും അറിയാം. നിങ്ങൾ അബൂലഹബ് പറയാത്ത ആരെങ്കിലും പറയും ആയിക്കോട്ടെ. നിങ്ങൾ ഈ സുന്നത്ത് ഉദ്ഘാടനം ചെയ്താൽ അബൂലഹബ് നിങ്ങൾ എഴുതി ആ അബൂലഹബിന്റെ സുന്നത്തിൽ വായിക്കും. ബാക്കി ഞങ്ങൾ വായിച്ചുതരാം. ബാക്കി ആലോചിച്ച് പറഞ്ഞാൽ മൗലവി ഇപ്പൊ ഇത് ആലോചിച്ചോളി, വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ പിൻവലിച്ചോളി. എന്തായാലും ഇപ്പൊ എന്താ സംഗതി? മൂപ്പയ്ക്ക് ഞാൻ പറഞ്ഞു മുസ്ലിയാരെ KM നരകത്തിൽ പോയിക്കൊണ്ടതല്ല, നരകത്തിൽ പോകാൻ പേടിച്ച് നിങ്ങൾ നരകത്ത് പോകേണ്ടതാണ്. KM നരകത്തിലോ സ്വർഗത്തിലോ തിരിക ഉമ്മത്തും അത് പേടിച്ചെന്നാ ഞാൻ നരകത്തേക്ക് എന്ന് പറയണ്ടാന്നാ പറഞ്ഞത്. നമുക്ക് ഒന്നിച്ച് സ്വർഗത്ത് പോകണം. KM മൗലവിക്കും അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ, അതാ പറഞ്ഞത്. അതുകൊണ്ട് ആര് നരകത്ത് പോയാലും ശരി, എല്ലാവരെയും പകരം കൊടുത്തിട്ട് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്നായ ദിവസമാണ് പരലോകം. അത് മറക്കാതിരിക്കുക. പിന്നെ KNM ഉണ്ടാക്കിയത് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഫുള്ള് മുത്തഖീങ്ങൾ സ്വഹാബികളെ പോലെയാണ്. റഹ്മത്തുള്ളാഹി ഖാസി പുറത്തേക്ക് ഇറങ്ങി പൗത്ത് കയറി. അതേപോലെ അമ്പലക്കടവ് പുറത്താകത്ത അല്ലാഹു നമുക്ക് അറിയില്ല, എന്തോ യോഗം വിളിച്ചതാ പറഞ്ഞത്. അപ്പൊ യോഗം വിളിച്ചിട്ട് അവിടെ പുറത്താക്കരുത്, ഇവിടെ അതല്ല. ഏത് പുറത്താകത്ത തീരുമാനിച്ചോളാം. ഇവിടെ നബിദിനാഘോഷം ഇസ്ലാമിക തെളിയിക്ക്. അതിനല്ലേ വന്നത്? അതിനല്ലേ വന്നത്? KNM പുറത്തായിട്ടുണ്ടോ അകത്തായിട്ടുണ്ടോ? നീ KNM അകത്തായി വല്ല കാര്യമുണ്ടോ? അത് വലിയ വിഷയമൊന്നുമില്ല. നേരെ മറിച്ച് നബിദിനാഘോഷം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ, അതല്ലേ നമ്മൾ ചർച്ച, അതല്ലേ വേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വ്യവസ്ഥ ഇപ്പോ സുന്നത്തായി ധൈര്യം കാണിക്കാത്തത്? സുന്നത്തായി എഴുതിയില്ലല്ലോ, ഇസ്ലാമിക എഴുതാൻ പറഞ്ഞു, അതും ധൈര്യം കായില്ലല്ലോ. ശിർക്കല്ലാന്നായത് ഇപ്പൊ മനസ്സിലായ ശിർക്കാണെന്ന്. അതുകൊണ്ട് ഇനി ഈ നാട്ടുകാർ ഇത് ഒഴിവാക്കും. എനിക്കറിയാം ഈ നാട്ടുകാർ അങ്ങനെ പലതും ഒഴിവാക്കിയവർ തന്നെയാണ്. പണ്ട് നിലവിളക്ക് നിങ്ങൾക്ക് വന്നിട്ട് മുഖാമുഖത്ത് ചോദ്യം ചോദിച്ചിട്ട് അവസാനം നിലവിളക്ക് ഇവിടെ പോയി ചോദിച്ചു നോക്കി എന്നതുപോലെ ഈ മനുഷ്യന്മാർ നബിദിനാഘോഷം ഒഴിവാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ അവസാനം പറഞ്ഞെന്താ? സുയൂത്തി ബിദഅത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ബിദഅത്തുൽ ഹസന എന്നാ പറഞ്ഞത്. എന്താണെന്നറിയോ? ഒരുത്തൻ പറഞ്ഞു ഓ നല്ല കള്ളനാണ്, എന്നെ പറ്റി കള്ളെന്ന് പറഞ്ഞിട്ട് നല്ല കള്ളനെ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വിദേഹത്ത് പറഞ്ഞിട്ട് നല്ല വിദേഹത്തിനെ പറഞ്ഞിട്ടുള്ളൂ. നല്ല കഥയിൽ പോയി. അപ്പൊ മുസ്ലിം നല്ല വിധത്ത് ഒഴിവാക്കി കളി, നിങ്ങൾ സുന്നത്തെടുത്തോളി. എന്തിനാ നല്ല വിദേഹത്ത്? അപ്പൊ നിങ്ങൾ ബിദഅിയാണല്ലേ, നല്ല ബിദഅത്തിന്റെ ആളുകൾ നിങ്ങളാണല്ലേ. പിന്നെ ഞങ്ങളെ പറ്റി ബിദഅികളുടെ ഇനി നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങളാണ് ബിദഅത്തിന്റെ ആളുകൾ. സുയൂത്തി പറഞ്ഞു ഇത് ബിദഅത്താണ്, ഹസനത്താണ്. അതേപോലെ അസ്കലാനി പറഞ്ഞു അസ്ലു അമലിൽ മൗലിദി ബിദഅത്തുൻ, അവിടെ ഹസനത്ത് പോലുമില്ല, അവിടെ ബിദഅത്താണ് പറഞ്ഞത്. ഈ അമലിന്റെ അസ്ലു തന്നെ ബിദഅത്താണ് പറഞ്ഞത്. ലം യുൻഖൽ ദാലിക അൻ അഹദി മിനസ് സലഫി മിൻ ഖുറൂനി സലാസ, 3 ഉത്തമ നൂറ്റാണ്ടിൽ ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം അസ്കലാനി പറഞ്ഞു. എന്റെ തൊടാൻ ധൈര്യം ഉണ്ടായോ? അതുകൊണ്ട് KM മൗലവി പിടിച്ചിട്ട് കാര്യമില്ല. KM മൗലവി പണ്ട് സുന്നിയായിരുന്നു, പിന്നെ മുജാഹിദായതാ. അല്ല KM മൗലവി കാത്തിബ് മുഹമ്മദ് മൗലവിന ഒരു കാലത്ത് സുന്നി മുസ്ലിയായിരുന്നു, പിന്നെ മനസ്സിലായി അവിടെ നിന്നാ പറ്റൂല, അപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് KM മൗലവിനെ പിന്നാലെ കൂടിയാൽ രക്ഷ കിട്ടും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ വഴിയിലേക്ക്, ആ KM മൗലവിന്റെ വഴിയിലേക്ക് മടങ്ങണേ എന്നാണ് സൂചിപ്പിക്കാറ്. ഏതായിരുന്നാലും ഇപ്പൊ നല്ല വിധേയത്തെ നിർത്താൻ മൂപ്പർ നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറഞ്ഞു വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികളും നരകത്തിലാണ്. പിൽക്കാലക്കാരി പിന്നെ ആദാത്തുകളെ വിധേയത്തെ
വിദേഹത്തിൽ പെടുത്തിയിട്ട് നല്ല ചീത്തയും അത് വേർതിരിച്ചിട്ടുണ്ട്. ശരിയാണ്, അത് ഇബാദത്തിന്റെ വിഷയത്തിലല്ല, ആദാത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി വിദേഹത്തിൽ വേർതിരിച്ചപ്പോൾ ആ മഹ്മൂദിന്റെ ഉദാഹരണം നബിദിനാഘോഷം പറഞ്ഞു ഇല്ലല്ലോ, പുതിയ നിസ്കാരം പറഞ്ഞു ഇല്ലല്ലോ, പുതിയ നോമ്പ് പറഞ്ഞു ഇല്ലല്ലോ, പുതിയ സ്വലാത്ത് പറഞ്ഞു ഇല്ലല്ലോ. പിന്നെ ഏതാ ഉദാഹരണം പറഞ്ഞത്? മദ്രസ ഉണ്ടാക്കല്, പള്ളി ഉണ്ടാക്കല്, മിമ്പർ ഉണ്ടാക്കല്, ഖാദിമാരെ പ്രത്യേക വേഷം സ്വീകരിക്കല്. ഇതൊക്കെ ഇസ്ലാമയാണെങ്കിലും ഇമാം ഖറാഫി ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും ഇബ്നു ഹജർ അസ്ഖലാനി ആണെങ്കിലും അതേപോലെ ഇമാം സയൂത്തി ആണെങ്കിലും അതിനുശേഷം ആരൊക്കെ വിദേഹത്തെ രണ്ടാക്കി വേർതിരിച്ചുവോ അവരൊക്കെ നല്ല വിദേഹത്തിന് ഉദാഹരണം കൊടുത്തതാ മദ്രസ ഉണ്ടാക്കല, പള്ളി ഉണ്ടാക്കല, മിമ്പർ ഉണ്ടാക്കല, നബിദിനം ആഘോഷിക്കലല്ല, പുതിയ ദിക്ർ ചൊല്ലലല്ല, പുതിയ സ്വലാത്ത് ചൊല്ലലല്ല. നിങ്ങളോ ബറാത്ത് നോമ്പ് ഉണ്ടാക്കി, മിറാജ് നോമ്പ് ഉണ്ടാക്കി, ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കി, നാരിയ സ്വലാത്ത് ഉണ്ടാക്കി, കമാലിയ സ്വലാത്ത് ഉണ്ടാക്കി, താജ് സ്വലാത്ത് ഉണ്ടാക്കി, ഇങ്ങനെ പുതിയ പുതിയ സ്വലാത്ത് ഉണ്ടാക്കി, പുതിയ പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കി, പുതിയ നമസ്കാരം ഉണ്ടാക്കി, പുതിയ നോമ്പ് ഉണ്ടാക്കി. അതിനൊക്കെയാണോ ഇമാം ഷാഫി അംഗീകാരം തന്നത്? അതിനൊക്കെയാണോ ഈ പറയപ്പെട്ട ഇമാമികൾ അംഗീകാരം തന്നത്? ഒരിക്കലുമല്ല മുസ്ലിയാരെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വക ബിദ്അത്തുകൾക്ക് അത് ന്യായീകരണമല്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് ഒന്നിച്ചുകൂടി ഒരേ ശബ്ദത്തിൽ ദിക്ർ ചൊല്ലൽ ബിദ്അത്താണ്. എന്തേ കാരണം? അടിസ്ഥാനം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബൂലഹബിനെ മുലർത്തിട്ടൊന്നും തൽക്കാലം രക്ഷപ്പെടൂല, അവിടൊന്നും പ്രയോജനമില്ല. പറഞ്ഞല്ലോ, ഇപ്പൊ മിണ്ടുന്നില്ല, ഇപ്പൊ അക്കീകത്ത് ആവശ്യമില്ല. ഇപ്പൊ അക്കീകത്ത് ആവശ്യം മൂപ്പർക്കറിയാം, മൂപ്പര മുടി മൂപ്പർക്കറിയാം, അവിടെ അക്കീകത്ത് ഇപ്പൊ തൊടുന്നില്ല. പറ്റൂല മുസ്ലിയാരെ, മുടി കളയേണ്ടി വന്നാൽ കളയേണ്ടി വരും. പക്ഷെ എന്തിനാ അക്കീകത്ത് പറയാത്തത്? നിങ്ങൾ പറയാ ഹദീസ്, ഞങ്ങൾ കാത്ത് കണ്ണുകൾ ഞങ്ങൾ സദഹമുള്ള പറ്റും കാത്തിക്ക, നിങ്ങൾ വായിച്ചാ ബാക്കി തരാൻ വേണ്ടി. പക്ഷെ ചോദിക്കുന്നില്ലല്ലോ. അബൂലഹബികൾ ചോദിക്കി, ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം. ഏതായാലും യൂനിസ് 58 ഇപ്പൊ വിട്ടു, അത് പ്രശ്നമല്ല. അതേപോലെ അടക്കമുള്ള 4 ഖലീഫമാർ ചെയ്തു വന്നത് അത് കളവാണ്, തൗഹീദിന് വേണ്ടി പറഞ്ഞതാണ്. അതും നിങ്ങൾ ഒഴിവാക്കി. 3 നൂറ്റാണ്ടിൽ ഒരാളും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. അപ്പൊ അവരും ചെയ്തിട്ടില്ല. ഇനി മാത്രമല്ല, നബിപ്രകാശം ചോദിച്ചിരുന്നു, ഇപ്പൊ മിണ്ടാട്ടല്ല. അപ്പോഴും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല, ഇനിയും പറയുകയില്ല. ആ നിലക്കുള്ള കള്ളക്കഥകളുണ്ട്. അതുകൊണ്ട് മങ്കൂസാവട്ടെ, ഷറഫനാവട്ടെ, ജാല മുഹമ്മദ് ആവട്ടെ, ബർസൻജി ആവട്ടെ, ഏതാണെങ്കിലും ശരി, അതിൽ കുഫറുണ്ട്, അതിൽ ശിർക്കുണ്ട്, അതിൽ ബിദ്അത്തുണ്ട്, അതിൽ ഖുറാഫത്തുണ്ട്, അതിൽ കള്ളക്കഥയുണ്ട്, അതിൽ ദമ്മുണ്ട്, ആക്ഷേപമുണ്ട്, പേരിൽ അല്പം മദ്ഹുമുണ്ട്. അതിന്റെ പേരിൽ മാത്രം അത് ഇസ്ലാമികമായി മാറുകയില്ല. ആരുണ്ടാക്കിയെന്നറിയില്ല, എവിടെ കിട്ടിയെന്നറിയില്ല, ഈ മൗലിദിന്റെ രചയിതാക്കൾ ആരാണെന്നറിയില്ല, ആരും അത് പ്രചരിപ്പിച്ചുവെന്നറിയില്ല. അതുകൊണ്ട് വ്യക്തമാക്കണം. അക്കഹെന്ന ഹദീസ് എന്താ ഇപ്പൊ ഉദ്ധരിക്കാത്ത? ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയല്ലേ, ചോദ്യം ഇങ്ങനെ മണിമണിയായി ചോദിച്ചില്ലേ, 6 ചോദ്യം എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇപ്പൊ എന്താ കുഞ്ഞാടുകളെ തക്ബീറിൽ നിർത്തിയത്? ബിദ്അത്ത് 2 മൗലവി എന്നെ കുട്ടികൾക്ക് മറുപടി കൊടുത്തില്ലേ? ഇമാം സുയൂത്തി ബിദ്അത്താന്ന് പറഞ്ഞിട്ടില്ല, ബിദ്അത്ത് ഹസനത്താണെന്നാ പറഞ്ഞെന്നുള്ളതിന് മറുപടി മൗലവി ഇപ്പം വിശദീകരിച്ചു കൊടുത്തു. ബിദ്അത്ത് 2 കുല്ലു ബിദ്അത്തിൽ ദലാല എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ശർഈയാണ്. അത് ഇജ്മാഇനോടും ഖിയാസിനോടും അസറിനോടും ആയത്തിനോടും ഹദീസിനോടും എതിരായ ബിദ്അത്താണ് ശർഈയായ ബിദ്അത്ത്. അതാണ് കുല്ലു ബിദ്അത്തിൽ ദലാല. മൻ ഹദസ ഫീ അംറിനാ ഹദാ, എന്റെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, ഈ 4 പ്രമാണത്തിനോട് വിരുദ്ധമായത് ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബഹുവ റദ്ദുൻ, അതാണ് കുല്ലു ബിദ്അത്തിന് വിരുദ്ധമായ ബിദ്അത്ത്. അല്ലാത്ത ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു ലിഫായിലിഹാ, അത് സുന്നത്താണ്. അതാണ് ഉസ്താദ് വായിച്ചത്. ഇപ്പം തിരിഞ്ഞോ? തക്ബീർ വെറുതെ പോയി എന്നുള്ളത് മൗലവി എന്നെ പറഞ്ഞു. നന്ദി. ഇനി ഞങ്ങൾ അടുത്ത ചോദ്യം കേട്ടോളൂ. 5 ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. 6ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ, ശ്രദ്ധിച്ചോളൂ, ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ മഹാനായ ഉർവയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. മധ്യസ്ഥന് വേണമെങ്കിൽ ഹദീസ് കൈമാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത സുവൈബ ബീബിയെ അബൂലഹബ് മോചിപ്പിച്ചതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് അബൂലഹബിന് വിരലിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെട്ടുവെന്ന സ്വപ്ന ദർശനമുണ്ടായ സംഭവം ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾ അത് കള്ളക്കഥയാണോ, തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥയാണെന്നും എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ ഇതാ ഒരുപാട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപാട് പുസ്തകത്തിൽ കള്ളക്കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയിൽ ഉർവയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. സഹീഹുൽ ബുഖാരിയിൽ കള്ളക്കഥയുണ്ടോ? തഅലീഖാത്തുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്ന എല്ലാ തഅലീഖുകളും സനദില്ലാത്ത തഅലീഖുകൾ പോലും അത് സഹീഹാണെന്ന് ഇമാമുകൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു തഅലീഖായ ഉർവയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഈ സ്വപ്നകഥ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. ഇതാ ബുഖാരി, നിങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു തലയും വാലും മുറിച്ച ഉമ്മാക്കി കഥയാണ്, കള്ളക്കഥയാണെന്ന് ഇമാം ബുഖാരി സഹീഹിൽ കള്ളക്കഥ പറയുന്നു. ചോദ്യം 1, റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത്.
തർക്കമുണ്ടെന്ന് ഖിലാഫില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു തർക്കമുണ്ട്, ഖിലാഫില്ല എന്നതിന് തെളിവുണ്ടോ? ചോദ്യം 2, ഫല്യഫറഹു, നബിനെ കൊണ്ട് സന്തോഷിച്ചോ എന്ന് പറയുമ്പോൾ അതിൽ ജന്മദിനം പെടൂല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 3 ചോദ്യം, റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തൽ ബിദ്അത്താണെന്ന് പറയുമ്പോൾ പ്രത്യേകത കൽപ്പിക്കാതെ നടത്തിയാൽ അത് സുന്നത്താണ്. നിങ്ങളുടെ കുട്ടികളോടാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. വ്യവസ്ഥയായിട്ട് തന്ന അവരാണല്ലോ. മേലിൽ ഇവിടുത്തെ കുട്ടികൾ നിങ്ങളുടെ വ്യവസ്ഥയ്ക്ക് വരൂല കേട്ടോ. പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ചോദിക്കുകയാണ്. 4ാമത്തെ ചോദ്യം, ഉമർ മൗലവി അടക്കുന്ന ആളുകൾ നബിദിനാഘോഷം കഴിച്ചത് കൊണ്ട് അവർ നരകത്തിലാണെന്ന് ചോദിച്ചപ്പോ ഖുർആൻ ഓതി. അതെ, അവർ ചെയ്തത് അവർക്ക് നാളെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നരകത്തിലാണെന്നാണ്. ഈ നരകപാതയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാൻ നിങ്ങളെ ഈമാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടോ? അവർ നരകത്തിലാണെന്നല്ലേ നിങ്ങൾ ഖുർആനായി തോന്നിയത്? ഇനി നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ഖുർആനിൽ ഒരായത്തുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതു മൗലവി. ചോദ്യം 6, സഹീഹുൽ ബുഖാരിയിൽ ഉർവയെ തൊട്ടുദ്ധരിച്ച ഈ സ്വപ്നകഥ അത് സ്വപ്നം തന്നെയാണ്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. അതിനെപ്പറ്റി കള്ളക്കഥ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഉമ്മാക്കി കഥ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? തലയുമാനം മുറിച്ച കളിയാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? സഹീഹുൽ ബുഖാരിയിൽ കള്ളക്കഥയുണ്ടോ? ബുഖാരിയിൽ ആ പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. സദസ്സിന്റെ മുമ്പ് ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. മധ്യസമാരോഹയിൽ തരാൻ തയ്യാറാണ്. ഞങ്ങൾ അവസാനത്തെ ചോദ്യമാണ്. ഒരൊറ്റ ചോദ്യത്തിനും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. എനിക്ക് മുമ്പിലുള്ള മുജാഹിദിനെ ശ്രദ്ധിച്ചോളൂ. ഇവരെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖ അൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വെറുതെ അല്ല മുസ്ലിയാക്കന്മാര് പരസ്യ സംവാദത്തിന് വിളിച്ചിട്ട് ഇപ്പൊ പരസ്യം പോയിട്ട് ഇപ്പോ ഈ ഹാളിന്റെ ഉള്ളിൽ തന്നെ കടന്ന് പതറാണ്. പിന്നെ പരസ്യമായിട്ട് എന്തായിരിക്കും അവസ്ഥ? ഏതായാലും സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് ഇവിടെ രാവിലെ മുതൽ ഞങ്ങൾ ചോദിച്ചു ആയത്തുണ്ടോ? അപ്പൊ വരും ഉമർ മൗലവിണ്ട്. ഹദീസുണ്ടോ? അപ്പോൾ വരും കെ മൗലവിണ്ട്. സനദുണ്ടോ? അപ്പൊ വരും അൽ മുർഷിദ് ഉണ്ട്. ഓ മുസ്ലിയാരെ, ഈ കിതാബുകളൊക്കെ വായിക്കുന്ന സമയം കൊണ്ട് ഒരായത്തോതാൻ, ഒരു ഹദീസ് പറയാൻ, ഒരു സനദ് വായിക്കാൻ ഇതുവരെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഈ മുസ്ലിയാരുടെ തക്ബീർ വിളിക്കാൻ കൊണ്ടുവന്ന ഈ മുസ്ലിയാരോടെങ്കിലും നിങ്ങൾക്ക് പറയാൻ ധൈര്യമെന്നോ? ഞങ്ങളിവിടെ അൽഹംദുലില്ലാഹ് ഈ സംവാദം കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രമാണ്, ഒരു പുതിയ ചരിത്രമാണ്. അൽഹംദുലില്ലാഹ്. എന്തൊക്കെ തെളിഞ്ഞുവിടെ, എന്തൊക്കെ തെളിഞ്ഞു? നബിദിനാഘോഷത്തിന്റെ എന്ന ആയത്ത് നിങ്ങളോതി. ഇവിടെയല്ല, എവിടെ നിങ്ങളോതും? ഒരൊറ്റ തഫ്സീർ ചോദിച്ചിട്ട് ഈ മുസ്ലിയാക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കടന്ന് പ്രസംഗിച്ചിട്ട് ഒരു തഫ്സീർ വായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു മുസ്ലിയാരെ? ഇവിടെ ഞങ്ങൾ ചോദിച്ചു. പിന്നെ സനദ് ചോദിച്ചു. നിങ്ങൾ പറയാറുണ്ടല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖലീഫമാർ മൗലിദ് കഴിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? നിഅമത്തുൽ കുബ്രയിലുണ്ട്. സനദ് വായിക്കൂ. നിങ്ങൾക്ക് കാന്തപുരം മുടി കൊണ്ടുവരുമ്പോൾ സനദ് വേണല്ലേ? നിങ്ങളുടെ അസിലാണ് പൊളിയുന്നത്, അതിന് നിങ്ങൾക്ക് സനദ് വേണ്ട. കാന്തപുരത്തിന് മുടിക്ക് മാത്രമല്ല അതിന് സനദില്ല, നിങ്ങൾക്കും സനദില്ല എന്ന് ഈ സംവാദത്തിലൂടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ കാര്യം ശരിക്കും മനസ്സിലാക്കിക്കോളി. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും, ഒരു അഹ്ലു ബിദ്അത്തിൽപ്പെട്ട ആൾ പോലും, മുസ്ലിമീങ്ങൾ വേണ്ട, ഒരു അഹ്ലു ബിദ്അത്തിന്റെ ആൾ പോലും ഈ നബിദിനാഘോഷമെന്ന തനിച്ച ബിദ്അത്ത് ഇതുവരെ അനുഷ്ഠിച്ചിട്ട് കൃത്യമായി ഈ സംവാദത്തിലൂടെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കവലകൾ മുഴുവനും നബിപ്രകാശത്തിന്റെ ഹദീസ് ധരിക്കാറുണ്ട്. ധൈര്യമുണ്ടായ നിങ്ങൾക്ക് ഇവിടെ പണ്ഡിതന്മാർ മുഖാമുഖം ഇരുന്നപ്പോ ആ ഹദീസിന്റെ തുണ്ടമുത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അവസാനത്തെ ചോദ്യം എന്താ? ബുഖാരിയിൽ കള്ള ഹദീസുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ബുഖാരിയിൽ കള്ള ഹദീസില്ല. കള്ള ഹദീസ് ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് സംവാദം നടത്തിയവരാണ്. ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ഞങ്ങൾ വാദിച്ചിട്ടില്ല. ഇനി ഒച്ചുണ്ടാക്കിയാൽ ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളിവിടെ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ മുസ്ലിയാര് ഒരു നോട്ടീസുമായ ചോദ്യം ചോദിക്കാമെന്ന്. ഏത് നോട്ടീസ്? അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായി ഞങ്ങളിവിടെ വാദങ്ങൾ കൃത്യമായി തെളിയിച്ചു. കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബിദ്അത്താണെന്ന് തെളിയിച്ചു. ആ ബിദ്അത്താണ് തെളിയിച്ചതിനെ ഖണ്ഡിക്കാൻ ഒരു ആയത്ത് കൊണ്ടോ ഒരു ഹദീസ് കൊണ്ടോ വേണ്ട, സലഫുസ് സ്വാലിഹിന്റെ ഏതെങ്കിലും ഒരു വാക്ക് ധരിച്ചുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്തല്ല അത് സുന്നത്താണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഈ സംവാദം ഇവിടെ തക്ബീർ ചെല്ലുന്ന മുസ്ലിയാക്കന്മാർ മാത്രമല്ല കേൾക്കുക, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഈ കേരളത്തിന്റെ മലയാളം ചെയ്യുന്ന ഈ ആളുകൾ കേൾക്കും, അവരത് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം.
ഇവിടെ നബിദിനാഘോഷത്തിന്റെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ ശിർക്കുണ്ട് എന്ന് ഞങ്ങൾ വായിച്ചിട്ട് ആ വരി ശിർക്കല്ല എന്ന് തെളിയിക്കാൻ ഇത് നിങ്ങൾ ഒരുപാട് മൈക്ക് കെട്ടുന്ന മുസ്ലിയാക്കന്മാരല്ലേ, ഈ വരികൾ വായിച്ച് അത് വിറ്റ് കാശാക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അത് ശിർക്കല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ കമ്പിലുള്ള ആളുകൾ നല്ലവരാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് മാറ്റുന്നവരാണ്. നിലവിളക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇവിടെ അടുത്ത കൊല്ലം നബിദിനാഘോഷം ഉണ്ടാകുമോ ഇല്ല എന്നത് സംശയമാണ്. ഞങ്ങൾ ബലമായി കൊണ്ട് സംശയിക്കുന്നു. അത്രമാത്രം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ സംവാദത്തിനിരിക്കുമ്പോൾ, വ്യവസ്ഥയ്ക്കിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞത് അത് സത്യമല്ലെന്ന് മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഒഴിവാക്കുമെന്നാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ വാദത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നബിദിനാഘോഷം എന്ന തനിച്ച വിദഅത്ത്, ഞങ്ങൾ 15 പണ്ഡിതന്മാരുടെ പേരുകൾ ഞങ്ങൾ ഉദ്ധരിച്ചു. ഒരു പണ്ഡിതനെ പോലും അത് ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിദഅത്ത് പിന്നെ MT വിളിക്കാൻ ഇങ്ങോട്ട് പോകുന്നു. എവിടേക്കാണ് നിങ്ങൾ പോരേണ്ടത്? ഓ MT ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആരെയാണ് ഇപ്പോൾ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്? തനിച്ച ഷിയാക്കൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് പറഞ്ഞ് ഈ അലി ശരീഅത്തിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ ഷിയായെ താങ്ങി നടക്കുന്ന നിങ്ങളുടെ ഷിയായിസത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. അതല്ല ഈ ജാറം വിറ്റ് കാശുണ്ടാക്കി ആ ജാറത്തിൽ ചോർന്ന് ജീവിക്കുന്ന നിങ്ങളുടെ മതത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. ഇല്ല, അതാണ് മഹാനായ സൂയിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഫഖ്ദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അൻതല്ലാഹ് ബിസലഫിക സാലിഹ്, നിന്റെ സാലിഹായ സലഫു സാലിഹിനെ പിൻപറ്റൂ നിങ്ങൾ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് നബിദിനാഘോഷത്തിന് സലഫു സാലിഹിന്റെ പിന്തുണ ഇല്ല. ഈ സംവാദത്തിലൂടെ വ്യക്തമായി അത് തെളിഞ്ഞു കഴിച്ചുമുട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു വാശിയുടെയും വക്കാണത്തിന്റെ വിഷയമല്ല. ഞാനൊരു ആയത്ത് നിങ്ങളെ കേൾപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ ചില ആളുകൾ അവരുടെ മുഖങ്ങൾ മറിക്കപ്പെടുന്ന ദിവസമുണ്ട്. അവർ പറയും, യാ ലൈതനാ അതഅനല്ലാഹ വ അതഅന റസൂല, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞങ്ങൾ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഞങ്ങൾ അനുസരിച്ചു പോയത് ആരെയാണ്? അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞല്ലോ. നരകത്തിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. ഈ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ തനിച്ച ബിദ്അത്തിന്റെ ആളുകൾ, സുഹൃത്തുക്കളെ, ഈ ബിദ്അത്ത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് വെറുതെ എല്ലാം ഡേറ്റ് മാറ്റി അവസാനം സ്വഹീഹായ ഹദീസ് പോലും എഴുതാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്.